ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ പ്രവാചകൻ കടന്നുവരുന്ന നൂറ്റാണ്ടിനെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത് ദ ഡാർക്ക് ഏജ്, ഇരുണ്ട യുഗമെന്നാണ്. ഞാൻ ഇന്ന് ഇവിടെ പ്രഭാഷണം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് ഇവിടെ അനൗൺസ്മെന്റിലൂടെ സദസ്സില് ഉച്ചത്തിൽ പറഞ്ഞ എല്ലാവരും പറഞ്ഞത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 1400 വർഷങ്ങൾക്ക് മുമ്പ്, ബിഫോർ 1400 years ago. 1400 വർഷങ്ങൾക്ക് മുമ്പ് കാട്ടാള ജനതയെ പോലും തോൽപ്പിക്കുന്ന രീതിയിൽ കൊല്ലിനും കൊലയ്ക്കും വേണ്ടി മാത്രം ജീവിച്ച 6-ാം നൂറ്റാണ്ടിലെ ഇരുണ്ട യുഗത്തിലെ കാട്ടറബികളെ യഥാർത്ഥത്തിൽ നാം എല്ലാവരും ഇസ്ലാമിക സദസ്സുകളിൽ അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു വാക്ക് ഇതാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. എല്ലാവരും വളരെയധികം കാലാകാലങ്ങളായി അള്ളാഹുവിന്റെ പ്രവാചകൻ കടന്നുവന്ന സമൂഹത്തിന്റെ കലുഷിത സാഹചര്യങ്ങളെ ലോകത്തിന് മുമ്പിൽ പറയാൻ ചരിത്രകാരന്മാര് കണ്ടുപിടിച്ച ഏറ്റവും വലിയ വാക്ക് ആ നൂറ്റാണ്ട് 6-ാം നൂറ്റാണ്ട് ഇരുണ്ട യുഗമായിരുന്നു. ആ കാലഘട്ടം ഇരുട്ടിന്റെ കാലഘട്ടമായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചരിത്രകാരന്മാർ ആ കാലഘട്ടത്തെ ഇരുണ്ട യുഗം എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ 6-ാം നൂറ്റാണ്ടിൽ സൂര്യൻ ഉദിക്കാത്തത് കൊണ്ടല്ല, 6-ാം നൂറ്റാണ്ടിൽ ചന്ദ്രന്റെ പ്രഭാവലയങ്ങൾ ലോകത്തിന്റെ മുന്നിൽ പ്രകാശം നൽകാത്തത് കൊണ്ടല്ല, ഇന്നത്തേക്കാൾ അതിതീവ്രമായി സൂര്യന്റെ പ്രകാശവും ചന്ദ്രന്റെ പ്രകാശവും നക്ഷത്രങ്ങളുടെ തിളക്കവും 6-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്നു. ഇന്നത്തേക്കാൾ വെളിച്ചം ആ ലോകത്ത് പടർന്നൊഴുകിയിരുന്നു. എന്നിട്ടും ചരിത്രകാരന്മാർ ആ കാലഘട്ടത്തിലെ ഇരുണ്ട യുഗമെന്ന് വിളിക്കാൻ കാരണം സൂര്യന്റെ പ്രകാശമില്ലാത്തത് കൊണ്ടല്ല, ചന്ദ്രവലയം പ്രകാശിക്കാത്തത് കൊണ്ടല്ല, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ഹൃദയത്തിൽ വെളിച്ചമുണ്ടായിരുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ വന്ന കാലഘട്ടത്തെ ചരിത്രകാരന്മാർ ഇങ്ങനെ പറയാൻ കാരണം ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ഹൃദയത്തിന് വെളിച്ചമുണ്ടായിരുന്നില്ല. അവരുടെ ഹൃദയത്തിൽ ഇരുട്ട് മാത്രം ആവരണം ചെയ്ത, വെളിച്ചത്തിന്റെ ഒരു കണിക പോലും ഹൃദയാന്തരങ്ങളിലോട്ട് കടന്നു പോകാത്ത ഒരു ജനത. നേരത്തെ ഇവിടെ പലരും ആവർത്തിച്ചു പറഞ്ഞതുപോലെ ജനിച്ച കുഞ്ഞ് പെണ്ണാണെന്ന് കണ്ടാൽ അതേപടി ജീവനോടെ അത് കുടിച്ചു മൂടിയ ജനത, കള്ളിനും പെണ്ണിനും വേണ്ടി മാത്രം ജീവിച്ചിരുന്ന ഒരു ജനത. ചരിത്രകാരന്മാര് പറയുക ദ 3W, വൈൻ, വാർ ആൻഡ് വിമൺ. യുദ്ധം, കള്ള്, പെണ്ണ്, ഇത് മൂന്നുമല്ലാതെ നാലാമതൊരു ചിന്ത 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികൾക്കുണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിലെ ആളുകളെ കുറിച്ച് പറയുന്നത് അരയിൽ കിടക്കുന്ന ഈർച്ചവാളിന്റെ മൂർച്ചയറിയാൻ ആദ്യം കാണുന്നവന്റെ കഴുത്തിൽ വെട്ടിനോക്കിയ കാട്ടറബികൾ. അവർ അവരുടെ കയ്യിലിരിക്കുന്ന ആയുധമായിരുന്ന മൂർച്ചവാളിന്റെ ഈർച്ചവാളിന്റെ മൂർച്ചയറിയാൻ ആദ്യം അവർ വെട്ടിനോക്കിയിരുന്നത് വാഴപ്പിണ്ടിയിലായിരുന്നില്ല. അവർ വെട്ടിനോക്കിയത് ഏതെങ്കിലും മരക്കശനത്തിലായിരുന്നില്ല. തന്റെ അരയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഈർച്ചവാളിന്റെ മൂർച്ചയറിയാൻ എതിരെ കാണുന്ന ആദ്യം കാണുന്നവന്റെ കഴുത്തിൽ പോറി നോക്കിയ 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ആ കാട്ടറബികളെ ലോകം മുഴുവനും എഴുതി തള്ളിയപ്പോൾ, കാരണം വലതുഭാഗത്ത് പേർഷ്യ, ഇടതുഭാഗത്ത് റോമ, ഇവർ രണ്ടുപേരും അവരുടെ സാമ്രാജ്യത്വ വികസന അജണ്ടയുടെ ഭാഗമായി അടുത്ത് കാണുന്ന നാട്ടുരാജ്യങ്ങൾ മുഴുവനും അധികാരപ്രയോഗത്തിലൂടെ കീഴടക്കുമ്പോഴും റോമക്കാർ തിരിഞ്ഞു നോക്കാത്ത, പേർഷ്യക്കാര് തിരിഞ്ഞു നോക്കാത്ത, അവർ കാര്യം ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ആഗ്രഹിക്കാത്ത ഒരു നാടുണ്ടായിരുന്നു അറേബ്യ. കാരണം അവർക്ക് ആർക്കും വേണ്ടില്ല, അത്രയ്ക്കും വൃത്തികെട്ട ജനത. നമ്മുടെ നാട്ടിലൊക്കെ ചില കോളനികളെ കുറിച്ച് നമ്മൾ പറയും, അങ്ങോട്ട് ആരും പോവാൻ പാടില്ല, ചില നാട്ടിൽ നിന്ന് ആരും പെണ്ണ് കെട്ടാൻ പാടില്ല, കാരണം അവർ അത്രയ്ക്ക് മോശക്കാരാന്ന് ചില നാടുകളെ കുറിച്ച് നമ്മളൊക്കെ പറയാറുണ്ട്. അതുപോലെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആരും ഒന്ന് എത്തി നോക്കാൻ പോലും മറച്ചിരുന്ന അത്രത്തോളം സാംസ്കാരിക ജീർണതയുടെ പിടിയിൽ അകപ്പെട്ടു പോയ ജനത അവരായിരുന്നു 6-ാം നൂറ്റാണ്ട്. അവരുടെ ഹൃദയത്തിന് വെളിച്ചമുണ്ടായിരുന്നില്ല. ആ കാലത്തെ സമൂഹത്തെക്കുറിച്ച് ചരിത്രകാരന്മാര് പറയുക, പൊതുവഴിയിലൂടെ നടന്നു പോകുന്നവന്റെ മടിക്കെട്ടിന്റെ വലിപ്പം കണ്ടാൽ ആ നടന്നു പോകുന്നവന്റെ കഴുത്തറുത്തു മാറ്റിയിട്ട് മടിക്കെട്ടിലിരിക്കുന്ന പൈസ മോട്ടിച്ചു കൊണ്ടുപോകുന്ന പണക്കൊതിയന്മാരായ ഒരു ജനത. അവര് പിന്നീട് ആരായി മാറി?
ഈ സമൂഹത്തിന് വന്ന അത്ഭുതകരമായ പരിവർത്തനം എന്തായിരുന്നു? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഭയങ്കര അനൗൺസ്മെന്റ് ഒക്കെ കേട്ടി അവിടെ മുഹമ്മദ് അങ്ങ് പൊളിക്കുകയാണ്. 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. അതെ, അത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അറിയണം എന്താ ആ കാട്ടറബികൾ പിന്നീട് ആരായി മാറി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രയും വലിയ ആഭാസന്മാരായിരുന്ന ജനത, വടിയിലൂടെ നടന്നു പോകുന്നവന്റെ മടിക്കെട്ടിന്റെ കനം കാണുമ്പോൾ ആ നടന്നു പോകുന്നവന്റെ കഴുത്തറുത്തിട്ട് പൈസ മോട്ടിച്ചു കൊണ്ടുപോയിരുന്ന ജനത, അവരിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ വിശുദ്ധമായ ഖുർആന്റെ വായനയുമായി കടന്നു വന്നപ്പോൾ അവര് പിന്നീട് ആരായി മാറി? ചരിത്രം പറയുന്നത് പാതിരാ സമയത്ത് പാവപ്പെട്ട ആളുകൾ കിടന്നുറങ്ങുന്നതും കാത്ത് പാവപ്പെട്ടവരുടെ വീടിന്റെ മുമ്പിൽ സക്കാത്തിന്റെ പൈസയും കൊണ്ടിരിക്കുന്ന സമൂഹമായി ഇവർ മാറി. പാവപ്പെട്ടവർ ഉറങ്ങിക്കഴിയുമ്പോൾ ആ ഉറങ്ങിക്കിടക്കുന്നവരുടെ വീട്ടിൽ പാവപ്പെട്ടവൻ ഉറങ്ങുന്നതും കാത്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായി മാറി. വഴിയരികിലൂടെ പോകുന്ന മനുഷ്യനെ കൊള്ളയടിച്ച് കഴുത്തറുത്തിരുന്ന ഈ ജനത, അവരിലേക്ക് വിശുദ്ധമായ ഖുർആന്റെ ആയത്തുകൾ ഇറങ്ങിയപ്പോൾ പാതിരാ സമയത്ത് പാവപ്പെട്ടവൻ ഉറങ്ങുന്നതും കാത്ത് അവന്റെ വീടിന്റെ മുന്നിൽ സക്കാത്തിന്റെയും സദക്കയുടെയും പണക്കിടയുമായി കാത്തിരിക്കുന്നവരായി ഈ കൊള്ളക്കാരുടെ സമൂഹം മാറി. ഇത് ലോകത്ത് സംഭവിച്ചതാണ്. ഇഖ്റഇന്റെ ശബ്ദമിറങ്ങിയപ്പോൾ, മക്കാ മുക്കറമയിൽ ഇഖ്റ ഇറങ്ങിയപ്പോൾ നടന്ന സ്വാഭാവികമായ പരിവർത്തനമാണ് ഞാൻ ഈ പറയുന്നത്. ഇവരെന്തായി എന്നറിയുമോ? അവര് കൊടുക്കുന്നവര് പോലും അറിയാൻ ഇഷ്ടപ്പെട്ടില്ല. വാങ്ങിക്കുന്ന ആൾ അറിയുന്നത് അവർക്ക് ഇഷ്ടമായിരുന്നില്ല. അവരാരായി മാറി? രാത്രിയിൽ പാവപ്പെട്ടവര് കടന്നുറങ്ങുന്നതും കാത്ത് പാവപ്പെട്ടവന്റെ വീടിന്റെ സൈഡിൽ പോയി ഇങ്ങനെ നിൽക്കും. അവർ ഉറങ്ങിക്കഴിയുമ്പോൾ സക്കാത്തിന്റെയും സദക്കയുടെയും പൈസ അവരുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചിട്ട് ആരും അറിയാതെ ഇറങ്ങിപ്പോകും. രാവിലെ പാവപ്പെട്ടവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ തലയിണയുടെ സൈഡിൽ 1000 ദിർഹം 100 ദിർഹം ഇരിക്കുന്നു. ഇത് ആര് ചെയ്തതാണിത്? ഒരു കാലത്ത് റോഡിലൂടെ നടന്നു പോകുന്നവന്റെ മടിക്കെട്ടിന്റെ കനം കണ്ടിട്ട് അവന്റെ പിടിച്ചു നിർത്തി കഴുത്ത് വെട്ടിയെറിഞ്ഞിട്ട് അവന്റെ പൈസ എടുത്തിട്ട് പോയി കള്ളു വാങ്ങിച്ചു കുടിച്ച സമൂഹം, അവരുടെ മക്കാ മുക്കറമയിൽ ഇഖ്റഇന്റെ ശബ്ദമിറങ്ങിയപ്പോൾ ഖുർആന്റെ വചനങ്ങൾ അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവരാരായി മാറി? സക്കാത്തിന്റെ പൈസയുമായി ആരും അറിയാതെ പോയി കാത്തു നിൽക്കുന്നവരായി മാറി. ആ കാലഘട്ടത്തിൽ പള്ളിയിൽ കടന്നിട്ട് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഖുർആന്റെ നാദവീഥികൾ അലയടിച്ചപ്പോ പള്ളിയിൽ കിടന്നുറങ്ങുന്ന മിസ്കിന്മാര് എഴുന്നേറ്റാൽ ഉടനെ സൈഡിലൊക്കെ തലേണയുടെ ഭാഗത്ത് മടിയിൽ തപ്പി നോക്കും, ആരെങ്കിലും പൈസ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോന്നറിയാൻ. ആ കാലഘട്ടത്തിൽ ആളുകൾ മിസ്കിന്മാർ എന്ത് ചെയ്യും? എഴുന്നേറ്റ ഉടനെ തപ്പി നോക്കും, ആരെങ്കിലും സക്കാത്തിന്റെ പൈസ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ. ആ കാലഘട്ടത്തിലെ ഒരു സംഭവം പറയുന്ന, ഒരു മനുഷ്യൻ പള്ളിയിൽ കിടന്നുറങ്ങുന്നു. ഒരാൾ വന്ന് ആ ഉറങ്ങിക്കിടക്കുന്ന ആളിന്റെ ഭാഗത്ത് 100 സ്വർണ്ണ നാണയം കൊണ്ടുപോയി വെച്ചിട്ട് മിണ്ടാതിറങ്ങിപ്പോയി. അയാള് പോയി വീടിന്റെ മുൻവശത്തിരിക്കുമ്പോ കുറെ കഴിയുമ്പോൾ നിസ്കരിക്കാൻ പോയ മോൻ വന്നു. മോൻ വന്നിട്ട് പറഞ്ഞു, വാപ്പാ പള്ളിയിൽ കിടന്നുറങ്ങുമ്പോ ഇന്ന് എനിക്കൊരു കോൾ അടിച്ചു, ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോ ആരോ 100 സ്വർണ്ണ നാണയം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. വാപ്പ ചോദിച്ചടാ പഹ, അത് നീ ആയിരുന്ന? ഞാനത് അറിഞ്ഞില്ലല്ലോ, കൊണ്ടുപോയി വെച്ചത് വാപ്പയാണ്. അള്ളാന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. വാപ്പയാണ് കൊണ്ടുവന്ന് വെച്ചത്. രണ്ടുപേരും തമ്മിൽ തർക്കമായി. വാപ്പ പറഞ്ഞു, നീയാണെന്ന് ഞാൻ അറിഞ്ഞില്ല, പൈസ തിരിച്ചു തരണം. മകൻ പറഞ്ഞു, നിങ്ങളാണ് വെച്ചത്, എന്താ ഉറപ്പ്? എന്റെ പൈസ തട്ടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ കള്ളം പറയുന്നതാണ്. രണ്ടുപേരും തമ്മിൽ തർക്കമായി. അവസാനം തർക്കമില്ല ഹളറത്തി റസൂലില്ല, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തെത്തി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടുപേരോടും പറഞ്ഞു, വാപ്പയോട് പറഞ്ഞു, വലക്കമാ അഅ്തൈത, നിനക്ക് കൊടുത്ത പ്രതിഫലമുണ്ട്. മകനോട് പറഞ്ഞു, വലക്കമാ അഖത്ത, നിനക്ക് എടുത്തതിന്റെ പ്രതിഫലവുമുണ്ട്. വാങ്ങിച്ച പ്രതിഫലം നിനക്ക്, കൊടുത്ത പ്രതിഫലം പിതാവേ നിങ്ങൾക്ക്. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ജനതയുടെ നടുവിലേക്ക് അല്ലാഹുവിന്റെ ഖുർആന്റെ പരിവർത്തനത്തിന്റെ പടധ്വനി ഇറങ്ങിയപ്പോ പള്ളിയിൽ കിടക്കുന്നിറക്കുന്നത് സ്വന്തം മകനായിട്ട് പോലും പിതാവ് മനസ്സിലായില്ല അത് മകനാണെന്ന്. കാരണം കിടന്നുറങ്ങുന്നവനെ അറിയിക്കാതെ മെല്ലെ പോയി നിന്ന് നോക്കാതെ 100 പവന്റെ സ്വർണവും വെച്ചിട്ട് അവര് തിരിച്ചുപോയി. ആരായിരുന്നു ഇവർ? ഒരു കാലത്ത് ഇവർ ആരായിരുന്നു? ഒരു മാറ്റമുണ്ടാകണ്ടേ? നമ്മുടെ നാട്ടിലൊരു മാറ്റത്തിന്റെ മാറ്റൊലി ഉണ്ടാവണ്ടേ? ആരായിരുന്നു ഇവർ? ആ കാട്ടറബികൾ ആരായി മാറി? ആ കാലഘട്ടത്തെ കുറിച്ച് ചരിത്രം പറയുന്നത് ഇങ്ങനെയല്ലേ? ആ മനുഷ്യത്തിന്റെ 6-ാം നൂറ്റാണ്ടിന്റെ കാട്ടറബികളുടെ നടുവിലേക്ക് ഹൃദയത്തിൽ വെളിച്ചമില്ലാതിരുന്ന, ഹൃദയാന്തരങ്ങളിലേക്ക് പ്രകാശം കടന്നു വരാതിരുന്ന ജനതയുടെ നടുവിലേക്ക് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ നൂറിറങ്ങിയപ്പോ, കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ
അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലോട്ട് നയിക്കാൻ ദൗത്യമേറ്റെടുത്ത അള്ളാഹുവിന്റെ ഖുർആനിന്റെ നൂർ അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലോട്ട് ഇറങ്ങിയപ്പോ അതേവരെ അവരുടെ ഹൃദയത്തിന് പ്രകാശമുണ്ടായിരുന്നില്ല. ഇരുട്ടുമാത്രം ഹൃദയത്തിൽ നിറച്ചു വെച്ചൊരു ജനതയിലേക്ക് ഖുർആന്റെ വെളിച്ചം ഇറങ്ങിയപ്പോ വടിയരികിലൂടെ നടന്നു പോകുന്നവന്റെ മടിശീലയുടെ കനം കണ്ടിട്ട് അവന്റെ കടുത്തു വെട്ടിമാറ്റിയ ജനതയാണ് പിന്നീട് മാറിപ്പോയത്. സക്കാത്തിന്റെ പൈസയുമായി പാതിരാത്രിയിൽ പാവപ്പെട്ടവന്റെ കുടിലിന്റെ ഭാഗത്ത് ഉറക്കമിളച്ച് കാത്തു നിൽക്കുന്ന സഹോദരങ്ങളെ, ലാ യസ്ലഹു വലദു ഖത്താബ് ഹത്താ യസ്ലഹു ഹിമാറു ഖത്താബ്, ലാ യസ്ലഹു വലദു ഖത്താബ് ഹത്താ യസ്ലഹു ഹിമാറു ഖത്താബ്. ഖത്താബിന്റെ വീട്ടിൽ വളർത്തുന്ന കഴുത നന്നായാലും ഖത്താബിന്റെ മകൻ ഉമർ നന്നാവില്ലെന്ന് സമൂഹം എഴുതി തള്ളിയ, ഖത്താബിന്റെ വീട്ടിൽ വളർത്തുന്ന വിവരമില്ലാത്ത കഴുത നന്നായാലും ഖത്താബിന്റെ മകൻ ഉമർ ഒരിക്കലും നന്നാവില്ലെന്ന് എഴുതി തള്ളിയ 6-ാം നൂറ്റാണ്ടിലെ ആഭാസനായിരുന്ന ഖത്താബിന്റെ മകൻ ഉമർ ഉക്കാള ചന്തയിലൂടെ പാതിരാ സമയത്ത് സിരകളെ ലഹരി ഭരിക്കുന്ന രാത്രിയിൽ ഇറങ്ങി നടന്ന ഖത്താബിന്റെ മകൻ ഉമർ ജീവിത കാലഘട്ടത്തിൽ 3 കുഞ്ഞുങ്ങളെ ജീവനോടെ കുടിച്ചു മൂടിയ ഉമർ പാതിരാ സമയത്ത് കടന്നു വരുന്ന പെൺകുട്ടികളെ കടന്നു പിടിച്ചിട്ട് ലോകത്ത് കടന്ന ആവാസം നടത്തിയ ഖത്താബിന്റെ മകൻ ഉമർ. ആ ഉമറിനെയാണ് സമൂഹം പറഞ്ഞത് ഇവന്റെ വാപ്പ വളർത്തുന്ന കഴുത നന്നായാലും ഇവനിന് നന്നാവില്ലെന്ന് ലോകം എഴുതി തള്ളിയ ഖത്താബിന്റെ മകൻ ഉമർ എന്ന് പറയുന്ന ഗജപോക്കിരി അവസാനം ലോകത്താരായി മാറിയെന്നറിയുമോ? അതേ ഉമറിനെ നോക്കിയിട്ടാണ് റസൂലുള്ള പറഞ്ഞത്, വിശുദ്ധമായ ഇസ്ലാമിലോട്ട് കടന്നു വന്നപ്പോ അള്ളാന്റെ വിശുദ്ധമായ ഖുർആന്റെ പ്രകാശം ഇറങ്ങിയപ്പോ ആ ഉമറിനെ നോക്കിയിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞതെന്താ? എന്റെ ചെറുപ്പക്കാരെ നന്നായിട്ടൊന്ന് മനസ്സിലാക്കുമോ? അള്ളാന്റെ റസൂല് പറഞ്ഞതെന്താ? ഇന്നല്ലാഹ ജഅലൽ ഹഖ അലാ ലിസാനി ഉമറ വ ഖൽബിഹി. അള്ളാന്റെ റസൂലിന്റെ വരമൊഴിയാണിത്. ഇന്നല്ലാഹ ജഅലൽ ഹഖ അലാ ലിസാനി ഉമറ വ ഖൽബിഹി. അള്ളാഹു സത്യം പറയുന്നത് ഉമറിന്റെ നാവിലൂടെയാ. അള്ളാഹു സത്യം വെളിവാക്കുന്നത് ഉമറിന്റെ നാവിലൂടെയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുമ്പോ ഉക്കാള ചന്തയിൽ പാതിരാ സമയത്ത് വെള്ളമടിച്ചിട്ട് കള്ളു കുടിച്ചിട്ട് തെറിയുടെ പൂരപ്പാട്ട് പാടിയ ഒരു നല്ല വാക്ക് ജീവിതത്തിൽ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. ഇത് വെറുതെ പറയുന്നതല്ല, ചരിത്രം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ആ മനുഷ്യന്റെ നാവിനെ അള്ളാഹു എന്താക്കി മാറ്റി? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഏതാണ്ട് 20ഓളം ആയത്തുകൾ ഇറങ്ങിയത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനത്തെ ശരിവെച്ചുകൊണ്ടാണ്. നിങ്ങൾക്കറിയുമോ ആരായി മാറി ഈ മനുഷ്യന്? ഇക്കാള ചന്തയിൽ വെള്ളമടിച്ചിട്ട് തന്റെ കൂട്ടുകാരുടെ കൂടെ മധ്യരാജാക്കന്മാരുടെ രാജാവായി മാറിയിരുന്ന ഖത്താബിന്റെ മകൻ ഉമർ. ആ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ശരിവെച്ചുകൊണ്ടാണ് ലോകത്താദ്യമായി മദ്യനിരോധനത്തിന്റെ ആയത്ത് ഖുർആനിൽ ഇറങ്ങിയത്. മദ്യം ഒരു സാംസ്കാരിക അധപ്പതനമായി മാറിയപ്പോ, മദ്യപാനത്തിലൂടെ അക്രമം പൊട്ടി പുറപ്പെട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്തു അത്രേ, അല്ലാഹുവേ അല്ലാഹുമ്മ ബയ്യിൻ ലനാ ഫിൽ ഖംരി ബയാനൻ ശാഫിയാ, അല്ലാഹുമ്മ ബയ്യിൻ ലനാ ഫിൽ ഖംരി ബയാനൻ ശാഫിയാ. അല്ലാഹുവേ, ഈ മദ്യത്തിന്റെ കാര്യത്തിൽ ഒരു വ്യക്തമായ തീരുമാനം നിന്റെ ഭാഗത്ത് നിന്നുണ്ടാകണേ അല്ലാ. ഈ ഉമർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യേണ്ട താമസം അല്ലാഹുവിന്റെ റസൂലിന്റെ നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങൾ ഒരുമിച്ച് കൂടാൻ തുടങ്ങി. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ വന്നിട്ട് ഓതി കേൾപ്പിച്ചു, നിർത്തിക്കോ നബിയേ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ഈ മദ്യപാനവും ചൂതാട്ടവും പ്രശ്നം നോക്കലുമൊക്കെ അത് പൈശാചിക ദുർബോധനമാണ്. ഫജ്തനിബൂഹു, പാടെ ഉപേക്ഷിച്ചു കൊള്ളുക. ഇനി മദ്യം കൈകൊണ്ട് തൊട്ടുകൂടാ, മദ്യം ഉപയോഗിച്ചുകൂടാ.
വിശുദ്ധമായ ഖുർആന്റെ ആയത്തിറങ്ങിയപ്പോ ആ കാലഘട്ടത്തിലെ കിങ്ഫിഷർ കമ്പനിയുടെ രാജാവായ വിജയ് മല്യയേക്കാളേറെ ലോകത്തിലെ ഏറ്റവും വലിയ അബ്കാരി കിങ്ഫിഷറിന്റെ കമ്പനി മേധാവി വിജയ് മല്യയേക്കാളേറെ അബ്കാരി കോൺട്രാക്ടറായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ പുറകുഭാഗത്ത് ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന കല്ലിന്റെ വീപ്പയെടുത്ത് കമഴ്ത്തി വിട്ടിട്ട് അന്ന് മദീനയിലെ തെരുവോരങ്ങളിലൂടെ ഒഴുകിയത് മദ്യത്തിന്റെ പുഴയാണ്. അവിടെ നിന്നുകൊണ്ട് സഹാബത്ത് കുടിച്ചുകൊണ്ടിരുന്ന ആളുകൾ കയ്യിലിരിക്കുന്ന മദ്യക്കുപ്പി വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, ഇന്തഹൈനാ യാ റസൂലല്ലാഹ്, നബിയെ ഞങ്ങളിതാ വാറുന്നു നബിയെ, ഇനി മദ്യപാനം ഞങ്ങളുടെ ജീവിതത്തിലില്ല. എന്റെ സഹോദരങ്ങള്, ഖത്താബിന്റെ കഴുത നന്നായാലും ഖത്താബിന്റെ മകൻ നന്നാവില്ലെന്ന് ലോകമെഴുതി തള്ളിയ ഈ കാട്ടറബിയാണ് പിന്നീട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ മുമ്പില് 1000 ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. എല്ലാത്തിനെയും അരയിൽ തൂക്കിയിരിക്കുന്ന മൂർച്ചവാളിന്റെ ഈർച്ചേറിയാൻ ആദ്യം കാണുന്നവന്റെ കൈത്തണ്ടയിൽ വെട്ടി നോക്കിയ ഖത്താബിന്റെ മകൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ ലോകത്തിന്റെ മുഴുവനും റോൾ മോഡലാക്കി മാറ്റിയ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ലോകം മുഴുവനും കാണാൻ വേണ്ടി കാലം പോലും കൽപ്പില്ലാതെ കണ്ണടച്ച് നിന്ന കാരിരുമ്പിന്റെ നാട്ടിൽ നന്മയുടെ പുതിയ മുദ്രാവാക്യവുമായി കടന്നു വരാൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഹൃദയത്തിലോട്ടിറങ്ങിയപ്പോ, ഖുർആന്റെ വെളിച്ചം ഹൃദയത്തിലോട്ടിറങ്ങിയപ്പോ അവരുടെ ഹൃദയം വെണ്ണ പോലെ മൃദുലമായി. കാരിരുമ്പിനോട് ഏറ്റുമുട്ടിയാൽ പോലും തകരാത്ത ഹൃദയത്തിന്റെ ഉടമകൾ വെണ്ണക്കല്ല് പോലെ ഉരുകി ഒലിക്കുന്നത് കണ്ടിട്ട് അള്ളാന്റെ വിശുദ്ധമായ ഖുർആന്റെ വെളിച്ചം വന്നപ്പോഴല്ലയോ, ആ വെളിച്ചം വന്നപ്പോഴല്ലയോ കള്ളിന്റെ പാത്രത്തിൽ ചത്തുകിടക്കുന്ന വണ്ടിനെ എടുത്ത് കയ്യിൽ പിടിച്ചിട്ട്, വണ്ടേ നീ എത്ര ഭാഗ്യവതിയാവണ്ടേ, കള്ള് കുടിച്ചു കുടിച്ചു കുടിച്ച് ചത്തുപോകണമെന്നുള്ളത് എന്റെ ജീവിതത്തിന്റെ വലിയ ആഗ്രഹമായിരുന്നു, ഇതേവരെ എനിക്കതിനെ കടിച്ചിട്ടില്ല. കള്ള് കുടിച്ചു കുടിച്ച് ചത്തുപോയ വണ്ടേ നീ എത്ര ഭാഗ്യവതിയാണെന്ന് കള്ളിന്റെ പാത്രത്തിൽ ചത്തുകിടക്കുന്ന വണ്ടിനെ എടുത്തിട്ട് വണ്ടിനോട് കഥ പറഞ്ഞ അതേ മദ്യമെന്ന് പറഞ്ഞാൽ മരിക്കാൻ തയ്യാറായ അതേ കാട്ടറബികളല്ലേ. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അതേ കാട്ടറബികളാണ് ചുട്ടുപടുത്ത് കിടക്കുന്ന മദീന തെരുവോരത്തിന്റെ നടുവില് ഒരു യുവാവായ സഹാബി തന്റെ കൈവിരലുകൾ തൊണ്ടക്കുടിയിലോട്ട് കുത്തിയിറക്കിയിട്ട് ഛർദിക്കുകയാ. ആരോ ചോദിച്ചു, എന്തിനാണ് ഛർദിക്കുന്നത്? അള്ളാന്റെ റസൂലിന്റെ പ്രഖ്യാപനം വന്നത് കേട്ടില്ലേ? മനുഷ്യരിബ ഖംറൻ മുസ്കിറൻ മുസ്തഹില്ലൻ ലഹു ബഅദ തഹരീമിഹി വലം യതുബ് വലം യൻസ ഫലൈസ മിന്നീ വലാ അന മിൻഹു യൗമൽ ഖിയാമ. അള്ളാന്റെ റസൂലിന്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. ആരെങ്കിലും നിരോധിക്കപ്പെട്ട മദ്യമകത്താക്കിയാൽ വലം യതുബവൻ പശ്ചാത്തപിച്ചില്ല, വലം യൻസവൻ മാറി നിന്നില്ല, എന്നാൽ ഫലൈസ മിന്നീ, അവൻ എന്നിൽപ്പെട്ടവനല്ല, അവൻ എന്നിൽപ്പെട്ടവനല്ല. നാളെ ഞാനും അവനും തമ്മിൽ പരലോകത്തൊരു ബന്ധമുണ്ടാവില്ല. അള്ളാന്റെ റസൂലിന്റെ പുഞ്ചിരിക്കുന്ന പൂമുഖം കാണാൻ കഴിയാത്ത ആ മദ്യം തൊട്ടടുത്ത നിമിഷം മുമ്പ് അകത്താക്കിയവനാണ് ഞാൻ. ആ മദ്യം എന്റെ വയറ്റിന് കിടക്കണ്ടെന്ന് പറഞ്ഞിട്ട് പള്ളക്കുള്ളിലേക്ക് പോയ മദ്യത്തുള്ളികള് അതേ വിരലുകൾ കൊണ്ട് തൊണ്ടക്കുടിയിലോട്ട് കുത്തിയിറക്കി ഛർദിച്ച് വെളിയിൽ കളഞ്ഞതാരാ? ആ ആളുകൾ ഒരു കാലത്താരായിരുന്നെന്നറിയുമോ? അവര് മരിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ മക്കളോട് പറയും, മക്കളെ എനിക്ക് മരിക്കുന്നതിന് മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. മരിക്കാൻ പോകുന്ന പിതാവിന്റെ അന്ത്യാഭിലാഷം എന്തെന്നറിയാൻ മക്കള് കാതോർക്കുമ്പോ അവരവരോട് പറഞ്ഞതെന്താ? എനിക്കൊരൊറ്റ അഭിലാഷമേ ഉള്ളൂ, ഇദാ മിത്തു ഫദ്ഫിന്നി ഇലാ ജംബി കർബതി തുറവി ഇളാമി ബഅദ മൗതി ഉറൂഖുഹാ. മക്കളെ, ഞാൻ മരിച്ചാൽ എന്റെ കബറ് കുടിക്കുമ്പോ ഏതെങ്കിലും ഒരു മുന്തിരി വള്ളിയുടെ ചുവട്ടിൽ എന്റെ കബറ് കുടിക്കണേ. അന്ന് അറബികൾ മദ്യമുണ്ടാക്കുന്നത് മുന്തിരി വള്ളിയിൽ നിന്നാ. ഞാൻ കബറിൽ കിടക്കുമ്പോ മുന്തിരിയുടെ അകത്ത് കിടക്കുന്ന വേരിൽ നിന്നും മദ്യം ഉറിഞ്ചി കുടിച്ചുകൊണ്ട് കബറിൽ കിടക്കട്ടെ എന്ന് മരിക്കാൻ സമയത്ത് മക്കളോട് പറഞ്ഞ അതേ സമൂഹമാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ പ്രകാശം ഇറങ്ങിയപ്പോ, വിശുദ്ധമായ ഖുർആന്റെ പ്രകാശം ഇറങ്ങിയപ്പോ
അമേരിക്ക എന്ന് പറയുന്ന ലോകത്തെ മുഴുവനും തന്റെ വരുതിയിലാക്കാൻ മെനക്കെടുന്ന രാഷ്ട്രം മദ്യനിരോധനം പാർലമെന്റിൽ പാസാക്കിയപ്പോ വെറും 11 ദിവസം മാത്രമാണ് മദ്യനിരോധനം നടന്നത്. അതിനുവേണ്ടി ചെലവാക്കിയത് $820 കോടി രൂപയാണെങ്കിൽ അള്ളാന്റെ ഖുർആനിന് $1 ചെലവാക്കേണ്ടി വന്നില്ല. വിശുദ്ധമായ ഖുർആൻ ആയത്തിറങ്ങിയപ്പോ കയ്യിലിരിക്കുന്ന മദ്യക്കുപ്പികൾ വലിച്ചെറിഞ്ഞിട്ടിറങ്ങി വന്ന ലോകത്തിന്റെ ഒരു സമൂഹത്തെ ഉണ്ടാക്കാൻ കഴിഞ്ഞത് എവിടെ എന്നറിയുമോ? മക്കാ മുക്കറമയിൽ ഇഖ്റ എന്ന ശബ്ദം മുടങ്ങിയപ്പോ അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ ആയത്തിറങ്ങിയപ്പോ കേൾക്കല്ലെന്ന് വിചാരിച്ചവന്റെ കവിയിലേക്ക് പോലും അല്ലാഹുവിന്റെ ഖുർആൻ ഇറങ്ങിയപ്പോ ഖുർആൻ കേൾക്കരുതെന്ന് ചിന്തിച്ച മനുഷ്യനാണ് ജുബൈർ ബിൻ മുത്തഇം. അയാൾ ഒരു ക്രൈസ്തവ പാതിരിയാണ്. മക്കയിലോട്ട് വരുമ്പോൾ അബൂജഹൽ പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ, ആ മുഹമ്മദ് ഖുർആൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമോതുന്നുണ്ട്, അതൊരിക്കലും കേട്ടുപോകരുതേ, അത് കേട്ടാൽ അതിലേക്ക് അറിയാതെ വീണു പോകും. ജുബൈർ ബിൻ മുത്തഇം തന്റെ വിരലുകൾ ഈ ചെവിയിലേക്ക് എടുത്ത് കുത്തിവെച്ചിട്ട് നടന്നുപോയി. അദ്ദേഹം കഅബാലയത്തിന്റെ മുൻപിലൂടെ ക്രൈസ്തവ പാതിരിയായ ജുബൈർ ബിൻ മുത്തഇം നടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ റസൂല് കഅബാലയത്തിന്റെ മത്താഫിലിരുന്നിട്ട് ഖുർആൻ ഓതുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ കഅബാലയത്തിന്റെ മത്താഫിലിരുന്നിട്ട് ഖുർആൻ ഓതുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഓതുന്നത് ഏതെന്നറിയുമോ? വത്തൂരി വകിതാബിൻ മസ്തൂർ ഫീ റഖിൻ മൻശൂർ വൽ ബൈത്തിൽ മഅമൂർ. സൂറത്ത് തൂർ ഓതിക്കൊണ്ടിരിക്കുന്ന പ്രവാചകന്റെ റിസാലത്തിന്റെ പൊൻചമ്പക പൂത്തേനിതൽ അതരങ്ങളിൽ നിന്ന് സൂറത്ത് തൂറിന്റെ ആയത്തിറങ്ങിയപ്പോ ജുബൈർ ബിൻ മുത്തഇം അറിയാതെ തന്റെ വിരൽ വലിച്ചുപോയി. കേൾക്കരുതെന്ന് ആഗ്രഹിച്ചിട്ട് തന്റെ ചെവിയിലേക്ക് വിരൽ കുത്തിവെച്ച ജുബൈർ ബിൻ മുത്തഇം അറിയാതെ തന്റെ വിരലുകൾ അകന്നുപോയി. ആ ആയത്ത് കേൾക്കേണ്ട താമസം വഖഅതു ബൈന യദൈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാൽക്കലേക്ക് കമഴ്ന്നു വീണിട്ട് ജുബൈർ ബിൻ മുത്തഇം പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. കേൾക്കരുതെന്ന് ആഗ്രഹിച്ചിട്ട് വിരല് ചെവിയിൽ കുത്തിവെച്ചിട്ട് പോയവന്റെ ഹൃദയത്തിലും അള്ളാഹുവിന്റെ ഖുർആൻ ഇറങ്ങിയപ്പോൾ നേരെ കമിഴ്ന്നു വീണിട്ട് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ലോകത്ത് ആർക്കും വേണ്ടാതെ വലിച്ചെറിഞ്ഞ ഒരു ജനത, കള്ളിനും വേണ്ടി വ്യഭിചാരത്തിനു വേണ്ടി മാത്രം ജീവിച്ചിരുന്ന ഒരു ജനത, ആ ജനതയുടെ നടുവിലേക്ക് അള്ളാഹുവിന്റെ ഖുർആൻ മക്കാ മുക്കറമയിൽ ഇഖ്റ ഇറങ്ങിയപ്പോ, മക്കത്തുൽ മുക്കറമയിൽ ഇഖ്റ ഇറങ്ങിയപ്പോ ഖുർആന്റെ ആയത്ത് കേട്ടപ്പോ ആ സമൂഹം മുഴുവനും ഹൃദയം വെണ്ണ പോലെ ഉരുകി. കാട്ടാളന്മാരുടെ ഹൃദയം. ജനിച്ചു വീടുന്ന കുഞ്ഞിനെ ആ കാലഘട്ടത്തിൽ ഒരു കുഴിച്ചിടുന്ന, അങ്ങനെ നമ്മൾ പെണ്ണിനെ ജീവനോടെ കുഴിച്ചുമൂടുന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയാ ജീവനോടെ കുഴിച്ചുമൂടുന്നവര്? ഗർഭിണിയായ ഭാര്യയും കൊണ്ട് വിശാലമായ മരുഭൂമിയിൽ പോകും. മരുഭൂമിയിൽ ഒരു കുഴി കുടിക്കും. ആ കുഴിയുടെ മുകളിൽ ഈത്തപ്പന മരത്തിന്റെ തണ്ടുകൾ നിരത്തും. അതിന്റെ മുകളിലേക്ക് തന്റെ ഗർഭിണിയായ ഭാര്യ ഇരുത്തും. ആ കുഴിയുടെ താഴ്ഭാഗത്ത് പിതാവാകാൻ പോകുന്ന ഭർത്താവ് 2 കൈയും നീട്ടി ഇങ്ങനെ ഇരിക്കും. കുറെ കഴിഞ്ഞ് മരണവേദനയ്ക്ക് സമാനമായ വെപ്രാളത്തോടെ തന്റെ പ്രിയപ്പെട്ട ഭാര്യ പെടയുമ്പോൾ ആദ്യമായി തന്റെ ജീവിതത്തിൽ കാണാൻ ആഗ്രഹിച്ച കൺമണിയുടെ ചോരയുടെ മണം മാറാത്ത ശരീരം തന്റെ കൈവെള്ളയിലോട്ട് വീണ് അതിന്റെ നനുനനുത്ത തണുപ്പ് കയ്യിൽ അടിക്കുമ്പോൾ ഈ കാട്ടറബി നോക്കുമ്പോൾ പെണ്ണാണെന്ന് കണ്ടാൽ അവന്റെ 2 കൈയും അവൻ ഇങ്ങനെ അകത്തും. ആ കുട്ടി അതിന്റെ ഇടയിലൂടെ താഴെ വീഴും. ഭാര്യയെ കൈപിടിച്ചു മാറ്റിയിട്ട് മറുഭാഗത്ത് കൂട്ടിയിരിക്കുന്ന മണ്ണ് വാവിട്ട് നിലവിളിക്കുന്ന ആ പിഞ്ചു പൈതലിന്റെ വായിലോട്ട് വാരിയിട്ടിട്ട് ഈ കാട്ടറബി തന്റെ ഭാര്യയുടെ കൈയും പിടിച്ചിട്ടൊന്നും അറിയാത്തതുപോലെ തിരിച്ചു നടക്കും. ഇത്രയ്ക്ക് ഹൃദയത്തിൽ വെളിച്ചമില്ലായിരുന്ന കാട്ടറബികൾ സ്വന്തം ബീജത്തിൽ പിറന്ന കുഞ്ഞിന്റെ വാപൊളിച്ചുള്ള കരച്ചിൽ കേട്ടാൽ പോലും കാരിനുമ്പിനേക്കാൾ കരുത്തുള്ള ഹൃദയവുമായി കാത്തുനിന്ന ഈ സമൂഹം, അവരുടെ മുമ്പിലേക്ക് ഖുർആൻ ഇറങ്ങിയപ്പോൾ കാരിരുമ്പൊക്കെ വെണ്ണ പോലെ മൃദുലമായിട്ടൊടുങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമൂഹത്തെ നന്മയിലോട്ട് കൊണ്ടുവരാൻ, ഈ സമൂഹത്തിന്റെ മുന്നിൽ നന്മയുടെ വെളിപ്പാടോതാൻ കഴിയുന്നത് അള്ളാഹുവിന്റെ ഖുർആനിനാണ്. ആ ഖുർആന്റെ വെളിച്ചത്തിലൂടെ, അതാണല്ലോ ഞാൻ ഇന്നലെയും പറഞ്ഞത്, ഇഖ്റഇന്റെ ശബ്ദത്തിലൂടെ ജീവിക്കാൻ കഴിയുമ്പോഴാണ് ലോകത്ത് നന്മയുടെ കവാടങ്ങൾ ഉണ്ടാകുന്നത്. അള്ളാഹു നല്ല ബോധം നൽകി അനുഗ്രഹിക്കുമാറാകുന്നു.
എന്റെ പൊന്നു സഹോദരങ്ങളെ, ഇത്രയും നാളും ദുനിയാവിന് വേണ്ടിയാണ് ജീവിച്ചെങ്കിൽ ഇനി കൂടുതൽ ദുനിയാവിന് വേണ്ടി ഒന്നും ജീവിക്കണ്ട. ഈ ഭൂമിയുടെ ആയുസ് ഏതാണ്ട് തീരാറായി. ഈ ദുനിയാവ് ഏതാണ്ടൊക്കെ തീരാറായി. ഇനിയിപ്പോ കൂടുതൽ ആയുസ്സൊന്നും ഈ ദുനിയാവിനില്ല. ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ആർക്കെങ്കിലും? ഉണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുന്നത്? ഈ കത്തിജ്വലിക്കുന്ന സൂര്യന്റെ താഴെ എങ്ങനെയാണ് ഒരു രാത്രി നാം കിടന്നുറങ്ങുന്നത്? എന്തേ ഒന്ന് ചിന്തിക്കാത്തത് മനസ്സിരുത്തി? 34 ഡിഗ്രി ചൂട് ഭൂമിയിൽ അടിക്കുമ്പോൾ രാത്രിയിൽ സൂര്യന്റെ പ്രകാശം ഇല്ലല്ലോ ഇല്ല. എന്നിട്ടും ഫാൻ ഇല്ലാതെ, ഫാൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുന്നു? ശരീരം പുഴുങ്ങി ആവിയിലെടുത്ത് വെക്കുകയല്ലേ? എന്തേ മഹിഷറയെ കുറിച്ച് ചിന്തിക്കാത്തത്? ഈ വർദ്ധിച്ചു വരുന്ന ചൂട് ലോകാവസാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണെന്ന് ശാസ്ത്രജ്ഞന്മാര് മുന്നറിയിപ്പ് നൽകുകയല്ലേ? 14 നൂറ്റാണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, ലോകാവസാനത്തിന്റെ ഏറ്റവും വലിയ അടയാളം വഷ്തദ്ദൽ ഹർറു, ചൂട് വർദ്ധിക്കലാണ്. ഇതൊക്കെ കേട്ടിട്ട് ശാസ്ത്രജ്ഞന്മാര് പറയുന്നു, ഈ ഭൂമി ഇനി അടുത്ത കാലത്തോളം കൂടുതലൊന്നും മുമ്പോട്ട് പോവില്ല. ഈ ഭൂമിയുടെ ആയുസ് ഏതാണ്ട് തീരാറായി. ഈ ഭൂമിയിൽ ഇനി താമസിക്കാൻ പറ്റുകയില്ല. ശാസ്ത്രജ്ഞന്മാര് മുഴുവനും, നാസയടക്കമുള്ള ശാസ്ത്രജ്ഞന്മാര് ഇനി ചന്ദ്രനിൽ പോയി ജീവിക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ്. കാരണം ഭൂമിയിലുള്ള താമസം ഏതാണ്ട് മതിയായി. ഇനി ചന്ദ്രനിലോ ചൊവ്വയിലോ പോയി താമസിക്കാൻ കഴിയുമെങ്കിൽ അവിടെ ജീവന്റെ സാന്നിധ്യമുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. കാരണം ഈ ഭൂമി അപകടകരമാം വിധം പ്രതികരിക്കാൻ തുടങ്ങി. ഈ ഭൂമി അപകടകരമാം വിധം പ്രതികരിക്കാൻ തുടങ്ങി. കാരണം ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുന്നു, ജപ്പാനിലെ സുനാമിയും ഭൂകമ്പവും അടക്കമുള്ള ലോകത്തിന് മുഴുവനും പുതിയ മുന്നറിയിപ്പുകളുമായി പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിച്ചു വരുമ്പോൾ ഞാൻ എന്റെ സമൂഹത്തിനോട്, ഒരാണിനോടും പെണ്ണിനോടും ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും മുന്നറിയിപ്പ് നൽകുന്നു. 6-ാം നൂറ്റാണ്ടിലെ കാട്ടാള സമൂഹത്തിലേക്ക് ഒരു തിരിച്ചുപോക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അള്ളാഹു ഇനി നിങ്ങളെ ഈ ഭൂമിയിൽ കൂടുതൽ കിടത്തി ഉറക്കുകയില്ല. 6-ാം നൂറ്റാണ്ടിലെ ജനതയുടെ ഹൃദയത്തിൽ ഖുർആന്റെ വെളിച്ചം നൽകിയതുപോലെ ഇഖ്റഇന്റെ വെളിച്ചം ഹൃദയത്തിലോട്ടിറക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ഇനിയും അധാർമികതയുടെ അധപ്പതനത്തിന്റെ അധമഭാവ തലങ്ങളിലൂടെ കടന്നു പോകാനാണ് ഈ സമൂഹത്തിന്റെ ഇനിയുമുള്ള വ്യഗ്രതയെങ്കിൽ, ഈ ഭൂമിയിൽ വെറുതെ കിടന്ന് ഇങ്ങനെ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി എന്ന ആഗ്രഹമാണെങ്കിൽ, പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം, അല്ലാഹു ഈ ഭൂമിയിൽ നിങ്ങളെ ഇനി കൂടുതൽ കാലം ഉറക്കുകയില്ല. ഈ ഭൂമി നിങ്ങൾക്ക് ഉറങ്ങാൻ വേണ്ടി കൂടുതൽ കാലം നിശ്ചിതമായി ഇരിക്കുകയില്ല. ഈ ഭൂമി അതിന്റെ തനി സ്വഭാവം കാണിക്കും. ഈ ഭൂമി അതിന്റെ തനി രൂപം കാണിക്കും എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളാണെങ്കിലോ 6-ാം നൂറ്റാണ്ടിനേക്കാൾ അധപ്പതിച്ചിരിക്കും, അല്ലേ? 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ പെണ്ണിനെ ജീവനോടെ കുഴിച്ചു മൂടിയത്, ആ പെങ്കൊച്ചിന്, ജനിക്കുന്ന പെങ്കൊച്ചിന് ഭൂമി ഒരു നിമിഷം ഒന്ന് കണ്ണു തുറന്ന് കാണാൻ അവർ അവസരം കൊടുത്തിരുന്നു. 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. നമ്മളാ കുഞ്ഞിനെ വെളിയിലോട്ട് വരാൻ പോലും സമ്മതിക്കാതെ 2-ാം മാസത്തിൽ തന്നെ അബോർഷൻ ചെയ്ത് കൊല്ലുന്നു. ആരാ മെച്ചം? 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളാണോ മെച്ചം? അതാ നമ്മളാണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരായത്തുണ്ട്, സൂറത്തുൽ മുംതഹിന. സ്വർഗം വേണമെങ്കിൽ 6 കാര്യങ്ങൾ ചെയ്യാമെന്ന് പ്രവാചകനോട് പോയി ബൈഅത്ത് ചെയ്യാൻ പറഞ്ഞു ഖുർആൻ. അതിൽ ഒരു കാര്യം, ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ കൊല്ലൂല എന്നാണ്. കൊന്ന പെണ്ണ് സ്വർഗത്തിൽ പോവില്ല. അത് അന്ന് ജീവനോടെ കുഴിച്ചുമൂടി, ഇന്ന് വയറ്റി വെച്ച് കുഴിച്ചുമൂടി, സ്വർഗത്തിൽ പോവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? 6-ാം നൂറ്റാണ്ടിലെ 6-ാം നൂറ്റാണ്ടിനേക്കാൾ അധപ്പതിച്ച കാലമാണിതെന്ന് ഞാൻ പറയും. കാരണം അബൂജഹലിന് പോലും മനസ്സിന്റെ ഉള്ളിൽ ഒരു മനുഷ്യത്വം ഉണ്ടായിരുന്നു, അല്ലേ? അള്ളാഹുവിന്റെ പ്രവാചകനെ കൊല്ലാൻ അബൂജഹലും കൂട്ടരും വീട് വളഞ്ഞു. പാതിരാ സമയത്ത് ഉറക്കം വിളച്ച് അബൂജഹലും കൂട്ടരും വാളും പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോ അടുത്ത് നിന്നൊരനിയായി അബൂജഹലിനോട് ചോദിച്ചു, അബൂജഹൽ, എന്തിനാണ് ഈ മുഹമ്മദ് എഴുന്നേക്കുന്നത് വരെ കാത്തു നിൽക്കുന്നത്? ഉറങ്ങിക്കിടക്കുന്ന ആളെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലാനല്ലേ എളുപ്പം? അതുകൊണ്ട് നമുക്ക് വീടിന്റെ വാതില് തകർത്തകത്ത് കിടക്കുന്ന മുഹമ്മദിനെ വെട്ടിക്കൊല്ലാം. ആ സമയത്ത് സാക്ഷാൽ അബൂജഹൽ, ആ ലഅനത്തുല്ലാഹി അലൈഹി, അള്ളാന്റെ ശാപമുണ്ടാകട്ടെ എന്ന് നിങ്ങൾ പറയുന്ന അതേ അബൂജഹൽ പാതിരാ സമയത്ത് അനിയോയോട് പറഞ്ഞു, ഇല്ല, ഉറങ്ങിക്കിടക്കുന്നവനെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലല് അത് മനുഷ്യത്വമല്ല, പാടില്ല എന്ന് അബൂജഹലിന്റെ പോലും മനുഷ്യത്വമില്ലാതെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ?
പാതിരാ സമയത്ത് വിശ്വസിച്ചു പോയ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയുടെ നിറം മാറുമ്പോ, ഇംഗ്ലീഷ് അക്ഷരമാലകളുടെ ക്രമം മാറുമ്പോ, സംഘടനാപരമായ വ്യത്യാസമുണ്ടാകുമ്പോ, ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോ, പാതിരാ സമയത്ത് പാവപ്പെട്ട ഭാര്യയെയും മക്കളെയും ഇടത്തും വലത്തും കടന്നുറങ്ങുന്ന പാവപ്പെട്ടവന്റെ കുടിലിന്റെ ഓലമറ തകർത്തുകൊണ്ട് കടന്നു കയറിയ പാവപ്പെട്ടവന്റെ കയ്യും കാലും വെട്ടിയെറിഞ്ഞിട്ട് വലിച്ചെറിയുന്ന സാംസ്കാരിക മാഫിയ പ്രവർത്തനങ്ങളുടെ നടുവിൽ 6-ാം നൂറ്റാണ്ടിലെ അബൂജഹലിന്റെ പോലും മനുഷ്യത്വമില്ലാത്തവരായി സാംസ്കാരികമുണ്ട് എന്ന് പറയുന്ന നമ്മുടെ സാംസ്കാരിക കേരളത്തിന്റെ അവസ്ഥകൾ മാറിപ്പോയിരിക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറയുന്നത്, 6-ാം നൂറ്റാണ്ട് കട്ടതിനേക്കാളേറെ ഏറ്റവും വലിയ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ലോകത്തിന്റെ മുമ്പിൽ സമൂഹമായി കൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞതെന്താ? ഖുർആന്റെ വെളിച്ചം നിങ്ങളിലോട്ട് കടക്കാതിരുന്നാൽ വലനുദീകന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മുന്നറിയിപ്പ് നൽകുകയാണ്. വലനുദീകന്നഹും മിനൽ അദാബിൽ അദ്നാ, വളരെ ലഘുവായ ശിക്ഷകൾ കൊണ്ട് ലോക സമൂഹമേ നിങ്ങളെ ഞാൻ പരീക്ഷിക്കുകയാണ്. ദൂനൽ അദാബിൽ അക്ബരി, വലിയ വലിയ അദാബുകൾ വരുന്നതിന് മുമ്പ് ചെറിയ ചെറിയ ശിക്ഷകൾ നിങ്ങൾക്ക് ഞാൻ നൽകുകയാണ്. എന്തിനെന്നറിയുമോ? ലഅല്ലഹും യർജിഊൻ, അത് നിങ്ങൾ മടങ്ങി വരാൻ വേണ്ടിയാണ്, പടച്ച റബ്ബിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലേക്ക് മടങ്ങാൻ വേണ്ടിയാ. ലോക വികസിത രാഷ്ട്രങ്ങളുടെ ശ്രേണിയിലോട്ട് കുതിച്ചു കടന്നു പോയ ജപ്പാന്റെ അവസ്ഥ എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദര, ഒന്ന് ചിന്തിക്കണേ. ഒരു സുനാമി ഒന്നടിച്ചു വീശിയപ്പോ, അതേ സമയത്ത് ഭൂമി ഒന്ന് പ്രകമ്പനം കൊണ്ടപ്പോ, ഈ ഭൂമി പ്രകമ്പനം കൊള്ളാതിരിക്കുകയില്ല. കാരണം ഒരു ഇണങ്ങിയ മൃഗത്തെ പോലെയാണ് ഭൂമി എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലാ, ഈ ഭൂമിയെ ഞാൻ ഒരു ഇണങ്ങിയ മൃഗത്തെ പോലെ നിങ്ങൾക്ക് ഇണക്കി തന്നിരിക്കുകയാ. ആ മൃഗത്തിന്റെ കടിഞ്ഞാൺ എപ്പോഴാണോ കൈവിട്ടു പോവുക, ഒരു മൃഗത്തിന്റെ മൂക്കുകയർ എപ്പോഴാണോ പൊട്ടുക, ആ സമയത്ത് മൃഗം വല്ലാതെ പൊട്ടിച്ചാടുന്നത് പോലെ അല്ലാഹു പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഇണങ്ങിയ മൃഗത്തെ പോലെ തന്ന ഈ ഭൂമി, ആ ഭൂമിയുടെ കടിഞ്ഞാണൊന്ന് വിട്ടുപോയാൽ, എന്റെ സഹോദരങ്ങളെ, ഒരു വെള്ളിയാഴ്ച ദിവസം അന്ന് ഉംറ നിർവഹിക്കാൻ വേണ്ടി പോയ ഞാനന്ന് മദീനത്തിരിക്കുമ്പോഴാണ് വാർത്ത കേൾക്കുന്നത്. ഒരു വെള്ളിയാഴ്ച 12 മണി വരെ ജപ്പാൻ എന്ന് പറയുന്ന വികസിത രാഷ്ട്രങ്ങളിൽ നടന്നു പോകുന്ന ജപ്പാൻ ഒരു പ്രശ്നമില്ല. അതേ സമയം വരെ ജപ്പാനിലേക്ക് കടലിന്റെ തിരമാലകൾ വരുന്നുണ്ട്. ആ തിരമാല വന്നതുപോലെ തിരിച്ചു പോകുന്നുണ്ട്. അള്ളാഹു തന്നെ പറഞ്ഞതുപോലെ തിരമാലകളെ കരയിലേക്ക് തലതല്ലി തിരിച്ചു പോകുമ്പോ, ആ തിരമാല എപ്പോഴും തിരമാലകൾക്കൊരാഗ്രഹമുണ്ട്. ആ ആഗ്രഹം മറ്റൊന്നുമല്ല, കരയെ നക്കി തുടയ്ക്കാനാണ്. ആഗ്രഹം. ആ തിരമാല വല്ലാത്ത ശക്തിയോടെ ആഞ്ഞടിച്ച് കരയിലോട്ട് വരുമ്പോ, ആ തിരമാലയുടെ തമ്പുരാൻ പറയും, വേണ്ട കടൽ തീരങ്ങളെ, തിരമാലകളെ തിരിച്ചു വരിക. ആ തിരമാലകൾ അതേപടി തിരിച്ചു പോകും. ഒരു വെള്ളിയാഴ്ച ദിവസം നട്ടുച്ച നേരമായപ്പോ ജപ്പാനിലെ തിരമാലകൾ ആഞ്ഞടിച്ചു. എന്തുകൊണ്ടോ റബ്ബ് തിരിച്ചു വിളിച്ചില്ല. ആ തിരമാലകൾ ഒരു പണം വളർത്തിയ സർപ്പം പോലെ ആഞ്ഞടിച്ചപ്പോ, സഹോദരങ്ങളെ, 10,000-കണക്കിന് ആളുകൾ ഈ ആമ്പാറ്റകളെ പോലെ ഒരുങ്ങി നിൽക്കുമ്പോ, ജപ്പാനിലെ ഒരു വീട്ടമ്മയുടെ വാക്കുകളെ കടമെടുത്താൽ, ഉച്ചയ്ക്ക് ഞാൻ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പൊന്നുമക്കളെ വിളിച്ചു. അവർ വിശക്കുന്ന വയറോടെ എന്റെ അടുക്കൽ വന്നു. അവർക്ക് ഞാൻ ഭക്ഷണം കൊടുക്കാൻ വിളമ്പി വെച്ചു. എന്റെ മക്കളുടെ മുമ്പിൽ വിളക്കി വെച്ച ഭക്ഷണം അവർക്ക് വാരി ഞാൻ കയ്യിലെടുത്തതാണ്. അതവരുടെ ചുണ്ടിലേക്ക് വെക്കാൻ എന്റെ കുഞ്ഞുങ്ങൾ വായും പിളന്ന് എന്റെ കയ്യിലെ ഭക്ഷണത്തിലോട്ട് നോക്കുമ്പോ, എവിടെ നിന്നോ ഒരാരവം കേട്ടു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ എന്റെ മുമ്പിൽ വായും പിളർന്നിരുന്ന എന്റെ മക്കളെ കാണാനില്ല. എന്റെ മക്കളെവിടെ പോയി? എന്റെ മക്കളെ കാണുന്നില്ല. അവരുടെ പിളർക്കപ്പെട്ട വായിലോട്ട് വെക്കാൻ ഞാൻ എടുത്തു വെച്ച ഭക്ഷണം എന്റെ കൈക്കുമ്പിലെപ്പോഴും ഇരിക്കുകയാണ്. ഒരു നിമിഷം കൂടി കഴിയുമ്പോ ഞാൻ വെള്ളത്തിലൂടെ ഒഴുകി നടക്കുകയാണ്. അവര് പറയുന്നു, ഇന്ന് 11 ദിവസമായി ഭക്ഷണം തിന്നാൻ വാവിളെന്ന എന്റെ പൊന്നുമക്കള് ഇതുവരെ കണ്ടിട്ടില്ല.
അവരെവിടെ പോയെന്ന് എനിക്കറിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അള്ളാഹു പറഞ്ഞ തിരമാല ഒന്ന് തിരിച്ചു വരാതിരുന്നപ്പോ എങ്ങനെയാ വേളാവൂരുകാരെ നമ്മൾ മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങുക? കണിയാപുരത്ത് കടൽ തീരത്ത് ചെന്നാൽ അറബിക്കടലിന്റെ തിരമാല ഇപ്പോഴും ആഞ്ഞടിക്കുകയാണ്. ആ തിരമാല കടന്നു വരികയാണ്. അള്ളാഹു തിരിച്ചു വിളിക്കുകയാണ്. തിരമാല വന്നതുപോലെ തിരിച്ചു പോകുന്നു, വീണ്ടും വന്നടിക്കുന്ന കടപ്പുറത്തേക്ക്. അള്ള പറഞ്ഞു, തിരമാലകളെ തിരിച്ചു വരിക. ആ സമയത്ത് ഒരു ദിവസം റബ്ബെങ്ങാനും തിരിച്ചു വിളിക്കാതിരുന്ന ആ തിരമാലകളെങ്ങാനും ഈ സമൂഹത്തിലോട്ട് കടന്നു വന്ന ഇങ്ങനെ ഒരു ലോകം ഇവിടെ ഉണ്ടാകുമോ? നമ്മൾ കെട്ടിപ്പൊക്കിയ വീടുകൾ ഉണ്ടാകുമോ? ജപ്പാനിൽ ഭൂകമ്പം ഉണ്ടായപ്പോ വിദേശ രാജ്യക്കാര് മുഴുവനും നിലവിളിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഓടി. പക്ഷെ ഒരു ജപ്പാൻകാരൻ പോലും വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങിയില്ല. കാരണം അതേവരെ അവർ ധരിച്ചിരുന്നത് അവരുടെ വീടുകൾക്ക് ഭൂകമ്പത്തെ ചെറുക്കാനുള്ള ശക്തി ഉണ്ടെന്നായിരുന്നു. അവര് പറഞ്ഞു, ഞങ്ങൾ ഉണ്ടാക്കുന്ന വീടുകൾ ജപ്പാനിൽ എപ്പോഴും ചെറിയ ചെറിയ ഭൂകമ്പം ഉണ്ടാകാറുണ്ട്. അവരാരും വെളിയിലോട്ടിറങ്ങിയില്ല. അവരുടെ വീടുകൾക്ക് ഭൂകമ്പത്തെ തകർക്കാനുള്ള ചെറുക്കാനുള്ള ശേഷിയുണ്ടെന്ന്. പക്ഷേ ഭസ്മം പോലെ തകർന്നടിഞ്ഞപ്പോ സഹോദരങ്ങളെ ഒരു പ്രതിരോധവും അല്ലാഹുവിന്റെ മുമ്പിൽ വില പോവുകയില്ല. ജപ്പാൻകാര് പൊതുവെ പൊക്കം കുറഞ്ഞവരാ. പക്ഷെ ഈത്തപ്പന മരത്തേക്കാൾ വലിപ്പമുണ്ടായിരുന്ന സമൂത് ഗോത്രം വീടുണ്ടാക്കിയത് പാറകളുടെ ഉള്ളിലല്ലേ. അതൊരൊറ്റ ഇടിമുഴക്കം കൊണ്ട് നശിപ്പിക്കാൻ നിന്റെ റബ്ബിന് കഴിവുണ്ടെങ്കിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ലിമാദില്ലതി ലം യുഖ്ലഖ മിഥ്ലുഹാ ഫിൽ ബിലാദ് വതമൂദ الذين جابوا الصخر بالواد. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജപ്പാനിലെ സുനാമിയും തിരമാലകളും ആഞ്ഞെടുക്കുമ്പോ ഒരൊറ്റ നിമിഷം കൊണ്ട് 10,000 തകർത്തെറിയുമ്പോ 9.8 റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ ഭൂകമ്പം ജപ്പാനിൽ ഉണ്ടായപ്പോ അത് മുഴുവനും തകർന്നടിഞ്ഞു പോയെങ്കിൽ കേരളത്തിൽ ഇതേവരെ ഉണ്ടായ ഭൂകമ്പം ഏറ്റവും കൂടിയത് 5.6 ആണ്. അതിന്റെ മുകളിലേക്ക് ഈ ഭൂമി കുലുങ്ങിയിട്ടില്ല. മാത്രമല്ല, കേരളത്തിന്റെ ഒരു കെട്ടിടത്തിനും ഭൂകമ്പത്തെ പ്രതിരോധിക്കാനുള്ള ശക്തിയില്ല. പപ്പടം പൊടിയുന്നത് പോലെ പൊടിഞ്ഞു പോകുമെങ്കിൽ എന്തേ ജപ്പാനിലെ സുനാമി, ജപ്പാനിലെ ഭൂകമ്പം ഈ ഭൂമിയിലോട്ട് വരികയില്ലേ? നാം ജീവിക്കുന്ന ഈ ഭൂമിയെ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയുകയില്ല. കാരണം എന്താ? അള്ളാന്റെ റസൂല് പറഞ്ഞത് കേൾക്കുക. എപ്പോഴാണ് ഭൂകമ്പം ഉണ്ടാകുന്നത്? എപ്പോഴാണ് സുനാമി ആഞ്ഞടിക്കുന്നത്? പ്രകൃതി ദുരന്തങ്ങൾ എപ്പോഴാണ് ഉണ്ടാകുന്നത്? എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് കേൾക്കുക. ഇദാ ലഹറ ഫീ ഖുലൂ ഇദാ ലഹറ ഫീ ഖൗമിനിൽ ഫാഹിശ അഹല്ലല്ലാഹു ബി അൻഫുസിഹിം അദാബാ. അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞത്, ഇദാ ലഹറ ഫീ ഖൗമിനിൽ ഫാഹിശ, ഏതെങ്കിലും ഒരു സമൂഹത്തിൽ അശ്ലീലതകൾ നിറമാടിയാൽ, ഇദാ ലഹറ ഫീ ഖൗമിനിൽ ഫാഹിശ, ഏതെങ്കിലും ഒരു സമൂഹത്തിൽ അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ, അഹല്ലല്ലാഹു ബി അൻഫുസിഹിം അദാബാ, ആ സമൂഹത്തെ അല്ലാഹു ശിക്ഷകൾക്ക് വിധേയമാക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഭൂകമ്പം ഉണ്ടാകാനുള്ള കാരണം എന്താ? 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ ജീവിതം മാറ്റുന്നുവോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ റസൂല് പറഞ്ഞതൊന്നും തെറ്റിപ്പോയിട്ടില്ല. പ്രവാചകൻ പറഞ്ഞു, ഇദാ ലഹറ ഫീ ഖൗമിനിൽ ഫാഹിഷ, ഒരു സമൂഹത്തിൽ അനാശാസ്യ പ്രവണതകൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ, അഹല്ലല്ലാഹു ബി അൻഫുസിഹിം അദാബ, അവരുടെ ശരീരത്തെ അള്ളാഹു ശിക്ഷയ്ക്ക് വേണ്ടി ഹലാലാക്കി കൊടുക്കും. ഇനി ഇവന്മാര് ജീവിക്കണ്ട. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ ഭൂമി നമ്മുടെ കയ്യിലല്ല, ബിയദിഹി, അള്ളാഹുവിന്റെ കയ്യിലാണ്. അവൻ തീരുമാനിക്കുമ്പോ ഈ ഭൂമി കടന്നാടും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു സമൂഹത്തിൽ അനാശാസ്യ പ്രവണതകൾ വർദ്ധിച്ചാൽ ആ നാട്ടിൽ അഹല്ലല്ലാഹു ബി അൻഫുസിഹിം അദാബ, അവരുടെ ശരീരത്തെ അള്ളാഹു ശിക്ഷയ്ക്ക് വിധേയമാക്കും. ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഫാഹിഷത്ത്? ഫാഹിഷത്ത് എന്താന്ന് പറഞ്ഞെങ്കിൽ റസൂലുള്ള ഒന്നുകൂടി വിശദീകരിച്ച് പറയുന്നുണ്ട്. അള്ളാഹു അത് രണ്ടിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇദാ ലഹറ ഫീ ഖൗമിനി സിനാ വൽരിബാ,
ഇദാ ലഹറ ഫീ ഖൗമിനി സിനാ വൽരിബാ സല്ലല്ലാഹു അലൈഹിൽ മൗതാ. എന്റെ സമൂഹമേ കേട്ടിരിക്കുക, അള്ളാന്റെ റസൂല് പറഞ്ഞു, ഏതെങ്കിലും ഒരു സമൂഹത്തിൽ വ്യഭിചാരവും പലിശയും വർദ്ധിച്ചു കഴിഞ്ഞാൽ സല്ലല്ലാഹു അലൈഹിൽ മൗതാ, ആ സമൂഹത്തിന് മരണനിരക്ക് കൂടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഏതെങ്കിലും ഒരു നാട്ടിൽ വ്യഭിചാരവും മദ്യപാനവും അധികരിച്ചു കഴിഞ്ഞാൽ അവിടെ മരണനിരക്ക് കൂടാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ ഒരു മഹല്ലിലെങ്ങാനും ഏതെങ്കിലും ഒരു മഹല്ലിൽ വ്യഭിചാരികളും മദ്യപാനികളും അധികരിച്ചു കഴിഞ്ഞാൽ ആ മഹല്ലിലെ ഖബർസ്ഥാൻ തികയുകയില്ല. ജമാഅത്ത് കമ്മിറ്റി പിന്നെ അടുത്ത ഖബർസ്ഥാൻ മേടിക്കേണ്ടി വരും. അവിടെ മരണനിരക്ക് അടിക്കടിക്കടിക്ക് കൂടിക്കൊണ്ടേയിരിക്കുമെന്ന് അവിടുത്തെ ഖബർ വെട്ടുകാർക്ക് ജോലി കൂടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മനസ്സിലായോ പറഞ്ഞത്? അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഒരു നാട്ടിൽ, ഒരു ജില്ലയിൽ, ഒരു മഹല്ലിൽ രണ്ട് കാര്യങ്ങൾ വർദ്ധിച്ചാൽ, ഒന്ന് ഇദാ ലഹറ ഫീ ഖൗമിനി സിന, വ്യഭിചാരം, രണ്ട് വറിബ, പലിശ. ഇത് രണ്ടും വർദ്ധിച്ചാൽ സല്ലല്ലാഹു അലൈഹിൽ മൗത, ആ നാട്ടിലെ മരണനിരക്ക് കൂടും, പെട്ടെന്ന് മരിക്കും. ഏതെങ്കിലും ഒരു വീട്ടിൽ, ഒരു കുടുംബത്തിൽ പലിശ വാങ്ങിക്കുന്നവനും വ്യഭിചരിക്കുന്നവനും ഉണ്ടെങ്കിൽ ആ കുടുംബത്തിലെ ആളുകൾക്ക് ദീർഘായുസ് കുറവായിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കാരണം രണ്ട് ശുദ്ധി നഷ്ടപ്പെട്ടു പോയാൽ ഈ സമൂഹത്തിന് പിന്നെ നിലനിൽപ്പില്ല. രണ്ട് ശുദ്ധി. ഏത് ശുദ്ധി? ഒന്ന് ലൈംഗിക ശുദ്ധി, മറ്റൊന്ന് സാമ്പത്തിക ശുദ്ധി. ഈ രണ്ട് ശുദ്ധി എന്ന് നഷ്ടപ്പെട്ടു പോകുന്നു അന്ന് ഈ സമൂഹം തകരും. തീർച്ചയായും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു ഈ രണ്ട് ശുദ്ധി നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു വീട്ടിലെ പെണ്ണ് അവള് ലൈംഗിക ശുദ്ധിയില്ലാത്തവൾ, ആ വീട്ടിലെ പുരുഷൻ സാമ്പത്തിക ശുദ്ധിയില്ലാത്തവൻ, ആ വീട്ടിലെ ആളുകൾക്ക് ദീർഘായുസ് ഉണ്ടാവില്ല. എത്ര ദുആ ചെയ്താലും ഇത് അള്ളാഹിനോട് പറഞ്ഞേ പറ്റൂ. കാരണം എന്താ? ഈ രണ്ട് ശുദ്ധി പ്രധാനപ്പെട്ടതാണ്. ഈ രണ്ട് ശുദ്ധി നമുക്കില്ല. ലൈംഗിക ശുദ്ധിയില്ല, സാമ്പത്തിക ശുദ്ധി. ആണുങ്ങൾക്ക് സാമ്പത്തിക ശുദ്ധിയില്ല. ശുദ്ധിയുണ്ടോ? ഒരു ശുദ്ധിയില്ല. റിട്ടയർ ആയി കിട്ടുന്ന പൈസ ബാങ്കിൽ പലിശ മേടിക്കുക. റമളാൻ മാസത്തിൽ നോമ്പ് തുറക്കണം, ആ പലിശ മേടിച്ചിട്ട് കിട്ടുന്ന പൈസ മുഴുവനും കൊണ്ടുപോയി ഇടുകയാണ്. 11.5%, 12% പലിശ. ആ പലിശ വാങ്ങിച്ചിട്ട് കാര്യങ്ങൾ നടത്തുക, അത് ഹലാലാണ്. ഇദാ ലഹറ ഫീ ഖൗമിനി സിന വർ റിബ എന്ന് പറഞ്ഞാൽ ആ റിബയിൽ ഇതും പെടും. പലിശ എന്ന് പറഞ്ഞാൽ ബാങ്ക് പലിശയും പെടും. കിട്ടുന്ന സമ്പാദ്യം മുഴുവനും കൊണ്ടുപോയി ബാങ്കിലിട്ടിട്ട് ആ ബാങ്കിന്റെ പലിശ മേടിച്ച് സ്വസ്ഥമായി കൈകെട്ടിയിരുന്ന് ഭക്ഷണം കഴിച്ചാൽ, എന്റെ പൊന്നു സഹോദരിമാരെ, പൊന്നു സഹോദരങ്ങളെ, അടുത്ത പ്രാവശ്യം വാതിരങ്ങൾ എന്നെ വിളിച്ചില്ലേലും കുഴപ്പമില്ല, എനിക്കൊരു പരാതിയുമില്ല. ആ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. പലിശ കൂടുതലായിട്ട് അനുഭവിക്കുന്ന ഒരു സമൂഹം, ആ സമൂഹം പ്രകൃതിയുടെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങുന്ന സമൂഹമാണ്. കാരണം എന്താ? ആദരവായ പ്രവാചകൻ പറഞ്ഞു, ഇഹ്ഫളുൽ അർള, ഈ ഭൂമിയെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. നിന്റെ സർവ്വ തോന്നിവാസവും കാണുന്നതാരാ? ഈ ഭൂമിയല്ലേ? ഈ ഭൂമി അത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ആളുകൾ ഉറക്കമാണെങ്കിലും ഉണർവിലാണെങ്കിലും സർവ്വ തോന്നിവാസത്തിന് സാക്ഷി നിൽക്കുന്നതാരാ? ആരാ? ഈ ഭൂമിയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അക്രിമുൽ അർള, ഈ ഭൂമിയെ നിങ്ങൾ ബഹുമാനിക്കണേ. ഫഇന്നഹാ ഉമ്മുക്കും, ഈ ഭൂമി നിങ്ങളുടെ മാതാവാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ ഭൂമിയെ നിങ്ങൾ ബഹുമാനിക്കണേ. ഇങ്ങനെ ഈ ഭൂമിയുടെ മുകളിൽ കടന്നിട്ട് നിങ്ങൾ ഇത്രക്ക് വലിയ തമ്മാടി തരങ്ങൾ കാണിക്കരുത്. ഈ ഭൂമി ക്ഷമിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. അത് നിങ്ങളുടെ ഉമ്മയാണ് ഭൂമി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, ഉമ്മ ക്ഷമയുടെ പ്രതീകമാണ്. ആ ഉമ്മ സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. അവസാനം കൽബ് തകർന്നിട്ടൊരു ഉമ്മയെങ്ങാനും ഇവൻ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞു പോയാ ഉമ്മയുടെ കോപമുണ്ടായാൽ പിന്നെ തവിട് പൊടിയാകില്ലേ? ഈ ഭൂമി നിങ്ങളുടെ മാതാവാണ്. ഈ മാതാവിനെ നിങ്ങൾ ബഹുമാനിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇഹ്ഫളുൽ അർള, ഈ ഭൂമിയെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ. മാമിൻ അമലിൻ ഉമില അലൈഹ ഇല്ലാ വഹിയ മുഖ്ബിറ. ഈ ഭൂമിയുടെ മുകളിൽ വെച്ച് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അത് നാളെ അള്ളാന്റെ മുമ്പിൽ ഈ ഭൂമി വിളിച്ചു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു സമൂഹത്തിൽ വ്യഭിചാരം വർദ്ധിച്ചു പോയാ, ഒരു സമൂഹത്തിന്റെ ലൈംഗിക ശുദ്ധി നഷ്ടപ്പെട്ടു പോയാ, അന്യപുരുഷനുമായി കാതുകൊണ്ട് കണ്ണുകൊണ്ട് സല്ലപിക്കുന്ന പെണ്ണുണ്ടായി പോയാൽ, വ്യഭിചാരമെന്ന് പറയുമ്പോൾ എന്റെ പെങ്ങളെ മനസ്സിലാക്കേണ്ടത് ഗുഹ്യസ്ഥാനത്തിന്റെ സ്പർശനം മാത്രമല്ല. അള്ളാന്റെ റസൂല് പറഞ്ഞു, കണ്ണിന് വ്യഭിചാരമുണ്ട്, കാതിന് വ്യഭിചാരമുണ്ട്, കാലിന് വ്യഭിചാരമുണ്ട്. അള്ളാന്റെ റസൂല് പറഞ്ഞു, അൽ ഐനാനി സിനാഹുമാ അന്നളുറു, രണ്ട് കണ്ണുകൾ, ആ കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട്. ആ കണ്ണിന്റെ വ്യഭിചാരം ഹറാമിലേക്ക് നോക്കലാണ്. അല്ലുദിനാനി, നിന്റെ രണ്ട് ചെവികൾ, ആ ചെവിക്കും വ്യഭിചാരമുണ്ട്. ആ ചെവിയുടെ വ്യഭിചാരം സിനാഹുമാ അസ്സിമാ, ഹറാമായത് കേൾക്കലാണ്. ഹറാമ് കാണുക, ഹറാമ് കേൾക്കുക. അള്ളാന്റെ റസൂല് പറഞ്ഞു, വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ആണിന്റെയും പെണ്ണിന്റെയും ഗുഹ്യസ്ഥാനങ്ങൾ തമ്മിലുള്ള സ്പർശനം മാത്രമല്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, പാതിരാ സമയത്ത് മിസ്കോളിലൂടെ പരിചയപ്പെട്ട രഹസ്യകാമുകനുമായി മൊബൈൽ ഫോണിലൂടെ കാതോട് കാതോരം ചേർത്ത് നീ സല്ലപിച്ചാൽ, പാതിരാത്രി പകലാക്കി മാറ്റിയ അന്യപുരുഷന്റെ കിളിക്കൊന്തിന് നിന്റെ ചെവിയിൽ കേൾക്കുമ്പോ അത് നിന്റെ ചെവിയുടെ വ്യഭിചാരമാണ്, അത് നിന്റെ ചെവിയുടെ വ്യഭിചാരമാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അന്യപെണ്ണിന്റെ ശരീരത്തിലോട്ട് തുറിച്ചു നോക്കുമ്പോ അത് നിന്റെ കണ്ണിന്റെ വ്യഭിചാരമാണ്, കണ്ണിന്റെ വ്യഭിചാരമാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞത് വ്യാപകമായി കഴിഞ്ഞ, ഇത് വ്യാപകമായി കഴിഞ്ഞ, ഇതാ ലഹറഫി കൗമിനി സിനാ വന്നിബാ, വ്യഭിചാരം വർദ്ധിച്ചു കഴിഞ്ഞാൽ, വ്യഭിചരിക്കുന്ന ആണും പെണ്ണും വർദ്ധിച്ചു കഴിഞ്ഞാൽ അതാ സമൂഹത്തിന്റെ ദുരന്തത്തിന്റെ കാരണമായി മാറും. പാശ്ചാത്യ രാജ്യങ്ങൾക്ക് സംഭവിച്ചതെന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ സുനാമി ആഞ്ഞടിച്ചത് ഇന്തോനേഷ്യയിലാണ്. ആ ഇന്തോനേഷ്യയുടെ അവസ്ഥ നിങ്ങൾക്കറിയുമോ? പെണ്ണവളുടെ ശരീരം മുഴുവനും വലിച്ചെറിഞ്ഞിട്ട് ആണിന്റെ കിടക്കയിൽ പോയി കിടന്നപ്പോ, ലൈംഗികത സെക്സ് ടൂറിസത്തിന്റെ പേരും പറഞ്ഞിട്ട് ഇന്തോനേഷ്യയിലെ തൊലിവെളുത്ത പെണ്ണിന് കടന്നു വരുന്ന തൊലിവെളുത്ത സായിപ്പിന്റെ കട്ടിലിൽ ചൂടും ചൂരും പകരാനുള്ള ആയുധമാക്കി മാറ്റിയപ്പോ, ടൂറിസത്തിന്റെ പേരും പറഞ്ഞിട്ട് പെണ്ണിന്റെ ഉടുതിന് വലിച്ചെറിഞ്ഞിട്ട് അവളെ സായിപ്പിന്റെ കാവാത്തിന്റെ മുമ്പിൽ പറഞ്ഞു വിട്ടപ്പോ, ഇന്നത്തെ ഇന്തോനേഷ്യയുടെ അവസ്ഥ എന്താ? പെണ്ണിന്റെ സൗന്ദര്യം കണ്ടു മടുത്തുപോ ഇന്തോനേഷ്യയിലെ ചെറുപ്പക്കാർക്ക് ഇന്ന് പെണ്ണു വേണ്ട, അവർക്ക് പെണ്ണിനോട് ആഗ്രഹമില്ല. നല്ല കൗമാര ചെറുപ്പക്കാരുടെ ഫോട്ടോയും ഭിത്തിയിൽ വറ്റിച്ചിട്ട് അതിലേക്ക് കൊതിയോടെ നോക്കി നിൽക്കുന്ന ഇന്തോനേഷ്യൻ യുവാക്കളുടെ സമൂഹമാണുള്ളതെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് എത്രയോ ശരിയാണ്. ഇതാ ലഹറഫി കൗമിനി സിനാ, അള്ളാഹു പറയുകയാണ്, അങ്ങനെ ഒരു സമൂഹത്തിൽ വ്യഭിചാരം വർദ്ധിച്ചപ്പോ നക്കി തുടച്ചുകൊണ്ടിരിക്കാൻ പോയെങ്കിൽ എന്റെ സഹോദരങ്ങളെ, പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പെണ്ണിന് ലൈസൻസ് ഇല്ലാതെ വന്നപ്പോ അരമേറ്റ തുണി കൊണ്ട് ബ്ലൗസ് തയ്ച്ചാൽ അത് ഫാഷനാകുമെന്നുള്ള മുദ്രാവാക്യവുമായി ഇന്ന് നാം കാണുന്ന പെണ്ണിന്റെ അവസ്ഥ എന്താ? ലൈംഗികത എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട അടിഞ്ഞാട്ടം വർദ്ധിക്കുകയാണ്. ടൂറിസത്തിന്റെ പേര് പറഞ്ഞിട്ട് പാതിരാ സമയത്ത് നുരഞ്ഞു വന്നുന്ന ബിയറുകളുമായിട്ട് യേശു വിളിക്കുന്ന ചെറുപ്പക്കാരുടെ നടുവില് ഇന്ന് നമ്മുടെ നാട്ടിലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ നടക്കുന്നത് എന്താന്ന് നിങ്ങൾക്കറിയുമോ? ഒരു ഫാമിലി, ഭാര്യയും ഭർത്താവും കൂടി പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പോയാല് ധാരാളം ഭാര്യ ഭർത്താക്കന്മാരവിടെ ഇരിക്കും. അവര് പോയാൽ ഒരു വട്ടമേശയുടെ മുമ്പിൽ അവരവരുടെ കാറിന്റെ കീ എടുത്തു വെക്കും. ഓരോ ആളുകൾ വന്നിട്ട് കീ തിരഞ്ഞെടുക്കുമ്പോ ആരുടെ കാറിന്റെ കീ ആണോ കിട്ടിയത്, ആ കീ കിട്ടിയ കാറിന്റെ ഉടമസ്ഥന്റെ ഭാര്യ താക്കോലെടുത്തവന്റെ കടപ്പുറയിൽ കിടക്കണം, അവന്റെ ഭാര്യ മറ്റൊരുവന്റെ മുമ്പിലോട്ട് കിടക്കണം. കടൽ കടന്നു വന്ന നാഗരികതയില്ലാത്ത ലോകത്തിന്റെ അധപ്പതനത്തിന്റെ സംസ്കാരം നമ്മുടെ നാട്ടിലോട്ട് കടന്നു വന്നപ്പോ സ്വന്തം ഭാര്യയെ കടപ്പുറയിൽ വെച്ചു മാറുന്ന പാശ്ചാത്യൻ അധിനിവേശം ഈ സമൂഹത്തിലോട്ട് കടന്നു വന്നപ്പോ അല്ലാഹു പറയുകയാണ്, അല്ലാഹു ബി അൻഫുസിഹിം അദാബാ, ഈ സമൂഹം ഇനി ഭൂലോകത്ത് ജീവിച്ചിരിക്കണ്ട, അവരെ ഞാൻ തകർത്തെറിയുമെന്ന് പറഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, വലനുദീകന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ. ഇടയ്ക്കിടയ്ക്ക് ഈ ചെറിയ ചെറിയ പ്രതിഭാസങ്ങൾ വരുന്നത് എന്തിനാ? എന്റെ പൊന്നു യുവാക്കള്, എന്റെ പൊന്നു സഹോദരിമാരെ, ലഅല്ലഹും യർജിഊൻ,
അവരൊന്ന് തിരിച്ചു വരാൻ വേണ്ടി, അവരുടെ മനസ്സിലൊരു ചിന്തയുണ്ടാകാൻ വേണ്ടി. ഏതായാലും പൊന്നു ചെറുപ്പക്കാരായി ഭൂമിക്ക് കൂടുതൽ ആയുസില്ല. 2008 ലോകശാസ്ത്രജ്ഞന്മാരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ വന്ന സാക്ഷാൽ സ്റ്റീഫൻ ഹോക്കിംഗ് ആണ് വീൽചെയറിൽ ഇരുന്നിട്ട് പറഞ്ഞത്, ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രപഞ്ച ശാസ്ത്രജ്ഞന് അദ്ദേഹം പറഞ്ഞു, ഈ ലോകം അവസാനിക്കാൻ പോവുകയാണ്, ഈ ലോകം തകരാൻ പോവുകയാണ്, ഈ ഭൂമിക്ക് ഇനി കൂടുതൽ ആയുസ്സില്ല. അദ്ദേഹം പറഞ്ഞ 2 കാരണം, ഒന്ന് ആഗോള താപനമാണ്, മറ്റൊന്ന് ആണവ വികിരണമാണ്. ഒന്ന് ശ്രദ്ധിക്കണേ, കഴിഞ്ഞ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഈ ലോകം അവസാനിക്കാൻ പോകുന്നു. ഒന്ന് ആഗോള താപനമാണ്, വല്ലാതെ ചൂട് വർദ്ധിക്കലാണ്, ആ ചൂടിന്റെ കെടുതികൾ നന്നായിട്ട് നാം അനുഭവിക്കുന്നു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു ആണവ വികിരണമാണ്, അണുവായുധങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പ്രസരിക്കുക. ജപ്പാനിൽ സുനാമി ഉണ്ടായപ്പോ 4 ആണവ റിയാക്ടറുകളാണ് പൊട്ടിത്തെറിച്ചത്. അതിന്റെ അണുവായുധങ്ങൾ കടലിൽ പോലും വന്നു എന്ന് ഇന്നത്തെ മാധ്യമത്തിന്റെ വാർത്തയാണ്. എന്റെ സഹോദരങ്ങളെ, ലോകാവസാനത്തിന്റെ പ്രവചനം പോലെ സർവ്വതും നമ്മുടെ മുമ്പിലോട്ട് വന്നിറങ്ങുമ്പോ, ഈ ഭൂമി കലിതുള്ളിയാടുമ്പോ അള്ളാന്റെ ദുനിയാവിന് അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി ജീവിക്കാൻ ഈ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാവാ. ഇങ്ങനെ ജീവിച്ചാ മതിയോ? ഒരു മാറ്റമുണ്ടാകണ്ടേ, ഒരു മാറ്റമുണ്ടാകണ്ടേ. എന്റെ പൊന്നു ചെറുപ്പക്കാരാ, എത്ര നാളാ പൊന്നുമോനെ ഇങ്ങനെ ജീവിക്കുന്നതെന്തിനാ? ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമെന്താ? മരിച്ചാൽ വെറും കൊണ്ടുപോയി 6 മണ്ണിന് കുടിച്ചിടാനുള്ള ജീവിതമാണെങ്കിൽ ഈ ജീവിതത്തിൽ എത്ര നാളാ ഇങ്ങനെ മുന്നോട്ട് പോവുക? മരിച്ചാലിട്ട് നന്നായിട്ട് മരിക്കണം, ജീവിച്ചാൽ അതിനേക്കാൾ നന്നായിട്ട് ജീവിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചാല് നന്നായിട്ട് ജീവിക്കണം, മരിച്ചാലോ എത്ര നാള് ജീവിച്ചു എന്നതല്ല, എത്ര മനോഹരമായി ജീവിച്ചു എന്നതാണ് പ്രധാനം. കുറെ നാൾ ഇവിടെ ജീവിച്ചിട്ട് കുറെ ആയുസ് കിട്ടിയിട്ട് കാര്യം വല്ലതും ഉണ്ടോ? എത്ര നാള് ജീവിച്ചു എന്നതല്ല, പിന്നെയോ എത്ര മനോഹരമായി ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ 14 നൂറ്റാണ്ട് മുമ്പ് സാമൂഹിക അപജയമുണ്ടായാൽ, സാംസ്കാരിക തകർന്നു പോയാൽ ലോകത്തിന് പ്രശ്നം ഉണ്ടാകും. ശാസ്ത്രജ്ഞന്മാര് പറയുന്നു പ്രകൃതിയിലും ദുരന്തങ്ങൾ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് കൂടുതൽ ആയുസിന് ഭൂമിയിലില്ല, ഇനി വേണമെങ്കിൽ ആഖിറത്തിന് വേണ്ടി ജീവിച്ചോളി. കാരണം അങ്ങോട്ട് ഏതാണ്ടൊക്കെ പോവാറായി. മണ്ണിനാൽ പടച്ച നിന്നെ മണ്ണിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ട സമയമായി. അതുകൊണ്ട് ഇനിയുള്ള നമ്മുടെ ജീവിതം എന്തിനു വേണ്ടിയായിരിക്കണം? ആഖിറത്തിന് വേണ്ടിയായിരിക്കും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. രണ്ടാമതൊരു സമൂഹത്തിൽ പലിശ വർദ്ധിച്ച, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലിശയുടെ പലവിധ ഭാവങ്ങൾ നമ്മുടെ മുമ്പിലോട്ട് വരുന്നു. അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിനു വേണ്ടി ആ ദീനിന്റെ പൊരുത്തത്തിലോട്ട് കടന്നു പോകാൻ നമുക്ക് കഴിയുന്നില്ല. റിട്ടയർ ആകുന്ന ആളുകൾ കൊണ്ടുപോയി അവരുടെ പൈസ കൊണ്ടുപോയി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ പൈസ കിട്ടിയാൽ അത് കൊണ്ടുപോയി ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അതിന്റെ പലിശ വെറുതെ വാങ്ങിച്ചു തിന്നു. നിങ്ങൾ ഹലാലായ കച്ചവടത്തിൽ മുടക്കി അതിന്റെ ലാഭം വാങ്ങിക്കുകയും, ഹലാലായ കച്ചവടങ്ങളുണ്ടല്ലോ, അതിന്റെ ലാഭങ്ങൾ വാങ്ങിക്കുകയും കഴിക്കുകയും, പക്ഷെ വെറുതെ ശരീരമനങ്ങാതെ പലിശ വ്യാപകമാവുക. ഇത് രണ്ടുമുണ്ടായാൽ സല്ലല്ലാഹു അലൈഹിൽ മൗത്ത, അവിടുത്തെ മരണനിരക്ക് കൂടും. അവിടുത്തെ പള്ളിപ്പറമ്പിൽ പിന്നെ കബർ കുഴിക്കാനുള്ള സ്ഥലം തികയില്ല. അപ്പൊ അതിനെന്തുണ്ടാവണം? എന്തുണ്ടാവണം? ഇതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം ഉണ്ടാകണം, സമൂഹത്തോട് പറഞ്ഞു കൊടുക്കണം. അത് ജമാഅത്തിന്റെ കമ്മിറ്റിയുടെയും ഇമാമിന്റെയും പൊതുജനങ്ങളുടെ ഒക്കെ ബാധ്യതയാണ്. ജമാഅത്ത് കമ്മിറ്റിയുടെ ബാധ്യത എന്ന് പറഞ്ഞാൽ ഹൗദിലെ വെള്ളം നോക്കൽ മാത്രമല്ലല്ലോ. ഏതായാലും ഒരു കാര്യത്തിന് എനിക്ക് നിങ്ങളോട് വലിയ താല്പര്യമുണ്ട്. ആ ജമാഅത്തിന്റെ കീഴിൽ ഒരു ഹിഫ്ദുൽ ഖുർആന്റെ കോളേജ് ഇവിടെ നടത്തും. അള്ളാഹു അതിനെ ഉയർച്ചയിലേക്ക് എത്തിക്കട്ടെ, അള്ളാഹു ഉയർച്ചയിലെത്തിക്കട്ടെ. ഈ പള്ളിയുടെ 3 സഫ് മുഴുവന് ഹാഫിളീങ്ങൾ ഇരിക്കുന്ന ഒരു അവസ്ഥ അള്ളാഹു നൽകട്ടെ, അള്ളാഹു നൽകട്ടെ. ലോകപ്രശസ്ത സഞ്ചാര ആയ ഡോക്ടർ കമാൽ പാഷ, അദ്ദേഹത്തിന്റെ ഒരു സന്ദർശനത്തിനുണ്ടായ അനുഭവം പറയുന്നുണ്ട്. അദ്ദേഹം ലണ്ടനിൽ ഒരു പള്ളിയിൽ പോയി. ലണ്ടൻ രാവിലെ സുബഹി നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിച്ചപ്പോൾ ലണ്ടനിലെ ജുമാ മസ്ജിദിൽ പോയ ഡോക്ടർ കമാൽ പാഷ, നമ്മുടെ കേരളീയനാണ്, മലയാളിയാണ്. അദ്ദേഹം പോയി അവിടുത്തെ ആദ്യത്തെ സഫിൽ പോയിരുന്നു. മോദി സാഹിബ് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഹാഫിളാണോ? ഖുർആൻ മനപ്പാടമാക്കിയ ഹാഫിളാണോ? അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാൻ ഹാഫിൾ അല്ല, എന്നാൽ 4ാമത്തെ സഫിൽ പോയിരിക്കുക. അദ്ദേഹം അത്ഭുതത്തോടെ ചോദിച്ചു, ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമമില്ലല്ലോ. നിയമമൊന്നും, പള്ളിയിലെ ആദ്യത്തെ 3 സഫിൽ നമസ്കരിക്കാൻ എല്ലാ 5 വക്കത്ത് ജമാഅത്ത് നമസ്കാരത്തിൽ ഇരിക്കുന്നത് ഹാഫിളീങ്ങളാ.
നമ്മുടെ ഈ പള്ളിയിൽ ഏത് ജമാഅത്ത് നമസ്കാരത്തിനും ആദ്യത്തെ 3 സഫ് മുഴുവനും ഹാഫിളീങ്ങളാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഹാഫിളല്ല, 4ാമത്തെ സഫിൽ പോയിരിക്കുക. കമാൽ പാഷ പറഞ്ഞു, ഖുർആൻ മനപ്പാടമാക്കാൻ കഴിയാതെ ഒരു ഹാഫിളാവാൻ കഴിയാത്തതിന്റെ ദുഃഖം ഏറ്റവും ഞാൻ അറിഞ്ഞത് അന്നായിരുന്നു. നിസ്കാരത്തിന്റെ സമയമായപ്പോൾ ആദ്യത്തെ 3 സഫ് മുഴുവനും ഹാഫിളീങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു നമ്മളെ ഹാഫിളീങ്ങളാക്കട്ടെ. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവത എന്നോട് ചോദിച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവത എന്നോട് ചോദിച്ചാൽ ഞാൻ മറുപടി പറയും, അള്ളാഹുവിന്റെ ഖുർആൻ മുഴുവനും മനപ്പാടമാക്കാൻ കഴിഞ്ഞ. അതിനേക്കാൾ വലിയൊരു ഭാഗ്യം ജീവിതത്തിൽ കിട്ടാനില്ല. അള്ളാഹു ഇത് നിലനിർത്തി തരട്ടെ. അതിന് നമ്മളെ സഹായിച്ച നമ്മുടെ ഉസ്താദന്മാർ, ആ വഴിയിലേക്ക് നമ്മെ പറഞ്ഞുവിട്ട നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ, അള്ളാഹു അവർക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊന്നും ഇങ്ങനെ ഒരാൾ ഈ സദസ്സിൽ ഉണ്ടാകുമായിരുന്നില്ല. അള്ളാഹുവിന്റെ ഖുർആൻ മനപ്പാടമാക്കാൻ കിട്ടിയത്, ഞാൻ SSLC പരീക്ഷ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് ഹാഫിളാവാൻ പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിന്റെ രണ്ടറ്റം തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ പാടുപെടുമ്പോഴും ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ ജീവിതത്തിൽ ഏറെ അനുഭവിച്ച ആളാണ് ഞാൻ, ഏറെ ഇപ്പോഴും. പക്ഷേ മനസ്സിലൊരു ഇതുണ്ട്, വേറെ ഒന്നിനും പോയില്ലെങ്കിലും അള്ളാഹുവിന്റെ ഖുർആൻ ഹാഫിളാവാൻ കഴിഞ്ഞു. ഇനിയും മരിക്കുന്നത് വരെ എനിക്കൊരൊറ്റ ആഗ്രഹമുള്ളൂ, പടച്ചവനെ ഈ ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കണം. മരിക്കുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ കയ്യിൽ പിടിച്ചത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മരിക്കണം, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. കബീർ മുസ്ലിയാർക്ക് വേണ്ടി 2 ദിവസം വളർന്നു വന്നിട്ട് നിങ്ങൾ എന്തെനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയും, ഖുർആൻ കയ്യിൽ പിടിച്ച് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ അത് ഓതിക്കൊണ്ട് മരിക്കണം. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനേക്കാൾ വലുതൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നതാണ്. ഈ ദുനിയാവിൽ ഒരു ചെറ്റപ്പുരയിൽ കിടക്കട്ടെ, ദുനിയാവ് നമുക്കില്ലാതെ വരട്ടെ, പക്ഷെ മരിക്കുന്ന സമയം നന്നായാൽ, മയ്യത്ത് കണ്ടിട്ട് ആളുകൾ വന്നിട്ട് പറയണം, മരിച്ചു കിടക്കാന്ന് തോന്നൂല, കണ്ടാ ചിരിച്ചോണ്ട് കിടക്കാൻ തോന്നും. അള്ളാഹു അങ്ങനെ പറയിപ്പിക്കട്ടെ നമുക്ക്. കമാൽ പാഷ പറഞ്ഞു, പിന്നീട് ഞാൻ ഇരുണ്ട ആഫ്രിക്കയിൽ പോയി. അവിടുത്തെ ഒരു ഗ്രാമത്തിൽ ഞാൻ നടന്നു പോകുമ്പോൾ ഒരു കൊച്ചുകുട്ടിയോട് വഴി ചോദിച്ചു. ആ കുട്ടി പറഞ്ഞ മറുപടി ഖുർആന്റെ ഒരു ആയത്തായിരുന്നു. വഴി ചോദിച്ചപ്പോ ആ കുട്ടി മറുപടി പറഞ്ഞത് ഖുർആന്റെ ഒരു ആയത്താ. അവനോട് വീണ്ടും ചോദിച്ചപ്പോ വീണ്ടും ഖുർആന്റെ ഒരു ആയത്ത്. ആ കുട്ടിയോട് ഇവരെന്തൊക്കെ ചോദിച്ചു അതിനെല്ലാം ആ കുട്ടി മറുപടി പറഞ്ഞത് ഖുർആന്റെ ആയത്തിലൂടെയാ. അത്ഭുതത്തോടെ കമാൽ പാഷ വെച്ചു, മോനെ നിനക്ക് ഖുർആനിൽ ഇത്ര പാണ്ഡിത്യമോ? അവൻ പറഞ്ഞു, ഞങ്ങളുടെ ഈ ഗ്രാമത്തിൽ ഞങ്ങൾ എല്ലാവരും പരസ്പരം സംസാരിക്കുന്നത് ഖുർആൻ കൊണ്ടാ. അദ്ദേഹം പറഞ്ഞു, ഞാൻ അത്ഭുത പരതന്ത്രനായി നിന്നുപോയി. ഞാൻ ആദ്യം പറഞ്ഞത് തുണിയുടുക്കാത്ത പെണ്ണിന്റെ നാടെന്ന് നമ്മൾ പറയുന്ന പരിഷ്കൃത ജനതയായ ലണ്ടൻ നഗരത്തിലെ ഒരു ജുമാ മസ്ജിദിന്റെ കഥ. രണ്ടാമത് ഞാൻ പറഞ്ഞത് പരിഷ്കാരം കടന്നിട്ടില്ലാത്ത, ഇന്നും മരത്തിന്റെ ഇല പറിച്ചിട്ട് നഗ്നത മറിക്കുന്ന ഇരുണ്ട ആഫ്രിക്കയിലെ ഒരു കഥ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പള്ളിയുടെ ആദ്യത്തെ 3 സഫ് ഹാഫിളീങ്ങളെ കൊണ്ട് നിറയണം. അതിന് അല്ലാഹു ഹിഫ്ളുൽ ഖുർആൻ അല്ലാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ, അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മളിനി ചിന്തിച്ചിട്ടേ പറ്റൂ. നമ്മളെ മക്കളെ ആരാക്കിയിട്ട് കാര്യമെന്താ? ഹാഫിളീങ്ങളാകണം മക്കളെ. ഖുർആൻ മനപ്പാടമാക്കി ഒരു ഹാഫിളിന്റെ വാപ്പ, ഹാഫിളിന്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ അതിന് കിട്ടുന്നത് എന്താ? ഒരാൾ മരിച്ചാൽ അവനെ കൊണ്ടുപോയി ഖബറിലേക്ക് വെച്ചാൽ ആദ്യത്തെ 3 ദിവസം കഴിഞ്ഞ് തുറന്നു നോക്കിയാൽ അവന്റെ കണ്ണ് കാണൂല, അഴുകി താഴെ വീഴും. പക്ഷേ ഖുർആൻ മനപ്പാടമാക്കി ഒരു ഹാഫിളിന്റെ മയ്യത്ത് കൊണ്ടുപോയി ഖബറിലേക്ക് വെച്ചാൽ 40 വർഷം കഴിഞ്ഞ് തുറന്നു നോക്കിയാലും ആ ശരീരത്തിൽ പുഴു പോലും തൊടൂല, മണവാളനെ പോലെ അതിനകത്ത് കിടപ്പുണ്ടാകും. അതാണ് ഹാഫിള്, ഖുർആൻ മനപ്പാടമാക്കിയ ഹാഫിള്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹാഫിളീങ്ങളെ മാതാപിതാക്കളാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന വിഷയം, അതുകൊണ്ട് ഞാൻ ഈ ജമാഅത്ത് കമ്മിറ്റി അതിന്റെ കീഴിൽ ഒരു ഹിഫ്ളുൽ കോളേജ്, ഹിഫ്ളുൽ ഖുർആന്റെ കോളേജ്, അൽഹംദുലില്ലാഹ് ഞാൻ ജോലി ചെയ്യുന്ന തിരുവനന്തപുരം സെൻട്രൽ ജുമാ മസ്ജിദിലും ഹിഫ്ളുൽ ഖുർആന്റെ ഖുർആൻ അക്കാദമിക്ക് കഴിഞ്ഞ റമളാനിൽ തറക്കല്ലിട്ടു. കഴിഞ്ഞ തിങ്കളാഴ്ച അതിന്റെ 2ാം നില വാർപ്പായിരുന്നു. കഴിഞ്ഞ റമളാനിൽ ഞാൻ 25-ാം രാവിലെ തറാവീ നിസ്കാരം കഴിഞ്ഞിട്ടൊരു പ്രസംഗം നടത്തി. 10-20 മിനിറ്റ് പ്രസംഗിച്ചു, 40 ലക്ഷം രൂപ കിട്ടി. 4 സ്ത്രീകൾക്ക് 4 ക്ലാസ് നടത്തി റമളാൻ മാസത്തിൽ. 27-ാം രാവിലെ അവരോടും ചോദിച്ചു ഹിഫ്ളുൽ ഖുർആൻ വല്ലതും തരാൻ. അവർ റെഡി ക്യാഷ് ആയിട്ട് 5 ലക്ഷം രൂപയും ഏതാണ്ട് 20 പവന്റെ സ്വർണവും കിട്ടി.
എല്ലാവരും തന്നു ഇഷ്ടം പോലെ സഹോദരിമാർ. അള്ളാഹു ഒരു സ്വർഗം കൊടുക്കട്ടെ. ആവശ്യം പോലെ സഹോദരങ്ങൾ തന്നു. 2 നില പൂർത്തിയായി. ഇൻഷാ അല്ലാഹ് റമദാന് തൊട്ടു മുമ്പ് ഖുർആൻ ഹിഫ്ദുൽ ഖുർആന്റെ കോളേജ്, മുകളിൽ ഖുർആൻ റിസർച്ച് സെന്റർ, അതിന്റെ മുകളിൽ സാധാരണക്കാർക്ക് ഖുർആൻ പഠിക്കാനുള്ള ഖുർആൻ ലേണിംഗ് അക്കാഡമി, ഇങ്ങനെ വിവിധ ഉദ്ദേശത്തോടുകൂടി നമ്മുടെ പള്ളിയുടെ കീഴിൽ ഇൻഷാ അല്ലാഹ് തുടങ്ങും. അപ്പൊ ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റി ഏതായാലും അക്കാര്യത്തിൽ മുമ്പോട്ടൊരു ചുവട് വെച്ചതിൽ വളരെ അഭിമാനാർഹമാണ്. ഇതിന്റെ ജമാഅത്തിന്റെ ഭാരവാഹികളെയും ഇമാമിയങ്ങളെയും ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. അള്ളാഹു ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തൗഫീക്ക് നൽകട്ടെ. ഇത് നിർത്തിക്കളയരുത്. ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ 30 ലിറ്റർ ഡീസൽ വേണം. സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ അങ്ങ് പൊക്കോളും, കുറച്ച് മതി. ഇത് ആദ്യം ഒന്ന് തള്ളി കിട്ടാൻ വലിയ പാടാണ്. അങ്ങ് പോകുന്നവർ അവസാനം വരെ എത്തണം. ജമാഅത്ത് കമ്മിറ്റിയുടെ ജോലി ഹൗദിലെ വെള്ളം നോക്കൽ മാത്രമല്ലല്ലോ. ഹൗദിലെ വെള്ളം നോക്കൽ മാത്രമാണ് ജമാഅത്ത് കമ്മിറ്റിയുടെ ജോലിക്ക്. അത് ഏത് വേലായുധനും കഴിയും. കാരണം മിക്കവാറും പള്ളിയുടെ ഹൗദ് മുഴുവനും പള്ളിക്ക് വെളിയില്ല. അതുകൊണ്ട് റോഡിൽ കൂടെ പോണവർക്ക് നോക്കാൻ പറ്റും. പക്ഷേ സമൂഹത്തിന്റെ സർവ്വ മേഖലകളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ മതപ്രഭാഷണത്തിന്റെ വേദിയും അങ്ങനെ ആവേണ്ടതുണ്ട്. എല്ലാ ആളുകളും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രകൃതിയിൽ ദുരന്തങ്ങൾ ഉണ്ടാവാനുള്ള 2 കാരണങ്ങളേതാ? 2 കാരണങ്ങളേതാ? ഒന്ന് വ്യഭിചാരം, മറ്റൊന്ന് പലിശ. ഇതുമായി ബന്ധപ്പെട്ട് എന്തുമുണ്ടായാൽ, അതേത് കുടുംബത്തിലാകട്ടെ, ഏത് സ്ഥാപനത്തിലാകട്ടെ, ഏത് നാട്ടിലാകട്ടെ, അള്ളാഹു പറയുന്ന സമൂഹത്തെ ഞാൻ ഈ ലോകത്ത് നിന്ന് തുടച്ചു മാറ്റുമെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനേക്കാൾ വലുതായി ഈ എല്ലാ അനാചാരങ്ങളും നമ്മുടെ നാട്ടിലോട്ട് കടന്നു വരുമ്പോ, നമ്മുടെ വീട്ടിലോട്ട് കടന്നു വരുമ്പോ മാറി നിൽക്കണം. അതിൽ നിന്ന് മാറി നിൽക്കണം. ഒരു സുന്ദരനായ യുവാവ് വിശാലമായ മരുഭൂമിയിലൂടെ നടന്നു പോവുകയാണ്. അവന്റെ പുറകെ സുന്ദരിയായ ഒരു പെൺകുട്ടി പുറകെ കൂടി. അവൻ ആ പെണ്ണ് വിളിക്കാൻ തുടങ്ങി, ചെറുപ്പക്കാരായ എന്റെ വള്ളിക്കുടിലേക്കൊന്ന് വരുമോ, എന്റെ വീട്ടിലേക്കൊന്ന് വരുമോ, എന്റെ കിടപ്പറയൊന്ന് പങ്കിടുമോ? ആ അള്ളാനെ പേടിയുള്ള ചെറുപ്പക്കാരൻ തിരിഞ്ഞു നോക്കിയില്ല. അവസാനം ആ പ്രകോപനങ്ങൾക്കോ പ്രലോഭനങ്ങൾക്കോ തന്നെ വശംവദനാക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോ ആ സമയത്ത് ആ പെൺകുട്ടി പറഞ്ഞു, ചെറുപ്പക്കാരാ, അൽ തുഹ്സിനു ശിഅറാ, എനിക്ക് വേണ്ടി നീ ഒരു പാട്ടുപാടുമോ? ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ തിരിഞ്ഞു നിന്നു. അയാള് പറഞ്ഞു, പെണ്ണേ, ഞാൻ നിനക്കൊരു പാട്ട് പാടിത്തരാം. അല്ലാത്തത് തഗീഫീമാലതൈനാ വലാ തബ്ഗിൽ ഫുജൂറ ഇലൽ മമാതി ഫഇന്നല്ലാഹ യുബ്സിറു ഫൗക അർശി വയഗ്ലബുൽ ഫഅലിൽ മുബിഖാതി. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, പെണ്ണേ, നീ എന്നെ ഹറാമിലോട്ട് വിളിക്കുമ്പോ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ചുട്ടുപടുത്ത മണലാരണ്യത്തിന്റെ നടുവില് ഈ പെണ്ണും ഈ ചെറുപ്പക്കാരനുമല്ലാതെ മൂന്നാമതൊരാളെ നമുക്ക് കാണാൻ കഴിയില്ല. മൂന്നാമതവിടെയുള്ളത് ഈത്തപ്പന മരങ്ങൾ മാത്രമാണ്. എന്നിട്ടും അയാള് പറഞ്ഞു, പെണ്ണേ, ഏതൊരു ഹറാമിലേക്കാണോ നീ എന്നെ ക്ഷണിക്കുന്നത്, അതിലേക്ക് മരണം വരെ എന്നെ ക്ഷണിച്ചെടുക്കാൻ. വലാ തബ്ഗിൽ ഫുജൂറ ഇലൽ മമാതി, മരിക്കുന്നത് വരെ അല്ലാഹ് ഇഷ്ടപ്പെടാത്തതൊരു കാര്യം ചെയ്യാൻ നിനക്ക് എന്നെ കിട്ടില്ല. എന്തുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തതെന്നറിയുമോ? എന്തുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തതെന്നറിയുമോ? ഫഇന്നല്ലാഹ യുബ്സിറു ഫൗക അർശി വയഗ്ലബുൽ ഫഅലിൽ മുബിഖാതി. ഫഇന്നല്ലാഹ, എന്നെയും നിന്നെയും സൃഷ്ടിച്ച അല്ലാഹ്, യുബ്സിറു ഫൗക അർശി, അവൻ അർശിന്റെ മുകളിൽ നിന്ന് നമ്മളെ നോക്കുകയല്ലേ, അവൻ നമ്മളെ കാണുകയല്ലേ. വയഗ്ലബുൽ ഫഅലിൽ മുബിഖാതി, വൻപാപം ചെയ്യുന്നവരോടവൻ വല്ലാതെ കോപിക്കുകയില്ലേ. അതുകൊണ്ട് ഞാനില്ലെന്ന് പറഞ്ഞു മാറി നിന്ന യുവാവിനെ പോലെ എന്റെ സഹോദരങ്ങളെ, വൻപാപങ്ങൾ വ്യാപകമാകുമ്പോ ഈ സമൂഹത്തെ മുഴുവനും അല്ലാഹു തകർത്തെറിയുമ്പോ ആ സമയത്ത് നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, എന്തേ റബ്ബ് നമ്മളെ അങ്ങനെ അദാബിൽ പെടുത്തുന്നില്ല, എന്തേ അല്ലാഹു നമ്മളെ പരീക്ഷിക്കുന്നില്ല? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ കേട്ടുകൊള്ളുക. അല്ലാഹു സമൂത് ഗോത്രത്തെ തകർത്തിട്ടുണ്ട്. അല്ലാഹു
അല്ലാഹു ആദ് ഗോത്രത്തെ തകർത്തിട്ടുണ്ട്. ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ അല്ലാഹു തകർത്തിട്ടുണ്ട്. എന്നിട്ടും റബ്ബ് നമ്മളെ പരീക്ഷിക്കാത്തതെന്താ? അവര് ചെയ്ത തെറ്റുകൾ അതിനേക്കാൾ 1000 വലിപ്പത്തിൽ നമ്മൾ ചെയ്യുന്നില്ലേ? ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ ആകാശത്ത് നിന്ന് കല്ലിന്റെ മഴ പെയ്യിപ്പിച്ചിട്ടാണ് അല്ലാഹു തകർത്ത് കളഞ്ഞത്. അല്ലാഹു പറയുകയാണ്, ഫഅസ്ഖിത് അലൈനാ കിസഫൻ മിനസ്സമാ. ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹം ആകാശത്ത് നിന്ന് കല്ലുകളാണ് താഴോട്ട് വീണത്. അത് തലയിൽ വളർന്ന് പൊട്ടിപ്പളർന്നവര് മരിച്ചുപോയി. ശുഐബ് നബിയുടെ സമൂഹം ചെയ്ത തെറ്റെന്താന്നറിയോ? ശുഐബ് നബിയുടെ സമൂഹം ചെയ്ത പാപം എന്താന്നറിയോ? ശുഐബ് നബിയുടെ സമൂഹം ചെയ്ത പാപം അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുകയാണ്. ശുഐബ് നബി അവരോട് പറഞ്ഞു, അവര് കച്ചവടക്കാരായിരുന്നു. വഔഫുൽ കൈല വലാ തബ്ഖസുന്നാസ അശിയാഹും. നിങ്ങൾ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത്, കച്ചവടത്തിൽ വഞ്ചന കാണിക്കരുത്. അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോ കച്ചവടത്തിൽ വഞ്ചന കാണിച്ചതിന്റെ പേരിൽ, അളവും തൂക്കത്തിലും കൃത്രിമം കാണിച്ചതിന്റെ പേര് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽമഴ കൊണ്ട് അവരെ നശിപ്പിച്ച് കളഞ്ഞെങ്കിൽ, എന്റെ സഹോദരങ്ങളെ, നമ്മുടെ എവിടെയൊക്കെയാണ് കല്ലിന്റെ മഴ പെയ്യേണ്ടത്? എവിടെയൊക്കെയാണ് വഞ്ചന നടക്കുന്നത്? ഇന്ന് ലോകത്ത് മുഴുവനും നടക്കുന്നത് വഞ്ചനയാണ്, വഞ്ചനയാണ്, വഞ്ചനയാണ്. അള്ളാഹു ഒരു സമൂഹത്തെ തകർത്തത് അതിനു വേണ്ടിയാ. രണ്ടാമത് ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ അള്ളാഹു തകർത്തതെന്താ? 1-2 ഉദാഹരണങ്ങൾ ഞങ്ങൾ പറഞ്ഞുകൊള്ളട്ടെയോ? ദാവൂദ് നബിയുടെ സമൂഹത്തോട് അള്ളാഹു പറഞ്ഞു, ലാ തഅദൂ ഫിസ്സബ്ത്. അവര് മീൻപിടുത്തക്കാരായിരുന്നു. അള്ളാഹു പറഞ്ഞു, ശനിയാഴ്ച ദിവസം നിങ്ങൾ മീൻ പിടിക്കാൻ പോകരുത്. അവരുടെ ജുമുഅ ദിവസം ശനിയാഴ്ച ദിവസമാണ്. അന്ന് നിങ്ങൾ നിസ്കാരത്തിന് വേണ്ടി ഹാജരാകണം. അന്ന് നിങ്ങൾ മീൻ പിടിക്കാൻ പാടില്ല. അന്ന് നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ ഇബാദത്ത് ചെയ്യേണ്ട ദിവസമാ. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ജുമുഅ നമസ്കാരത്തോട് പറഞ്ഞത്, ജുമുഅ നമസ്കാരത്തോട് പറഞ്ഞത്, ആ ജുമുഅ നമസ്കാരത്തെ തള്ളിക്കളഞ്ഞതിന്റെ പേരില് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞതെന്താ? അവര് ജുമുഅക്ക് പള്ളിക്ക് പോകാത്തതിന്റെ പേരില് അവരോട് പറഞ്ഞു, കുല്ലാലഹും കൂനൂ ഖിറദത്തൻ ഖാസിഈൻ. നിങ്ങൾ കുരങ്ങന്മാരായിട്ട് കോലം മറിക്കുക. വെള്ളിയാഴ്ച പള്ളിയിൽ പോകാത്തവന് അല്ലാഹു കുരങ്ങന്മാരായി കോലം മറിച്ചാൽ, മുൻകഴിഞ്ഞു പോയ സമൂഹത്തോട് ചെയ്തതുപോലെ ചെയ്തു പോയാൽ, സഹോദരങ്ങളെ, നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്താ? അവസ്ഥ എന്താ? വെള്ളിയാഴ്ച പള്ളിയിൽ പോകാത്തവനെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തോട് അല്ലാഹു പറഞ്ഞു, ലാ തഅദൂ ബിസ്സബ്തി. നിങ്ങൾ ശനിയാഴ്ച മീൻ പിടിക്കരുത്. അന്ന് പള്ളിയിൽ പോകണം, അന്ന് പള്ളിയിൽ പോകണം. അവര് പോയില്ല. അല്ലാഹു പറഞ്ഞു, നിങ്ങൾ കുരങ്ങായിക്കോ. നമ്മുടെ സമൂഹത്തിന് അങ്ങനെ ഒരു അദാബ് ബാധകമായിരുന്നെങ്കിൽ വെള്ളിയാഴ്ച എത്ര കുരങ്ങന്മാരെ കണ്ടന പള്ളിക്ക് വെളിയിൽ? ഏതാനും ഇതിന് നിയമം ബാധകമായിരുന്നെങ്കിലോ? എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഇതൊക്കെ പഠിക്കണ്ടേ? ഇത് ഖുർആനല്ലേ? ഈ ഖുർആൻ വായിക്കണ്ടേ? ഖുർആൻ പഠിക്കണ്ടേ? അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ ഈ പറയുന്ന മുഴുവനും ഖുർആനാണ്. സമൂദ് ഗോത്രത്തെ അള്ളാഹു നശിപ്പിക്കാൻ അവര് ചെയ്ത പാപം എന്താ? അവര് വ്യഭിചരിച്ചുകൊണ്ടാണോ? ആണോ? അവര് കള്ളു കുടിച്ചുകൊണ്ടാണോ? അവര് പലിശ മേടിച്ചുകൊണ്ടാണോ? സമൂദ് ഗോത്രം ചെയ്ത പാപം എന്താ? ആ പാപം ഇന്ന് 1000 വട്ടം ഇരട്ടിയായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അള്ളാഹ് നമ്മളെ നശിപ്പിക്കാത്തത് എന്താ? അതിന് 2 കാരണമുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. ഖുർആൻ എന്ത് പറയുന്നു? അള്ളാഹ് നമ്മളോട് ഈ കരുണ കാണിക്കുന്ന എന്തിന്റെ പേരിലാ? അതെന്തുകൊണ്ടാണെന്ന് ഇൻഷാ അല്ലാഹ് ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ പറയാം. ജപ്പാനിൽ കുലുങ്ങിയ ഭൂമി എവിടെയും കുലുങ്ങാൻ പാടില്ലേ? ഞാൻ പറയട്ടെ, പറഞ്ഞാൽ നിങ്ങൾ എന്നെ കോപിക്കുവോ? സമൂദ് ഗോത്രത്തെ നശിപ്പിക്കാനുള്ള കാരണം ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് തിരുവനന്തപുരംകാരും എറണാകുളംകാരുമാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഖുർആനാണ്. ആ ഖുർആൻ പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും കോപം ഉണ്ടാവാൻ പാടില്ല. ഇത് സത്യമാണ്, ഹക്കാണ്. പറഞ്ഞില്ലെങ്കിൽ അള്ളാഹ് എന്നോട് ചോദിക്കും. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, വായിക്കേണ്ടത് ഏതാണ്? ഖുർആനാണ് വായിക്കേണ്ടത്. ആ വായനയിലൂടെ ഇത് പഠിക്കണം. ഇത് ലോകത്തോട് പറഞ്ഞു കൊടുക്കണം. അള്ളാഹു സമൂദ് ഗോത്രത്തെ നശിപ്പിച്ച എന്തിനാന്നറിയോ? واذكروا إذ جعلكم خلفاء من بعد عاد وبوأكم في الأرض تتخذون من سهولها قصورا وتنحتون من الجبال بيوتا فاذكروا آلاء الله ولا تعثوا في الأرض مفسدين.
അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വദ്കുറൂ ഇദ് ജഅലകും ഖുലഫാഅ മിൻ ബഅദി ആദിൻ. ആദ് ഗോത്രത്തിന് ശേഷം സമൂദ് ഗോത്രമേ നിങ്ങൾക്ക് ഞാൻ ഭൂമി വിരിച്ചു തന്നതല്ലേ? നിങ്ങൾ ചെയ്തതെന്താ? അവർ ഈ ഭൂമിയിൽ മരണമുണ്ടെന്നോർക്കാട്, മരണത്തിന് ശേഷം കബറിൽ കിടക്കേണ്ടതാണെന്നോർക്കാട് അമ്പരചുംബികളായ വീടുകൾ അവർ കെട്ടിപ്പൊക്കിയപ്പോ അല്ലാഹു പറയുന്ന അവര് ചെയ്ത തെറ്റെന്താ? തത്തഖിദൂന മിൻ സുഹൂലിഹാ ഖുസൂറാ. മരണത്തെ ഭയമില്ലാതെ, മരണത്തിന്റെ ചിന്തയില്ലാതെ അവര് ഫ്ളാറ്റുകൾ കെട്ടിപ്പൊക്കാൻ തുടങ്ങിയപ്പോ അല്ലാഹു പറഞ്ഞത് ഖുസൂറ, ഫ്ളാറ്റുകൾ എന്നാണ്. ആ ഫ്ളാറ്റുകൾ കെട്ടിപ്പൊക്കാൻ തുടങ്ങിയപ്പോ അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ഈ ഭൂമിയിൽ ഇനി ജീവിക്കണ്ട. ഒരൊറ്റ ഇടി അങ്ങ് മുടങ്ങിയപ്പോ സർവ്വതും തകർന്ന് തരിപ്പണമായി പോയെന്നല്ലാന്റെ വിശുദ്ധ ഖുർആൻ. മരണത്തെക്കുറിച്ച് ചിന്തയില്ലാതെ ദുനിയാവിൽ ആർഭാടത്തോട് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ തീരുമാനിച്ചപ്പോ അല്ലാഹു പറഞ്ഞു, ഇനി നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ട. തത്തഖിദൂന മിൻ സുഹൂലിഹാ ഖുസൂറാ. ഖുസൂർ എന്നല്ലേ പറഞ്ഞത്? ഖുസൂറിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ഫ്ലാറ്റ് പണിയാൻ തുടങ്ങിയപ്പോ ഇപ്പൊ ഏറ്റവും കൂടുതൽ എവിടെയാ മരണത്തെക്കുറിച്ചുള്ള ചിന്തയില്ല. ഈ ഭൂമിയിൽ ഇങ്ങനെ തന്നെ കാലാകാലം ജീവിക്കാമെന്നുള്ള ചിന്ത. എന്റെ പൊന്നു സഹോദരങ്ങൾ, അത് അപകടമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാരണം എന്താ? ഈ ഭൂമി കുലുങ്ങിയില്ലെങ്കിലല്ലേ ഉള്ളൂ. കുന്നു മുഴുവനും ഇടിച്ചു നിരത്തി, പർവ്വതം മുഴുവനും പിടിതു മാറ്റി. പർവ്വതം എന്ന് പറഞ്ഞാൽ എന്താ സാധനം? വൽ ജിബാല ഔതാദ. അല്ലാഹു പറഞ്ഞു, പർവ്വതങ്ങളെ ഞാൻ ആണികളാക്കിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഭിത്തിയിൽ കിടക്കുന്ന ഒരു സാധനം തൂക്കിയിടാൻ നമ്മൾ എന്ത് ചെയ്ത്? ആണി അടിക്കും. ആണി ഊരിയ എന്തുമായിട്ട്? ഇനിയിപ്പോ ബുഖാരി ഒന്നും ഓതണ്ടല്ലോ, തിരുമതി ഒന്നും. ആണി ഊരിയാല് ഈ സാധനം താഴോട്ട് വീഴും, ഇല്ലേ? അല്ലാഹു പറഞ്ഞു, ഭൂമിയിൽ പർവ്വതം എന്ന് പറഞ്ഞാൽ സൂറത്തുൽ വൽ ജിബാല ഔതാദ. പർവ്വതത്തെ ഞാൻ വെച്ചിരിക്കുന്നത് ഭൂമിക്ക് ആണിയായിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സാധനം വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്ന ഒരു സാധനം ആടും. എപ്പോഴും വെള്ളം ആടുമ്പോ സാധനം ആടും മുകളിൽ കിടക്കുന്നു. ഈ ഭൂമി വെള്ളത്തിന്റെ മുകളിലാണ് കിടക്കുന്നത്. സയൻസ് പഠിക്കുന്ന ഏത് കുട്ടികൾക്കും അറിയാം, ഭൂമി വെള്ളത്തിന്റെ മുകളിലാണ് കിടക്കുന്നത്. വെള്ളത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു സാധനം ആടിക്കൊണ്ടേയിരിക്കും. അതൊരു പൊതു നിയമമാണ്. അപ്പൊ ഈ ഭൂമി വെള്ളത്തിന്റെ മുകളിലാണ് കിടക്കുന്നത്. വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്ന ഭൂമിയെ ഉറപ്പിച്ചു നിർത്താനാണ് ഞാൻ പർവ്വതം കൊണ്ട് ആണിയടിച്ചത്. ഭൂമിയുടെ മുകളിലേക്ക് പർവ്വതം എത്രയുണ്ടോ അത്രയും തന്നെ ഭൂമിയുടെ താഴേക്കുമുണ്ട്. ഹിമാലയ പർവ്വതം 4488 മീറ്ററാണ് ഹിമാലയ പർവ്വതം. അത് എത്രയും മുകളിലുണ്ടോ അത്രയും തന്നെ താഴോട്ടുണ്ടാവും. അതുകൊണ്ട് ഭൂമിയെ ബാലൻസ് ചെയ്യുന്ന പർവ്വതമാണ്. ആ പർവ്വതത്തെ മുഴുവനും നിങ്ങൾ ഇടിച്ചു നിരത്തിയിട്ട് നിങ്ങൾ വലിയ ഫ്ലാറ്റ് പണിതാ, പിന്നെ ഈ ഭൂമി ആടൂലേ? ഈ ഭൂമി കുലുങ്ങൂലേ? അല്ലാഹു പറഞ്ഞു, ഫദ്കുറു ആലാ അല്ലാഹ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ നിങ്ങൾ വിസ്മരിക്കാൻ പാടില്ല. അപ്പോ സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ പ്രകൃതി ദുരന്തം ഉണ്ടാകാനുള്ള കാരണം വ്യഭിചാരം, മദ്യപാനം, ഈ സമൂഹം ചെയ്ത തെറ്റുകൾ, അശ്ലീലതകൾ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇനി മൂന്നാമതൊരു കാരണമുണ്ട്. അപ്പൊ എന്തുകൊണ്ട് നമ്മളെ അള്ളാഹു പരീക്ഷിക്കുന്നില്ല? അത് ഞാൻ പറഞ്ഞുതരാം. ഇതിന് മൂന്നാമതൊരു കാരണമുണ്ട്. ആ കാരണം എന്തെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ വിഷയം നമുക്ക് മനസ്സിലാകുന്നത്. പബ്ലിക് ലൈബ്രറി എന്തിനിങ്ങനെ ഒരു സമൂഹം നന്മ പ്രചരിപ്പിക്കാനുണ്ടാകുന്നു? അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അപ്പോഴേ നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യകത മനസ്സിലാവൂ. അള്ളാന്റെ റസൂല് പറഞ്ഞു, മൻ കാല ലാ ഇലാഹ ഇല്ലല്ലാ. ആര് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു, തൻഫഉ മൻ കാലഹ. ആ പറഞ്ഞ കെലിമത്ത് തൗഹീദ് അവന് പ്രയോജനം ചെയ്യുക തന്നെ ചെയ്യും. അള്ളാഹു അവനെ കാത്തുരക്ഷിക്കും. അള്ളാഹുവിനെ ഒരാൾ റബ്ബായിട്ട് അംഗീകരിച്ചോ, അള്ളാഹുവിലേക്ക് അവൻ സർവ്വതും പരമേൽപ്പിച്ചോ, എന്നാൽ അള്ളാഹു അവനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. എപ്പോൾ? ഹത്താ തർദഅൻഹുൽ അദാബ വന്നിഖുമാ. അവന്റെ മേലുണ്ടാകുന്ന ശിക്ഷകളും അദാബുകളും അള്ളാഹു തടുത്തു വെക്കും. ആരല്ലാഹുവിനനുസരിച്ചോ, അള്ളാഹുവിന് വേണ്ടി ആര് ഇബാദത്ത് ചെയ്തോ, പള്ളികൾ മുഴുവനും ഇബാദത്ത് കൊണ്ട് നിറയുമ്പോ, വീടുകൾ മുഴുവനും ഇബാദത്ത് കൊണ്ട് നിറയുമ്പോ, അള്ളാഹുവിനെ അനുസരിച്ചവർക്ക് വേണ്ടി അള്ളാഹു അദാബുകളെ മാറ്റിവെക്കും. ആ സമൂഹത്തിന്റെ മേൽ അള്ളാഹു അദാബ് ഇറക്കുകയില്ല. ഏതുവരെ മാലം യസ്തഖിഫു ബിഹഖിഹാ. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഒന്ന് നന്നായിട്ട് കേൾക്കണം. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദിനോടുള്ള ഹക്ക് അതവരെ നിസ്സാരവൽക്കരിക്കുന്നത് വരെ, നമ്മൾ നിസ്കരിച്ചാ, നമ്മൾ നോമ്പ് പിടിച്ചാ, അള്ളാഹു നമ്മളെ അദാബിൽ നിന്ന് കാത്തുരക്ഷിക്കും. ഏതുവരെ? മാലം യസ്തഖിഫു ബിഹഖിഹാ.
ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഹക്കിനെ അവര് നിസ്സാരവൽക്കരിക്കുന്നത് വരെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഹക്കിനെ നിസ്സാരവൽക്കരിച്ചോ പിന്നീട് അവൻ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവുകയില്ല. ഇത് കേട്ട സഹാബത്ത് ചോദിച്ചു, നബിയേ മൽ ഇസ്തിഗ്ഫാഫു യാ റസൂലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹനെ നിസ്സാരവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹനെ കളിയാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്റെ സമൂഹത്തോട് പറയട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, യൽഹറുൽ അമലു ബിമആസില്ലാഹ്, നാട് മുഴുവനും അല്ലാഹ് കിട്ടപ്പെടാത്ത പ്രവർത്തനങ്ങൾ അരങ്ങേറുന്നു. മദ്യപാനം അധികരിക്കുന്നു, വ്യഭിചാരം അധികരിക്കുന്നു, തോന്നിവാസങ്ങൾ അധികരിക്കുന്നു, ലോട്ടറി എടുക്കുന്നവരുടെ അളവ് ഈ മഹല്ലിൽ വർദ്ധിച്ചു വരുന്നു. ഇതെല്ലാം കൺമുമ്പിൽ കാണുമ്പോ നാട്ടിൽ മുഴുവനും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കൊടികുത്തിപാടുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലം യുൻകർ, അതിനെ നിരോധിക്കാനും ആളില്ല, വലം യുഗയ്യിർ, അതിനെതിരെ പഠനം നടത്താനും ആളുകളില്ല. നാട് മുഴുവനും അനാശാസ്യങ്ങൾ പെരുകുമ്പോ, നാട് മുഴുവനും അന്ധവിശ്വാസങ്ങൾ പെരുകുമ്പോ, നാട് മുഴുവനും അല്ലാഹ് കിട്ടപ്പെടാത്ത വ്യഭിചാരങ്ങൾ അരങ്ങേറുമ്പോ, സഹോദരിമാര് വെടിതെറ്റിപ്പോകുമ്പോ, ചെറുപ്പക്കാര് വെടിതെറ്റിപ്പോകുമ്പോ, ഇതെല്ലാം കണ്ടിട്ടും നിസ്സംഗതയോടെ നോക്കി നിന്ന അവരോട് പറയലെന്റെ കടപ്പാടല്ലെന്ന് പറഞ്ഞ് സ്വയം ഉൾവലിയാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ അള്ളാന്റെ സഹായം നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. അള്ളാഹു നിങ്ങളെ സഹായിക്കുകയില്ല. അൽ അംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ, നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ കൊണ്ട് നിരോധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാ നാട്ടിലില്ലാതെ വന്ന പൊന്നു ചെറുപ്പക്കാരെ, എങ്ങനെയാ മക്കത്തുൽ മുക്കറമ ലൈബ്രറി സ്ഥാപിക്കാതിരിക്കുന്നത്? എങ്ങനെയാ? അതൊരു ദൗത്യത്തിന്റെ ഭാഗമല്ലേ? അള്ളാഹു ഏൽപ്പിച്ച ദൗത്യത്തിന്റെ ഭാഗമല്ലേ? ആ ദൗത്യം നിർവഹിക്കാൻ നമുക്ക് കഴിയേണ്ടതില്ലേ? ഏത് സാഹചര്യമായാലും ഏത് പ്രശ്നമായാലും ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ റളിയല്ലാഹു തആല അൻഹു മരണാസന്നനായി വയറ്റിൽ കുത്തേറ്റ് കിടക്കുകയാ. കുടൽമാല മുഴുവനും വെളിയിലോട്ട് ചാടി, അത് മുഴുവനും രക്തം തളം കെട്ടി കിടക്കുന്ന അവസ്ഥയിൽ, അർദ്ധബോധാവസ്ഥയിൽ കിടക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു വേദന കൊണ്ട് പൊളയുകയാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ ഒരു മനുഷ്യൻ വന്നു. അയാൾ വന്നിട്ട് പറഞ്ഞു, അബ്ശിർ യാ അമീറുൽ മുഅ്മിനീൻ ബിബുശ്റാ ലക മിൻ സുഹബത്തി റസൂലില്ലാഹ്. ധാരാളം ആളുകൾ ആശ്വസിപ്പിക്കാൻ വരുന്ന കൂട്ടത്തില് ആ വന്ന മനുഷ്യൻ വന്നിട്ട് പറയുന്നു, യാ അമീറുൽ മുഅ്മിനീൻ, ഓ സത്യവിശ്വാസികളുടെ നേതാവേ, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. കാരണം ബിബുശ്റാ ലക മിൻ സുഹബത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സുഹബത്ത് കിട്ടിയ ആളല്ലേ താങ്കള്? അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ സഹവസിച്ച സഹാബിയല്ലേ? സുമ്മ വല്ലൈത സുമ്മ അദ്ദൽത സുമ്മ ഷഹാദ. അയാള് പറയുകയാണ്, പിന്നീട് നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നു, സുമ്മ അദ്ദൽത, നീതിയോടെ ഞങ്ങൾക്ക് രാജ്യഭരണം നടത്തി, സുമ്മ ഷഹാദ, ഇപ്പോഴിതാ വയറ്റിലോട്ട് പള്ളയിലോട്ട് കത്തികുത്തി കയറ്റപ്പെട്ട് ഷഹീദാവാൻ പോവുകയല്ലേ? എന്തോ ഒരു ഭാഗ്യമാ നിങ്ങൾക്ക്. സ്വർഗമല്ലേ, സ്വർഗമല്ലേ, സ്വർഗമല്ലേ? മരണാസന്നനായി വല്ലാട് വേദനയിൽ കിടന്ന് പൊളയുന്ന ഉമറിനോട് റളിയല്ലാഹു അൻഹുവിനോട് അയാൾ വന്നിട്ട് പറയുന്നു, ഇന്ന് നിങ്ങൾ ഷഹീദാവാൻ പോവുകയാ. അള്ളാന്റെ വലിയ അനുഗ്രഹം ലഭിച്ച മഹാനാണ് നിങ്ങൾ. ഇതൊക്കെ പറഞ്ഞിട്ട് ആ മനുഷ്യൻ അവിടെ നിന്ന് തിരിഞ്ഞു നടക്കാൻ പോകുമ്പോ കൊടൽമാലകൾ താഴോട്ട് കിടക്കുന്ന ഉമർ റളിയല്ലാഹു തആല നോക്കുമ്പോ ഫൈദാ ഇസാറുഹു യമുസ്സുൽ അർളാ, ആ വന്ന ചെറുപ്പക്കാരന്റെ വസ്ത്രം അത് ഞെരിയാണിയുടെ താഴോട്ട് കിടക്കുകയാണ്. അയാളുടെ വസ്ത്രം ഞെരിയാണിയുടെ താഴോട്ട് വീണ് കിടക്കുകയാ. ആ സമയത്ത് മരണാസനായി മരണവേദനയിൽ പെടയുന്ന ഉമർ റളിയല്ലാഹുവിന്റെ മനസ്സിലേക്ക് പ്രവാചകന്റെ ഒരു ഹദീസ് ഓർമ്മ വരുന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി വഇല്ലം യസ്തതിഅ ബിലിസാനിഹി വഇല്ലം യസ്തതിഅ ബിഖൽബിഹി വലൈസ വറാഅ ദാലിക ഹബ്ബത്തു ഖർദലിൻ മിനൽ ഈമാൻ. നിങ്ങളുടെ മുമ്പിൽ ഏതെങ്കിലും അല്ലാഹ് കിട്ടപ്പെടാത്ത കാര്യം നടക്കുന്നത് കണ്ടാൽ
കടിയുമെങ്കിൽ നിങ്ങൾ കൈകൊണ്ട് തടയണേ, അതിനും കഴിഞ്ഞില്ലെങ്കിൽ നാവ് കൊണ്ട് പറയണേ, അതിനും കഴിഞ്ഞില്ലെങ്കിൽ ഹൃദയത്തിലെങ്കിലും നിങ്ങൾ വെറുക്കണേ. ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചതെന്താ? നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോ അള്ളാഹ് എന്നോട് ചോദിക്കില്ല, ഉമറേ നിന്റെ മുമ്പിലൂടെ ഒരാള് ഹറാമും ചെയ്തുകൊണ്ട് നടന്നു പോയപ്പോ അത് കണ്ടിട്ട് തടുക്കാത്തതെന്താ ഉമറിനോട് ചോദിച്ചാ എന്തുമറിയാ ഉമറിന് മറുപടി പറയാനുള്ളത്? ഏതവസ്ഥയിലാണ് കുടൽമാല വെളിയിലോട്ട് ചെതറിത്തെറിക്കുന്നു, രക്തത്തുള്ളികൾ തെതറിക്കിടക്കുകയാ. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ഇടത്തെ കൈകൾ കൊണ്ട് ചിതറിപ്പോയ കുടൽമാല വയറ്റിലോട്ട് ചേർത്ത് പിടിച്ചിട്ട് രക്തം മുടിഞ്ഞു കിടക്കുന്ന കൈകൾ മെല്ലെ താടെ കുത്തിയിട്ട് എഴുന്നേൽക്കുന്നു. വല്ലാതെ വേച്ചെഴുന്നേൽക്കുന്ന ഉമർ റളിയല്ലാഹു തആല തളർന്ന സ്വരത്തിൽ വിളിക്കുന്നു, അയ്യോ യാ ഫത്താഹലുമ്മ, ഏ യുവാവേ ഇവിടേക്ക് വരണേ. അവിടേക്ക് തിരിഞ്ഞുപോയി യുവാവ് തിരിഞ്ഞു നിന്നു. രക്തം തെതന്തല്ലിയാ തൊടുകുന്ന കുടൽമാല നെഞ്ചിലോട്ട് ചേർത്ത് വെച്ച് രക്തം പറ്റിയ കൈ തൈടാറെ ആ യുവാവിന്റെ ചുമലിലോട്ട് ചേർത്ത് വെച്ചിട്ട് ഉമർ റളിയല്ലാഹു തആല പറഞ്ഞതെന്തെന്നറിയോ? ഏ യുവാവേ അയ്യുഹൽ ഫത്താ ഇർഫഅ തൗബക ഇർഫഅ തൗബക ഫഇന്നഹു അബ്കാ ലിതൗബിക വഅത്കാ ലിറബ്ബിക. ഓ പൊന്നുമോനെ, വസ്ത്രമൊന്ന് ഉയർത്തിക്കെട്ടണേ, നെരിയാണിയുടെ മുകളിലോട്ട് വസ്ത്രം താഴെയിടരുത് എന്ന് പറഞ്ഞിട്ട് ആ യുവാവിനോട് മരണാസന്നനായി കിടക്കുമ്പോ പോലും നിർവഹിച്ച തിന്മയുടെ വിഭാടകനായി മാറിയ ഉമർ റളിയല്ലാഹു തആല അൻഹു ഉള്ളിടത്തോളം കാലം എന്റെ സഹോദരങ്ങളെ ഈ സമൂഹത്തിനൊരു ഉമർ ഉണ്ടാവണം. ആ സമയത്തും ഉമർ റളിയല്ലാഹു അൻഹു ഏതവസ്ഥയാണെന്ന് ചിന്തിച്ചില്ല. എന്റെ പൊന്നു ചെറുപ്പക്കാരാ, ഇസ്ലാമിന്റെ ശബ്ദവുമായി മുന്നോട്ട് പോകുമ്പോ, മക്കത്തുൽ മുക്കറമയുടെ ശബ്ദവുമായി മുന്നോട്ട് പോകുമ്പോ ചിലപ്പോ നിന്നെ ആളുകൾ കളിയാക്കിയേക്കാം, ആളുകൾ നിന്നെ പരിഹസിച്ചേക്കാം. പക്ഷേ ആ പരിഹാസത്തിന്റെ നടുവിലും അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, ഇത് തിന്മയാണ്, ആ തിന്മകൾ ചെയ്യരുത്, നന്മയുടെ കവാടത്തിലോട്ട് കടന്നു വരണേ എന്ന് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ, അങ്ങനെ ഒരു യുവാക്കളുടെ സമൂഹം ഈ സമൂഹത്തിൽ ഉടലെടുത്തില്ലെങ്കിൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു അല്ലാഹുവിന്റെ സഹായം ഇവിടെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഈ സമൂഹത്തിന് നന്മ പറഞ്ഞു കൊടുക്കാൻ, അല്ലാഹുവിന്റെ ഖുർആൻ വായിക്കുവാൻ, ആ ഖുർആന്റെ നന്മകളുടെ സന്ദേശം നടത്താൻ മക്കത്തുൽ മുക്കറമ എന്ന പബ്ലിക് ലൈബ്രറി ഇവിടെ സ്ഥാപിക്കപ്പെട്ടുവെങ്കിൽ അത് അല്ലാഹുവിന്റെ സഹായം ഇറങ്ങാനുള്ള കാരണമാണ്. ഇഖ്ലാസോടുകൂടിയാണ് ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങൾ ഈ ഖുർആന്റെ ശബ്ദം നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. കാരണം നാളെ പരലോകത്ത് വെച്ച് അല്ലാഹുവിന്റെ പ്രവാചകന്മാര് പറയില്ലേ, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. അല്ലാഹുവേ, ഈ ഖുർആൻ പഴങ്കഥയാണെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ ജനതയാണിത്, അതുകൊണ്ട് ഇവിടെ നരകത്തിലോട്ട് വിടണേ എന്ന് പറയുമ്പോ ഇന്നലെ പറഞ്ഞെടുത്തോട്ട് തന്നെ ഞാൻ പറയട്ടെ, വായിക്കണം. ആ വായിക്കേണ്ടത് എന്തായിരിക്കണം? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞത് കേൾക്കുക, ഫഖറഊ മാ തയസ്സറ മിനൽ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ വായിച്ചു പഠിപ്പിക്കണേ. അതുകൊണ്ട് എന്റെ ഈ ലൈബ്രറിയുടെ ഭാരവാഹികളോട് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഒരു മാസത്തില് ഒരു സൂറത്തിന്റെ എങ്കിലും പരിഭാഷ നിങ്ങൾ എഴുതിയുണ്ടാക്കി അതിന്റെ ആശയങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിച്ചു കൊടുക്കണം. എന്റെ പൊന്നു ചെറുപ്പക്കാരാ, വൈകുന്നേരം ഒഴിവ് കിട്ടുന്ന സമയം അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കാൻ ലൈബ്രറിയിലെത്തണം. അല്ലാഹ് പഠിക്കാൻ പറഞ്ഞത് ഖുർആനാണ്. ഈ ഖുർആനിനെ നീ മാറ്റിവെക്കരുത്. കാരണം ഈ സമൂഹത്തിന്റെ നിലനിൽപ്പ് ഈ ഖുർആനാണ്. ഈ ഖുർആനിലൂടെ പറഞ്ഞു കൊടുക്കണം, ലോകത്തോട് പറഞ്ഞു കൊടുക്കണം. ഇവിടെ സിനയുടെ വിചാരവും വർദ്ധിച്ചു കഴിഞ്ഞാൽ, ഇവിടെ മദ്യപാനം വർദ്ധിച്ചു കഴിഞ്ഞാൽ എത്രയോ സമൂഹത്തെ അല്ലാഹു തകർത്തെറിഞ്ഞിട്ടുണ്ട്. എന്റെ സഹോദര, നമുക്കും അത് അകലെയല്ല. കണിയാപുരത്തെ അറബിക്കടലിന്റെ തിരമാലകൾ കണിയാപുരത്ത് ആഞ്ഞടിക്കുമ്പോ അതിവിടേക്ക് കടന്നു വരില്ലെന്ന് പറയാൻ പൊന്നുമോനെ നിനക്ക് കഴിയുമോ? നൂഹ് നബിയുടെ കാലത്തെ ജലപ്രളയം ഉണ്ടായത് ലോകം മുഴുവനുമാണ്. റൊട്ടിക്കച്ചവടക്കാരന്റെ അടുപ്പിൽ നിന്ന് ജലപ്രളയം ഉണ്ടാക്കാൻ അല്ലാഹുവിന് കഴിവുണ്ടെങ്കിൽ സാധാരണ തീയുള്ളിടത്ത്
തീയിനകത്ത് വെള്ളമുണ്ടാവുകയില്ല. ആ തീയിന് വെള്ളം വീണാൽ തീ കെട്ടുപോകലാണ് പതിവ്. പക്ഷേ നൂഹ് നബിയുടെ കാലത്ത് വെള്ളപ്പൊക്കമുണ്ടായത് എവിടെ നിന്നറിയുമോ? തന്തൂരി അടുപ്പിന്റെ ഉള്ളിൽ നിന്നാണ്. തീ വരുന്നിടത്ത് നിന്ന് വെള്ളത്തെ ഉൽപ്പാദിപ്പിച്ചിട്ട് ഈ ലോകത്തെ മുഴുവനും തകർത്തെറിഞ്ഞ തമ്പുരാൻ, ആ തമ്പുരാൻ പറയുകയാണ്, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നല്ലവരായി ജീവിക്കണേ, നന്മയുടെ വക്താക്കളാകണേ, തിന്മയിലോട്ട് കടന്നു പോകരുത്. അള്ളാഹു നിങ്ങളെ അദാബ് കൊണ്ട് നശിപ്പിക്കാത്തത് ഒരൊറ്റ കാരണത്താലല്ല, പൊന്നുമോനെ അഹമ്മദ് കബീർ ബാക്കവിയുടെ മിടുക്കുകൊണ്ടല്ല. അള്ളാഹു നിങ്ങളെ നശിപ്പിക്കാത്തതിന് രണ്ട് കാരണമേ ഉള്ളൂ. അതിലൊന്നാമത്തത് ഏതെന്നറിയുമോ? അള്ളാന്റെ ഖുർആൻ തന്നെ പറയുന്നത് കേൾക്കുക. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅന്ത ഫീഹിം വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ഓ പ്രവാചകരെ, ഓ പ്രവാചകരെ, ഓ പ്രവാചകരെ, അങ്ങയുടെ സമൂഹത്തെ ഞാൻ നശിപ്പിക്കാത്തത് സമൂതിരെ നശിപ്പിച്ചതുപോലെ, ആതിരെ നശിപ്പിച്ചതുപോലെ നശിപ്പിക്കാത്തത് അത് അങ്ങയുടെ സമുദായമായതുകൊണ്ടാണ്. എനിക്ക് അങ്ങയോടുള്ള സ്നേഹത്തിന്റെ പേരിലാണ്, അങ്ങയോടുള്ള അടുപ്പത്തിന്റെ പേരിലാണ്. അങ്ങുള്ളിടത്തോളം കാലം ഞാൻ അവരെ നശിപ്പിക്കില്ല നബിയേ. രണ്ടാമത്തെ കാരണം എന്താ? വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ഇസ്തിഗ്ഫാർ ചെല്ലുന്നിടത്തോളം കാലം, കുറെ പാവപ്പെട്ടവരിരുന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയുന്നിടത്തോളം കാലം, അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങുന്നിടത്തോളം കാലം നിങ്ങളെ ഞാൻ നശിപ്പിക്കില്ല നബിയേ. അതുകൊണ്ട് എന്റെ സമൂഹത്തിനോട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു, സഹോദരങ്ങളെ, ഇങ്ങനെ ജീവിച്ചാൽ പോരാ. നന്മയുടെ കവാടങ്ങൾ തുറക്കണം, തിന്മയുടെ കവാടങ്ങൾ മാറി നിൽക്കണം. മരിച്ചാൽ നല്ലവനായി മരിക്കണം. നാളെ പരലോകത്തെത്തുമ്പോ റബ്ബിന്റെ മുമ്പിൽ തലപൊന്തിച്ച് നിൽക്കാൻ കഴിയണം. അതുകൊണ്ട് 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകരുത്. 1, വ്യഭിചാരത്തിൽ നിന്ന് മാറി നിൽക്കണം. 2, പലിശയിൽ നിന്ന് മാറി നിൽക്കണം. അതോടൊപ്പം തന്നെ നാട്ടില് നന്മ കൽപ്പിക്കുകയും തിന്മ തടുക്കുകയും ചെയ്യുന്നൊരു സമൂഹം ഉണ്ടാകണം. ഇത് 3 ഇല്ലാത്തിടത്തോളം കാലം അഹല്ലല്ലാഹു ബി അൻഫുസിഹിം അദാബാ, ആ സമൂഹത്തിൽ അള്ളാന്റെ അദാബ് ഇറങ്ങുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ 3 കാര്യം ഉണ്ടാകണം. ഈ നന്മ കൽപ്പിക്കുക, തിന്മ തടുക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തന്നെ, പൊന്നു പെങ്ങളെ നിനക്കുണ്ട്, മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നു, നിന്റെ പെൺകൊച്ച് മനോരമയും വായിച്ചുകൊണ്ടിരിക്കുന്നു, അവളോട് പറയണം, മോളെ ഇത് ഹറാമാണ്, മാറ്റിവെക്ക്, നീ നിസ്കരിക്കെന്ന് പറയണം. ഇതാണ് നന്മ പറയുക, തിന്മ തടയുക. ഇതെന്താ നിങ്ങൾ വേറെ വല്ലവരും ജോലിയാക്കി വെച്ചിരിക്കുക? ഓരോരുത്തർക്കും കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. ഞാൻ ആവർത്തിച്ച് പറയുന്നു, വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. ഒരു വീട്, ഒരു കുടുംബം, അത് തെറ്റില് മാത്രം നീണ്ടുപോകുന്നു. ലം യുൻകർ വലം യുഗയ്യർ, പരിവർത്തിപ്പിക്കാനും ആളില്ല. ഇത് തെറ്റാന്ന് പറഞ്ഞു കൊടുക്കാൻ ആ വീട്ടിൽ ഒരു കുഞ്ഞു പോലും ഇല്ലെങ്കിൽ തീർച്ച അള്ളാഹുടെ ശിക്ഷ നിങ്ങളുടെ നേരെ വരും. ശിക്ഷ ഏതാ? സല്ലത്തല്ലാഹു അലൈഹിൽ മൗത. ആർക്കും ദീർഘായുസ് ഉണ്ടാവില്ല, പെട്ടെന്ന് മരിച്ച് കബറിലടയ്ക്കും. അള്ളാഹു ദീർഘായുസ് തരട്ടെ, ആരോഗ്യത്തോട് ദീർഘായുസ് നൽകട്ടെ. അതുകൊണ്ട് നിന്റെ വീട്ടിലെ ഹറാമ് നടക്കുമ്പോ മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നു, ടിവിയുടെ വോളിയം കുറയില്ല, ടിവി ഓഫാവില്ല, എല്ലാ പേക്കൂത്തുകളും നടക്കും. എന്റെ പ്രിയപ്പെട്ട പൊന്നുമ്മ, നീ അത് കണ്ടുകൊണ്ട് നിശബ്ദയായിട്ട് നിന്നാൽ ആദ്യം റബ്ബ് പിടിച്ചു നിർത്തുന്നത് നിന്നെയാ. എന്റെ പ്രിയപ്പെട്ട പിതാവേ, നിങ്ങളൊരു വീടിന്റെ രക്ഷകർത്താവാണ്. നിങ്ങൾ പറയണം, പാടില്ല ഇവിടെ, ഇത് തെറ്റാണ്. അത് നിന്റെ വീട്ടിലാകട്ടെ കുടുംബത്തിലാകട്ടെ പറയാനുള്ള ആർജവം ഉണ്ടാകണം. ആരും നിന്നെ എന്തും പറഞ്ഞോട്ടെ, ആരും നിന്നെ എന്ത് പേരിട്ട് വിളിച്ചോട്ടെ, പക്ഷെ ഇത് പറയാനുള്ള ആർജവം ഉണ്ടാകണം. ഇല്ലാത്തിടത്തോളം കാലം ഇനി ഈ ഭൂമി കൂടുന്നാൾ കൂടുപോകില്ല. നാസ തന്നെ ചന്ദ്രനിൽ ഇനി പോകാൻ സ്ഥലമുണ്ടോ എന്ന് നോക്കാൻ പോയി. ചന്ദ്രനിൽ വെള്ളം ഉണ്ടോ എന്ന് നോക്കുകയാണ്. ഇവിടെ കിട്ടിയ വെള്ളം മുഴുവൻ ഊറ്റി കുടിച്ച് കുപ്പിയിലാക്കി 15 രൂപയ്ക്ക് വിറ്റിട്ട് ഇനി ചന്ദ്രന് വെള്ളം ഉണ്ടോ എന്ന് നോക്കാം, കുപ്പിയിലാക്കി വിൽക്കാൻ വേണ്ടി. ഇവിടത്തെ മുഴുവനും വിട്ടു തീർന്നു. എന്റെ സഹോദരങ്ങളെ, ചൊവ്വയിലൊക്കെ ജീവിക്കാൻ പറ്റുമെന്ന് മനുഷ്യർ അന്വേഷിക്കാൻ തുടങ്ങി. കാരണം എന്താ? ഭൂമി ദുസ്സഹമായി, വല്ലാത്ത ചൂട്, ബലക്കയറ്റ്, എന്തെങ്കിലും സാധനം വേണം. ഇനിയിപ്പോ വല്ലാത്ത ചൂട് കാരണം ദാഹിച്ചിട്ട് 1 കുപ്പി വെള്ളം മേടിക്കാന്ന് വെച്ചാൽ അതിന് 15 രൂപ. 1 കുപ്പി വെള്ളത്തിന് 1 കുപ്പി പാലിന്റെ വില. എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കണം? ആളുകളൊക്കെ പറയാൻ തുടങ്ങി, ഇനി അള്ളാഹുടെ അടുക്കൽ ചെന്നാ മതി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ജീവിക്കുമ്പോൾ നല്ല രീതിയിൽ ജീവിക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഖുർആൻ വായിക്കുക, ഖുർആൻ പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുക. എന്റെ ലൈബ്രറിയുടെ പ്രവർത്തകരോട് നിർദ്ദേശമുണ്ട്, ഓരോ മാസവും ഇപ്പൊ എല്ലാവർക്കും തഫ്സീറൊക്കെ കിട്ടും, പക്ഷെ ഒരു സൂറത്ത്, ആ സൂറത്തിന്റെ അർത്ഥം, അതിന്റെ വ്യാഖ്യാനം, അതിന്റെ സന്ദേശം ആലിമീങ്ങളെ കൊണ്ട് എഴുതി അത് ഈ നാട്ടിൽ നിങ്ങൾ പ്രചരിപ്പിച്ചു കൊടുക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.
അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുപോലെ എന്റെ പൊന്നു ചെറുപ്പക്കാര, വായനയിലൂടെ ലോകത്ത് വളർച്ച ഉണ്ടായിട്ടുള്ളൂ. വായിക്കാത്തവരാരും വളർച്ചയുടെ പടവുകൾ തടവിയിട്ടില്ല. ഒഴിവ് കിട്ടുന്ന സമയം ആ ലൈബ്രറിയിൽ പോയിരുന്നിട്ട് ഖുർആൻ പഠിക്കണം, ഖുർആനിലെ കഥകൾ പഠിക്കണം, ഖുർആന്റെ ചരിത്രം പഠിക്കണം. ഈ ഖുർആൻ എന്താ? വൈക്കം മുഹമ്മദ് ബഷീർ സാഹിത്യം എഴുതിയത് ഖുർആനെ നോക്കിയിട്ടാണ്. വൈക്കം മുഹമ്മദ് ബഷീർ മരിച്ചപ്പോൾ ഡോക്ടർ എം ലീലാവതി ഒരു ലേഖനം എഴുതി. അതിലവര് പറഞ്ഞു, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സാഹിത്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാഹിത്യം, വൈക്കം മുഹമ്മദ് ബഷീർ എഴുതുന്നുണ്ട്, വെളിച്ചത്തിന് എന്തോ ഒരു വെളിച്ചം, വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം, വെളിച്ചമുണ്ട്, ഇനി വെളിച്ചത്തിനൊരു വെളിച്ചമുണ്ട്. ഡോക്ടർ ലീലാവതി പറഞ്ഞു, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഈ സാഹിത്യം എവിടെ നിന്ന് കിട്ടിയെന്ന് ഞാൻ അത്ഭുതത്തോടെ നോക്കി. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സാഹിത്യകൃതികൾ പഠനവിധേയമാക്കിയ ആളുകൾ അവര് പറഞ്ഞു, ഈ സാഹിത്യം ഖുർആന്റെ സാഹിത്യമാണ്. നൂറുൻ അലാ നൂർ, വെളിച്ചത്തിന്റെ മേൽ വെളിച്ചം. പറയുന്ന മനസ്സിലാകുന്ന എന്റെ പൊന്നു ചെറുപ്പക്കാരായി, നീ സാഹിത്യകാരന്മാരെ വായിക്കൊള്ളെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീറിന് സാഹിത്യം പഠിപ്പിച്ചു കൊടുത്ത ഖുർആനാണ്. നൂറുൻ അലാ നൂർ, വെളിച്ചത്തിന്റെ മേൽ വെളിച്ചം. വില്യം ഷേക്സ്പിയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്, വാർദ്ധക്യം രണ്ടാം ബാല്യമാണ്. വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ അത് രണ്ടാം ബാല്യമാണ്. കൊച്ചുകുട്ടികൾ വാശി പിടിക്കുന്ന എന്തൊക്കെയുണ്ട് അതിനെല്ലാം കളവന്മാരും വാശി പിടിക്കും. ഏറ്റവും വലിയ വാർദ്ധക്യം ഇത് ആര് പറഞ്ഞതാണ്? ഖുർആൻ. എല്ലാം പറയാൻ എനിക്ക് സമയമില്ല. വില്യം ഷേക്സ്പിയർ പഠിച്ചത് അവിടെ നിന്നാണ്. എന്റെ പ്രിയപ്പെട്ട പൊന്നു സഹോദര, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാടകമാണ് KPSCയുടെ നാറാണത്ത് ഭ്രാന്തൻ. ഈ നാറാണത്ത് ഭ്രാന്തൻ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഇത് ഞാൻ ഖുർആനുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ നിങ്ങൾക്ക് ഇട്ടുതരികയാണ്. ബാക്കി നിങ്ങൾ ഇനി ഡയഗ്നോസ് ചെയ്തോണം. ഞാൻ പറയുന്നത്, ഈ നാടകത്തിൽ നാറാണത്ത് ഭ്രാന്തൻ എന്നൊരു സാധനമുണ്ട്. രാവിലെ മുതൽ അയാൾ കല്ലുരുട്ടി കയറ്റും, പാറയുടെ ഈ പർവ്വതത്തിന്റെ മുകളിൽ. അങ്ങ് മുകളിൽ ഉരുട്ടി കയറ്റിയിട്ട് അയാൾ നേരെ എന്ത് ചെയ്യും? വൈകുന്നേരം ആകുമ്പോൾ ഉരുട്ടി താഴോട്ട് വിട്ടിട്ട് കൈ കൊട്ടിച്ചിരിക്കും. ആര്? നാറാണത്ത് ഭ്രാന്തൻ ഇല്ലേ? അങ്ങനെയല്ലേ? ഇതെവിടുന്ന് കിട്ടി ഈ സങ്കല്പം? ഇതൊരു വലിയ കഥാപാത്രമാണ്. ഏതായാലും അള്ളാഹുവിന്റെ ഖുർആന്റെ ഏതെങ്കിലും ഒരു പരിഭാഷ വായിച്ച ഒരാളുടെ മനസ്സിൽ തെളിഞ്ഞു വന്ന വേറൊരു പേരിട്ടിട്ട സാധനമായിരിക്കുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇത് ഞാൻ എന്റെ സഹോദരങ്ങളെ, പരമാണു മുതൽ പരലോകം വരെ പറഞ്ഞ ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ ഖുർആനാണ്. അത് നിങ്ങൾ പഠിക്കാഞ്ഞിട്ടാണ്, അത് ചിന്തിക്കാഞ്ഞിട്ടാണ്. അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട് മക്കയിൽ. ولا تكونوا كالتي نكلت غزلها من بعد قوة أنكاثا. വലാ തകൂനു, മക്കയിലെ ഒരു പെണ്ണിനെ പോലെ നിങ്ങളാകാൻ പാടില്ല. കല്ലത്തി, ആ പെണ്ണിന്റെ ജോലി എന്താണെന്നറിയുമോ? നക്കലത്ത് ഗസിലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാദാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവൾ നൂലിങ്ങനെ നൂറ്റുകൊണ്ടേയിരിക്കും. വൈകുന്നേരമാകുമ്പോൾ അത് തിരിച്ചു കറക്കിയിട്ട് ആ നൂല് മുഴുവനും വലിച്ചു കളയുന്ന ഒരു പെണ്ണിനെ പോലെ നിങ്ങളാകാൻ പാടില്ലെന്ന് വിശുദ്ധ ഖുർആൻ. ആ പെണ്ണേതാ? രാവിലെ മുതൽ വൈകുന്നേരം വരെ അവൾ നൂലിങ്ങനെ കറക്കും. വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചിറക്കി മുഴുവൻ അടിച്ചു കളയും. അങ്ങനെ ഒരു പെണ്ണിനെ പോലെ നിങ്ങളാകാൻ പാടില്ല. ആ ഒരു ചിത്രത്തിൽ നല്ലേ ഇതുപോലെയുള്ള കഥാപാത്രങ്ങൾ ഉണ്ടായി. ഇത് തഫ്സീറും ഖുർആനും ഒന്നുമല്ല, എന്റെ ചിന്ത ഞാൻ പറയുന്നതാണ്. ഈ ചെറുപ്പക്കാർക്ക് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ സമയം വെറുതെ കളയരുത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിഅമത്താനി മഗ്ബൂബത്താനി കസീറും മിനന്നാസ്. അള്ളാഹു നൽകിയ രണ്ട് അനുഗ്രഹം, വിലപിടിപ്പുള്ള രണ്ട് അനുഗ്രഹം, പക്ഷെ ജനങ്ങൾക്ക് അതിന്റെ വില അറിയില്ല. അസ്സിഹത്തു വൽ ഫറാഗ്. ഒന്ന് ആരോഗ്യം, മറ്റൊന്ന് ഒഴിവ് കിട്ടുന്ന സമയം. ആരോഗ്യം പോയി കഴിഞ്ഞിട്ട് പിന്നെ പരിതപിച്ചിട്ട് കാര്യമില്ല. ഒഴിവ് കിട്ടുന്ന സമയം അതൊരു വലിയ സമയമാണ്. ആ സമയം ഈ പബ്ലിക് ലൈബ്രറി പോയി വായിച്ച് പഠിച്ച് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കണം. അങ്ങനെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നിങ്ങൾക്ക് ഞാനൊരു നല്ല ഓഫർ തരാം. കാരണം എന്താ? നിങ്ങളുടെ സമയം അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ചെലവഴിച്ചാൽ നാളെ കുറെ നീണ്ട സമയം അള്ളാഹു നിങ്ങൾക്ക് ചുരുക്കി തരും. നിങ്ങൾ ഇവിടത്തെ സമയം അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താ? നാളെ നിങ്ങൾക്ക് ആർക്കും നിലനിൽക്കാൻ പറ്റാത്ത ഒരു സമയം, അനുഭവിക്കാൻ പറ്റാത്ത ഒരു സമയം, ആ സമയം അള്ളാഹു നിങ്ങൾക്ക് ചുരുക്കി തരും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നാളെ പരലോകത്ത് ചെന്ന് നിൽക്കുമ്പോ പരലോകത്തെ ഒരു ദിവസം ഇവിടത്തെ എത്ര വർഷമാണ്? في يوم كان مقداره 50,000 سنة. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നാളെ പരലോകത്തെ ഒരു ദിവസം ഈ ദുനിയാവിലെ 50,000 വർഷത്തിന് തുല്യമാണെന്ന് വിശുദ്ധ ഖുർആൻ.
പരലോകത്തെ ഒരു ദിവസം ഈ ദുനിയാവിലെ 50,000 വർഷത്തിന് തുല്യമാണ്. സഹോദരങ്ങളെ, ഒരു ചാൺമുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുകയാണ്, താഴെ ചെമ്പിന്റെ തറയാണ്. ആ സമയത്ത് ഈ കാലഘട്ടത്തിൽ 15 കോടി കിലോമീറ്റർ മുകളിൽ സൂര്യൻ നിന്നിട്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെങ്ങനെ ആ 50,000 വർഷം ഈ സൂര്യന്റെ ചുവട്ടിൽ നിൽക്കുന്നത്? ഇവിടെ 1 മണിക്കൂർ ഫാനില്ലെങ്കിൽ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുമോ? അപ്പോ ഒരു ചാൺ മുകളിൽ ഈ സൂര്യൻ ഇങ്ങനെ നിൽക്കുമ്പോ 50,000 വർഷം എങ്ങനെയാ അതിന്റെ ചുവട്ടിൽ നിൽക്കുന്നത്? അള്ളാഹു നമ്മളെ ആ സമയത്ത് മോചിപ്പിക്കട്ടെ. പക്ഷെ 50,000 വർഷം അള്ളാഹു ചില ആളുകൾക്ക് കുറച്ചു കൊടുക്കും. പരലോകത്തെ കുറിച്ച് നബിതങ്ങൾ പറഞ്ഞത് എന്താ? സൂര്യൻ ഒരു ചാണ് മുകളിൽ നിൽക്കുമ്പോ ലോകത്തുള്ള മുഴുവൻ പ്രവാചകന്മാര് പോലും കടന്നിട്ടോടും, ഇല്ലേ? കാന നബിയം മുൻജിൽ ഉമ്മ യൗമ യഖൂലുൻ നാസു ലിജമ്അ നഫ്സിയ 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 ഹത്താ അഹിലു റിസാല യഇനി ആദമ മൂസ വഈസ വനൂഹ ലാഹി ഖലീലാ. ഖലീല ഇബ്രാഹിം നബി ഓടും പരലോകത്ത്. ആരെ കാണുമ്പോ? പൊന്നുമോനായ ഇസ്മായിലിനെ കാണുമ്പോ. പൊന്നുമോനായ ഇസ്മായിലിനെ കണ്ടാൽ ഇബ്രാഹിം നബി കിടന്നോടാൻ തുടങ്ങും, കാണാതെ ഒളിച്ചു നടക്കും. റസൂലുള്ള പറഞ്ഞു, കാരണം എന്താ? ഇബ്രാഹിം നബിയുടെ ചിന്ത എന്താ? പൊന്നുമോൻ ഇസ്മായിൽ എങ്ങാനും കണ്ടിട്ട് വാപ്പാ ഒരു സുബ്ഹാനല്ലാഹുടെ പ്രതിഫലം എനിക്ക് തരാൻ പറഞ്ഞാല് ചോദിക്കുന്നത് പൊന്നുമോനല്ലേ, കൊടുക്കാതിരിക്കാൻ പറ്റുവോ? ചോദിക്കുന്നത് മഹിസറയിലല്ലേ, കൊടുക്കാൻ പറ്റുവോ? ഇബ്രാഹിം നബി മോനെ കണ്ട ഒളിച്ചടക്കും. അപ്പൊ ഒരു സുബ്ഹാനല്ലാഹുടെ പ്രതിഫലം എനിക്ക് തരാൻ പറഞ്ഞാൽ കൊടുക്കാൻ പറ്റും, പരലോകമല്ലേ? ചോദിക്കണം മോനല്ലേ, കൊടുക്കാതിരിക്കാൻ പറ്റുമോ? എന്നാ പിന്നെ കാണണ്ടെന്ന് വിചാരിച്ചിട്ട് എന്ത് കിടക്കും? ഒളിച്ചു കിടക്കും. അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നബിതങ്ങൾ ഇങ്ങനെ ഉഹുദ് മലയുടെ ചൊല്ലിക്കൊണ്ട് നടക്കുക. റസൂലുള്ള അബൂദർ റളിയല്ലാഹു അൻഹു, അബൂദറെ ഈ മല കണ്ടു നബിയെ, ഈ മല മുഴുവനും അള്ളാഹു എനിക്ക് സ്വർഗ്ഗമാക്കി തന്നാൽ ഉഹിബു ഇല്ലാ അന്നകൂന ഹാക്കദ വഹാക്കദ വഹാക്കദ. നബിതങ്ങൾ കൈകൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് പറഞ്ഞു, ഈ മല മുഴുവനും അല്ല എനിക്ക് സ്വർഗ്ഗമാക്കി തന്നാൽ ഉഹിബു ഇല്ലാ അന്നകൂന ഹാക്കദ വഹാക്കദ വഹാക്കദ. ഇത് മുഴുവൻ ഇങ്ങനെ ഞുള്ളി എടുത്തിട്ട് ഓരോരുത്തർക്ക് സദക്ക ചെയ്യാനാ എനിക്കിഷ്ടം, എനിക്ക് ഇതൊന്നും വേണ്ട. ഒരു മല മുഴുവനും നബിതങ്ങൾക്ക് സ്വർഗ്ഗമായാലും നബിതങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ 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 കാണിക്കും. നമുക്ക് 1000 രൂപ കിട്ടിയാലും നമ്മൾ ഹാക്കഥ വഹാക്കഥ വഹാക്കഥ അങ്ങനെ എണ്ണി വെച്ചുകൊണ്ടിരിക്കും. ഒരു രാജാവ് മട്ടുപ്പാവിൽ നിന്ന് നോക്കിയപ്പോ താഴെ കടന്നിട്ട് ഒരു യാചകൻ സുഖമായിട്ട് കടന്ന് രാത്രി ഉറങ്ങുന്നു. രാജാവിനാണെങ്കിൽ ഉറക്കമില്ല, ടെൻഷൻ, ഭയങ്കര ടെൻഷൻ. ഇപ്പൊ രാജാവ് ചിന്തിച്ചു, മന്ത്രിയോട് ചോദിച്ചു, ആ പാവപ്പെട്ട തെണ്ടി യാചകൻ അവൻ മരത്തിന്റെ ചുവട്ടിൽ സുഖമായിട്ട് ഉറങ്ങുന്നു, എനിക്കാണെങ്കിലോ ഈ സ്വർണ്ണ കട്ടിലേ കടന്നിട്ട് വെഞ്ചാമരം വീശുന്ന തോഴിമാരെന്നെ വീശിയിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. മന്ത്രി ചോദിച്ചു, അയാൾ ഉറങ്ങുന്ന കാണുമ്പോൾ രാജാവിന് അസൂയ തോന്നുന്നു. എനിക്ക് വല്ലാത്ത അസൂയ തോന്നുന്നു. ആ സമയത്ത് എന്റെ സഹോദരങ്ങളെ, ഈ വലിയ ബെൻസ് കാറിന്റെ ബാക്ക് ഭാഗത്ത് ഇങ്ങനെ ചാരിയിരുന്ന് ഭയങ്കര ഈ ലാപ്ടോപ്പിന്റെ ബട്ടണിൽ വിരളമർത്തി നടത്തി പോകുന്ന വലിയ വ്യാപാരികളെ കാണുമ്പോൾ നമ്മൾ പറയും, ഊഹ് തള്ളേ എന്തൊരു സുഖം അവന്. ആ സുഖം ഏറ്റവും നന്നായിട്ട് അനുഭവിക്കുന്നതാരാ? രാവിലെ മുതൽ വൈകുന്നേരം വരെ കൈ നീട്ടി കിട്ടുന്ന പൈസ കൊണ്ട് ഉച്ചയ്ക്ക് പോയൊരു ചോറുണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു ഏമ്പൊക്കെ വിട്ട് നേരെ വന്ന് തൊട്ടടുത്ത് കിടക്കുന്ന മാവിന്റെ മരത്തിന്റെ തണലിൽ ഈ കൈമുട്ട് ചാരി വെച്ചിട്ട് കിടന്നുറങ്ങുന്ന ഒരു യാചകന്റെ മനസ്സുഖം ലോകത്തൊരു പണക്കാരനും കിട്ടൂല. കിട്ടുമോ? കാരണം അവൻ എഴുന്നേറ്റാൽ ഒരു പേടിയിൽ അടുത്തത് ആരെങ്കിലും തരും. അപ്പൊ മന്ത്രി ചോദിച്ചു, ഇവന്റെ ഉറക്കം ഞാൻ കെടുത്തി തരട്ടെ? രാജാവ് എന്നാന്ന് കെടുത്തിത്താ. മന്ത്രി അവൻ അടുത്തോട്ട് വിളിച്ചിട്ട് 100 സ്വർണ്ണ നാണയം കൊടുത്തു, രാജാവിന്റെ പാരിതോഷികമാണ്. എന്നിട്ട് രാജാവിനോട് പറഞ്ഞു, ഇനി രാജാവ് നോക്കൂ. കുറെ കഴിഞ്ഞപ്പോ ഇയാള് ആ സ്വർണ്ണ നാണയം തലേണയുടെ അടിയിൽ കൊണ്ട് വെച്ചിട്ട് ഇയാൾ കിടന്നു. ഒരു 10 മിനിറ്റ് ചാടി എഴുന്നേറ്റ് തലേണ പൊക്കി എണ്ണി നോക്കി, വീണ്ടും വെച്ചു. 10 മിനിറ്റ് വീണ്ടും എഴുന്നേറ്റ്. പിന്നെ അവൻ 1 മണിക്കൂറിലെ 10 ഒരാൾ ഇത് എണ്ണി നോക്കലും തണയാണി പൊക്കി നോക്കലും ഇത് ഉണ്ടോ ഇല്ലയോ. അപ്പൊ ഉണ്ടെങ്കിൽ വലിയ ടെൻഷനാ, ഇല്ലെങ്കിലോ പരമസുഖം, ഇല്ലെങ്കിൽ പരമസുഖം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഇബ്രാഹിം നബി ഓടും ഇസ്മായിൽ നബിയെ കാണുമ്പോൾ. കാരണം നാളെ അവിടെ ആരും നമുക്ക് പ്രയോജനം ചെയ്യില്ല. അവിടെ പ്രയോജനം ചെയ്യുമെങ്കിൽ ഇവിടത്തെ സമയം അള്ളാഹ്ക്ക് വേണ്ടി കളയണം. ആ സമയത്ത് പരലോകത്തെ 50,000 വർഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് കുറച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ചില ആളുകൾക്ക് കുറച്ചു കൊടുക്കും. എത്രയായിട്ട് കുറയ്ക്കും?
അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസാണ്, മാ ബൈനൽ ളുഹരി വൽ അസ്രി 50,000 വർഷം എന്ന് പറയുന്നത് ളുഹറിന്റെയും അസറിന്റെയും ഇടയിലുള്ള സമയമായിട്ട് അള്ളാഹു കുറച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എത്ര സമയമായിട്ട് കുറച്ചു കൊടുക്കും? ളുഹറിന്റെയും അസറിന്റെയും ഇടയിലുള്ള സമയമായിട്ട് കുറച്ചു കൊടുക്കും. അതാരാ എന്നിപ്പോ ളുഹർ ബാങ്ക് വിളിക്കണ ഒരു 12 അര അല്ലെ? അപ്പൊ എങ്ങനെ വന്നാലും ഒരു 3-3.5 മണിക്കൂർ ഉണ്ടാവും എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? പരലോകം തുടങ്ങി 3.5 മണിക്കൂർ കൊണ്ട് ഹിസാബും കഴിഞ്ഞ് സിറാത്തും കഴിഞ്ഞ് മീസാനും കഴിഞ്ഞ് ഇവര് സ്വർഗത്തിലെത്തിയിട്ടുണ്ടാവും. 3.5 മണിക്കൂർ കൊണ്ട് കൊതിയാകുന്നുണ്ട് ചെറുപ്പക്കാരാ. അള്ളാഹു ആ ഭാഗത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ളുഹറിന്റെയും അസറിന്റെയും ഇടയിലുള്ള സമയം കൊണ്ട് അവര് സ്വർഗത്തിലെത്തിയിട്ടുണ്ടാവും. രണ്ടാമതൊരു രൂപമുണ്ട്, അതെത്രയാ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഖദറു റകഅത്തൈനി 2 റകഅത്ത് നിസ്കരിക്കുന്ന സമയം കൊണ്ട്, ഖദറു റകഅത്തൈനി 2 റകഅത്ത് നിസ്കരിക്കുന്ന സമയം കൊണ്ട് അവര് സ്വർഗവും കടന്ന് അവര് സ്വർഗത്തിലെത്തിയിട്ടുണ്ടായിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസാണ്. സഹോദരങ്ങളെ, പരലോകം തുടങ്ങി എല്ലാവരും വെപ്രാളത്തിൽ കിടന്നോടുമ്പോ 2 റകഅത്ത് നിസ്കരിക്കുന്ന സമയം കൊണ്ട് ചിലര് സ്വർഗത്തിലെത്തും. അവരാരാണ്? അവരാരെന്നറിയുമോ? അവര് മറ്റാരുമല്ല, ശാബുൻ നസഫി ഇബാദത്തില്ലാ, അള്ളാന്റെ സ്മരണയിൽ ജീവിതം കഴിച്ചുകൂട്ടിയ യുവാക്കളും യുവതികളും. സമയം കിട്ടുമ്പോഴെല്ലാം ഖുർആൻ എടുത്തോതിയിട്ട് അള്ളാനെ കുറിച്ച് ചിന്തിച്ചവർ, അള്ളാനെ കുറിച്ച് പഠിച്ചവർ, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കരഞ്ഞവർ. അവർക്ക് അള്ളാഹു നാളെ 2 റകഅത്ത് നിസ്കരിക്കുന്ന സമയം കൊണ്ട് അള്ളാഹു സ്വർഗത്തിലെത്തിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആകണോ? അള്ളാഹു അക്കൂട്ടത്തിലാക്കട്ടെ. സമയം കുറച്ച് അള്ളാനെ കുറിച്ച് 24 മണിക്കൂറിന്റെ ഉള്ളില് അള്ളാനെ കുറിച്ച് ചിന്തിക്കാൻ എന്റെ പൊന്നു സഹോദരന്മാരെ ഇച്ചിരി സമയം കളയും. ഖുർആൻ ഒന്ന് പഠിക്കാൻ, ഖുർആൻ ഒന്ന് ചിന്തിക്കാൻ, ഖുർആനിനെ കുറിച്ച് ഓർക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. മൂന്നാമതൊരു വിഭാഗമുണ്ട്. അവരാരാ? അതും കൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് നമുക്ക് പിരിയാം. മൂന്നാമത്തെ വിഭാഗം എന്താ? പരലോകം തുടങ്ങി ഇവര് നേരെ അങ്ങോട്ട് നടന്നു നിന്നിട്ട് നേരെ സ്വർഗത്തിന്റെ വാതിലിന്റെ മുമ്പിലെത്തും. പോയിട്ട് സ്വർഗത്തിന്റെ വാതിലിൽ മുട്ടും. ഇഫ്തഹു ഇഫ്തഹു ഇഫ്തഹു, വാതിൽ തുറക്കീൻ, വാതിൽ തുറക്കീൻ, വാതിൽ തുറക്കീൻ. സ്വർഗത്തിന്റെ വാതിലിൽ പോയിട്ട് ഇവര് നേരിട്ട് പോയിട്ട് മുട്ടും. ഏയ് സ്വർഗത്തിന്റെ വാതിൽ തുറക്ക്. അപ്പൊ എന്ത് ചെയ്തു? നേരെ മഹിസ്റ തുടങ്ങി. ഇവര് നേരെ അങ്ങോട്ട് കടന്നതിന് ഹിസാബില്ല, സിറാത്തില്ല, മീസാനില്ല, ഒന്നുമില്ല. നേരെ പോയിട്ട് ഇവര് സ്വർഗത്തിന്റെ വാതിലിൽ പോയി മുട്ടും. ഏയ് ഇഫ്തഹു ഇഫ്തഹു ഇഫ്തഹു, വാതിൽ തുറക്കീൻ, വാതിൽ തുറക്കീൻ. സ്വർഗത്തിന്റെ മലക്കുകൾ അന്തം വിട്ടു നിന്നു പോകും. പടച്ചോനെ, ഇത് ആരായത്? വാതിൽ മുട്ടുകേൾക്കണോട്ട് സ്വർഗത്തിനെ കൊണ്ട് കാക്കുന്ന മലക്കുകൾ വന്നിട്ട് വാതിൽ തുറക്കും. ഇത് കെട്ടുകഥയൊന്നല്ല, ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസാണ്. വാതിൽ തുറന്നിട്ട് ഇവർ അത്ഭുതത്തോടെ ചോദിക്കും, അപ്പൊ ഹൂസിബത്തും, നിങ്ങളുടെ ഹിസാബ് കഴിഞ്ഞോ ഇത്ര പെട്ടെന്ന്? എന്തൊരവസ്ഥയായത്! അങ്ങനെയൊക്കെ ചോദിക്കുന്നു എന്ന് കേൾക്കാൻ അവസരം കിട്ടാന്ന് പറഞ്ഞാൽ മലക്കുകൾ ചോദിക്കും, അപ്പൊ ഹൂസിബത്ത്, നിങ്ങളുടെ ഹിസാബ് കഴിഞ്ഞ? വന്നാസുബിൽ ഹിസാബ്, ജനങ്ങളെല്ലാം വിചാരണ നേരിട്ട് അള്ളാടെ മുമ്പിൽ നിന്ന് മറുപടി പറയല്ലേ. നിങ്ങൾ അവിടെ നിന്നൊക്കെ കണ്ണുവെട്ടിച്ചിട്ട് വന്ന് സ്വർഗത്തിന്റെ വാതിൽ മുട്ടണം. ഇത് മുട്ടി തുറക്കാൻ സമയമായില്ലല്ലോ. എല്ലാരും വിചാരണയൊക്കെ കഴിഞ്ഞ് നന്മയും തിന്മയൊക്കെ നോക്കിയിട്ടല്ലേ സ്വർഗത്തിന്റെ വാതിൽ തുറക്കണത്. ഇതിന്റെ ഇടയക്കടെ പാഞ്ഞു വന്നിട്ട് നിങ്ങൾ വാതിൽ തുറക്കണ, അപ്പൊ ഹൂസിബത്ത്, നിങ്ങളുടെ ഹിസാബ് കഴിഞ്ഞോ? ആ കുതിയൽ അമ്രു, ഇത്ര പെട്ടെന്ന് കാര്യം കഴിഞ്ഞ? ഓ, എന്താ ഹദീസ്! ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വുജൂഹുഹും കൽ ഖമരി ഫീ ലൈലത്തുൽ ബദർ, അവരുടെ മുഖം കണ്ടാൽ 14 രാവിലെ പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നത് കാണാം. മലക്കുകളെ ചോദിക്കും, അപ്പൊ ഹൂസിബത്തും, നിങ്ങളുടെ ഹിസാബ് കഴിഞ്ഞോ? വന്നാസു ഫിൽ ഹിസാബ്, ജനങ്ങളെല്ലാം ഹിസാബിലാണല്ലോ, അവരെല്ലാം ഹിസാബിന് വേണ്ടി നിരനിരയായി നിൽക്കുകയാണല്ലോ. ആ സമയത്ത് അവര് ചോദിക്കും, നിങ്ങൾ എന്താ ചോദിക്കുന്നത്? ഹിസാബ് കഴിഞ്ഞു. എന്ത് കാര്യത്തിന് വേണ്ടിയാണ് ഞങ്ങളോട് വിചാരണ ചോദിക്കേണ്ടത്? ഞങ്ങളുടെ ജീവിതത്തിന് എന്ത് പറയാനാണ് വിചാരണ കൊടുക്കാൻ? ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾ അല്ലാഹുക്കല്ലാതെ വേണ്ടൊന്നും ചെയ്തിട്ടില്ല. ആ സമയത്ത് സ്വർഗത്തിന്റെ മലക്കുകൾ ചോദിക്കും, നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോ അവര് പറയും, ഞങ്ങൾ ആരാന്നറിയുമോ? അസിയാഫുനാ ഫൗക അവാതിഖിനാ ഖൽഫ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പുറകെ മുതുകില് വാളും തൂക്കി നടന്ന മുഹാജിരീങ്ങളായ സഹാബത്താണ് ഞങ്ങൾ. ഞങ്ങൾ മുഹാജിരീങ്ങളാണ്, ഞങ്ങൾ മുഹാജിരീങ്ങളാണ്.
എന്റെ സഹോദരങ്ങളെ, അള്ളാഹ്ക്ക് വേണ്ടി നാട് വിട്ട, അള്ളാഹ്ക്ക് വേണ്ടി വീട് വിട്ട, അവന് വേണ്ടി ദുനിയാവിനെ ഉപേക്ഷിച്ച, അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി സമയം മാറ്റിവെച്ച, നാളെ സ്വർഗത്തിന്റെ വാതിലിൽ പോയി മുട്ടാം. ആ സ്വർഗത്തിന്റെ വാതില് നിനക്ക് വേണ്ടി തുറക്കപ്പെടും. വസീകല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ ഫുതിഹത് അബ്വാബുഹാ. ആ സ്വർഗത്തിന്റെ വാതില് തുറക്കുമ്പോ അവിടെ നിന്റെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് നടത്തിക്കൊണ്ടുപോകാൻ സ്വർഗഹൂറാനികൾ ഉണ്ടാകും. അവര് നിന്റെ കൈപിടിച്ചിട്ട് പറയും, ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ. സന്തോഷത്തോടെ ഈ സ്വർഗത്തിലേക്ക് നിങ്ങൾ കടന്നുപോയിക്കൊള്ളുക. അള്ളാഹു ഇത് കേൾക്കാനും അതിലൂടെ കൈപിടിച്ചു പോകാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആ പരലോകത്തിന്റെ 50,000 വർഷം അള്ളാഹു കുറച്ചു കൊടുക്കുമ്പോൾ അള്ളാഹു ഈ സാധുക്കളെ കൂട്ടത്തിൽ പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി നിങ്ങൾക്കൊരല്പസമയം അള്ളാഹുവിന്റെ ചിന്തയിലായി കഴിഞ്ഞുകൂടെ? 50,000 വർഷം നമുക്ക് ലഘൂകരിച്ചു കിട്ടും. എന്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങളുടെ സഹോദരൻ എന്ന രീതിയിൽ ഞാൻ പറയുക, ഈ പെപ്രാളവും കോമാളിത്തരവും ഒക്കെ ഒന്നും നിർത്തീൻ. എന്റെ പൊന്നുമോനെ, ഈ ലോകത്ത് വലിയ അഹങ്കാരത്തോടെ ജീവിച്ചവരൊക്കെ എവിടെ പോയി? ഈ നെഞ്ചും വിരിച്ച് നടന്നവനൊക്കെ എവിടെ പോയി? മൂസാ നബിയോട് ഫിർഔൻ ചോദിച്ചേ, മൂസ നിന്റെ അള്ളാ ആരാ? ആരാ മൂസ നിന്റെ അള്ളാ ആരാ ചോദിച്ചത്? സിംഹാസനത്തിൽ ചാരി എന്നിട്ട് ഫിർഔൻ. മൂസാ നബി പറഞ്ഞു, അല്ലദീ യുനസ്സിലുൽ ഗൈസ, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നവനാ എന്റെ അള്ളാ. ഇത് കേട്ട ഫിർഔൻ പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, ആഹാ മൂസ, എന്നാലും നിന്റെ അള്ളാഹ്ക്ക് മേലെ ഞാനാ. കാരണം എന്താ? മഴ പെയ്യിക്കണമെങ്കിൽ ഭൂമി വേണ്ടേ? ഭൂമി ആരുടേതാ? ഖുർആനല്ലേ? മൂസാ നബി വെച്ച് നിന്റെ അള്ളാഹ് ആരാ? മൂസാ നബി അല്ലദീ യുനസ്സിലുൽ ഗൈസ, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നവൻ. ഇന്നും ചില ഫിറൗമാരുടെ മുമ്പിൽ പോയിട്ട് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞാൽ ആ ഫിറൗമാർക്ക് മനസ്സിലാവില്ല. ഫിറൗന്റെ വംശം ചത്തുപോയിട്ടൊന്നുമില്ല. ഇപ്പോഴും ആധുനിക ഫറവമാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹ് എവിടെ? അള്ളാഹ് ഇല്ല. ഞാൻ പള്ളിയിൽ കയറൂല. ഞാൻ മരിച്ചാ നീ കാരണം നിന്നെ ആരെങ്കിലും പൊക്കി എടുത്തുകൊണ്ട് വരും. അത് വേറെ കാര്യം, കുഴിച്ചിടാൻ. കാരണം നീ റൂഹ് പോയാൽ പിന്നെ നീ നാരണ സാധനമാണ്. നിന്നെ പട്ടിക്ക് പോലും വേണ്ടാത്ത സാധനമാണ്. പിന്നെ എന്ത് കണ്ടിട്ടാ മോനെ അഹങ്കരിക്കുന്നത്? മോനെ, ഒരു പോത്ത് ചത്തുപോയാല് അതിന്റെ മാംസത്തെ ആളുകൾ തിന്നും. ഇനി അത് അഴുകിപ്പോയെന്ന് വിചാരിക്കുക, അതിന്റെ തൊലിയെടുത്ത് വിറ്റാൽ പോലും 500 റുപ്യ കിട്ടൂലേ? എന്റെ പൊന്നു മോനെ, നീ മരിച്ചാൽ നിന്റെ മാംസവും മനുഷ്യന് വേണ്ട, നിന്റെ തൊലിയും ആർക്ക് വേണ്ട. പിന്നെ നീ ആരാ? ഈ എന്ത് കണ്ടിട്ടാ ഈ കിടന്നിട്ട് ഈ ചാടണത്? പോത്ത് മരിച്ചാൽ പോത്തിന്റെ തൊലി കണ്ടെങ്കിലും മനുഷ്യന് ഉപയോഗമുണ്ട്. ഈ റൂഹങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നിന്നെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. 6 അടി മണ്ണിൽ പോയി കിടക്കാനുള്ളതാണ്. പിന്നെ എന്ത് കണ്ടിട്ടാ ഈ ചാടിയവരൊക്കെ എവിടെ? മൂസാ നബി ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നവനാണ് അള്ളാന്ന് പറഞ്ഞപ്പോ ഫിറൗൻ പൊട്ടി. എന്നാലും മൂസ നിന്റെ അള്ളാടെ മേലെ ഞാനാ. കാരണം എന്താ? മഴ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഭൂമി വേണ്ടേ? ഇത് ചുമ്മാ കേട്ടിട്ടിരുന്നാ പോരാ, ഇതൊരു ശാസ്ത്രീയ സത്യമാണ്. ഖുർആൻ ഇങ്ങനെയൊക്കെ ഒന്ന് പഠിക്കണം. ഭൂമിന്ന് നീരാവി പൊന്തി മേഘത്തിന്റെ മുകളിൽ പോയിട്ട് അവിടെ നിന്നല്ലേ ആകാശത്ത് നിന്ന് വെള്ളം താഴോട്ട് വരണത്. അപ്പൊ ഭൂമിയിൽ നിന്ന് കടലിൽ നിന്ന് നീരാവി പോയില്ലെങ്കിൽ പിന്നെ മഴ ഉണ്ടാകുമോ? അപ്പൊ ഭൂമി ആരുടേതാ? അനല്ലദീ മുൽക്കു മിസ്ര. ഈ മിസ്ര എന്റെയാ. ഈ നൈൽ നദി പോലും ഞാൻ പോട്ടേന്ന് വിചാരിച്ചോണ്ട് ഒഴുകണ. ഞാൻ ഒഴുകണ്ടെന്ന് പറഞ്ഞാൽ അത് ഒഴുകൂല. ആര് പറഞ്ഞാ ഇത്? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ മനുഷ്യന് ഭ്രാന്തായിരുന്നു? ആണോ? ഫിറൗന് ഭ്രാന്താണോ? അല്ല, അയാൾക്ക് അഹങ്കാരമായിരുന്നു. അംഗീകരിക്കാനുള്ള വൈമനസ്. ആ ഫിറൗൻ എവിടെ പോയി? ആ ഫിറൗനും ചത്തു. അഹങ്കാരത്തോടെ പറഞ്ഞ ആ ഫിറൗനും ചത്തു. പക്ഷേ അള്ളാഹു പറഞ്ഞു, ഫിറൗനും അവന്റെ മന്ത്രിമാരും ചത്തപ്പോ ആകാശവും കരഞ്ഞില്ല, ഭൂമിയും കരഞ്ഞില്ല. ഫിറഔൻ ചത്തപ്പോ ആകാശവും കരഞ്ഞില്ല, ഭൂമിയും കരഞ്ഞില്ല. പക്ഷെ നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി ആകാശം കരയണം, ഭൂമി കരയണം. അങ്ങനെ ജീവിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവനവൻ മരിക്കുമ്പോൾ ആകാശത്തെ കൊണ്ട് കരയിപ്പിക്കണം. അവനാണ് യഥാർത്ഥ മുത്തഖി. എന്റെ പൊന്നു സഹോദര, മരണ വീട്ടിലെ വിളി എന്താ? ഭാര്യ വിളിക്ക്, അള്ളാഹുവേ ഞാൻ തന്നെയായി പോയല്ലോ, അല്ലാ എന്നെ ഇനി നോക്കാൻ ആരുണ്ട് പടച്ചവനെ? 2 മക്കളെയും കെട്ടിപ്പിടിച്ച്, പൊന്നുമക്കളെ നിങ്ങളെ നോക്കാൻ ആരുമില്ലല്ലോ മക്കളെ, നിങ്ങൾ ഒറ്റയ്ക്കായി പോയല്ലോ മക്കളെ. വൃദ്ധരായ മാതാപിതാക്കൾ പറയും, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, അള്ളാഹുവേ വയസ്സാം കാലത്ത് എനിക്ക് ആകെയുള്ള കൂട്ട് അവൻ പോയല്ലോ, അള്ളാഹുവേ മുറുക്കാൻ മേടിക്കാനെ ആര് കാശ് തരും?
പടച്ചു തമ്പുരാനെ, മരണ വീട്ടിൽ അള്ളാഹുവെ എന്റെ ഭർത്താവ് മരിച്ചു, ഇവൻ ഇനി ഖബറിൽ തന്നെയാണല്ലോ എന്ന് പറഞ്ഞ് കരയണ ഏതെങ്കിലും ഒരു കരച്ചിൽ നിങ്ങൾ മരണ വീട്ടിൽ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ജീവിച്ചിരുന്നവരെ തനിച്ചാക്കിയിട്ട് ഇവൻ പോയി എന്നുള്ള വേവലാതിയല്ലേ? ഈ മരിച്ചുപോയവൻ ഇനി ഖബറിലാണ്. പടച്ചവനെ, എന്റെ ഭർത്താവ് ഇത്രയും നാളെന്റെ കിടപ്പറയിൽ കെട്ടിപ്പിടിച്ചു കിടന്നവൻ ഇനി അവൻ ഖബറിൽ ഏകനാണല്ലോ. അല്ലാഹുവേ, അവൻ ആര് കൂട്ടെന്നോർത്തിട്ടുള്ള കരച്ചിലില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മരിച്ചാൽ ആകാശം കരയണം, ഭൂമി കരയണം. ഫിറൗനും അവന്റെ മന്ത്രിമാരും മരിച്ചപ്പോൾ, ചത്തപ്പോൾ ആകാശം കരഞ്ഞില്ല, ഭൂമി കരഞ്ഞില്ല. ഫമാ ബകത അലൈഹിമുസ് സമാഉ വൽ അർളു വമാ കാനൂ മുൻദരീൻ. ഈ ആയത്തിറങ്ങിയപ്പോൾ സഹാബക്കൾ ചോദിച്ചത്, എന്തോരായത്താണ് നബിയെ? ആരെങ്കിലും മരിച്ചാൽ ആകാശവും ഭൂമിയും കരയുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹൽ തബ്കി സമാഉ വൽ അർളു അലാ മൗതി അഹദിൻ. ആരെങ്കിലും മരിച്ചാൽ ആകാശവും ഭൂമിയും കരയുമോ നബി? ആ സമയത്ത് റസൂലുള്ള പറഞ്ഞു, അതെ, ഇദാ മാതൽ അബ്ദു സാലിഹ്, ഒരു നല്ലവനായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന് വേണ്ടി ആകാശവും ഭൂമി പോലും കരയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, കരയണം, ആകാശം കരയണം. നാളെ നീ മരിച്ചു വെള്ളത്തുണിയിൽ പൊതിഞ്ഞുമ്മറപ്പടിയിൽ കിടത്തുമ്പോ ചുറ്റും നിന്ന് ഭാര്യ കരയുകയാണ്, മക്കള് കരയുകയാണ്, നിനക്ക് വേണ്ടി എല്ലാവരും കരയുകയാണ്. ആ സമയത്ത് ആകാശം കരയണം, ഭൂമി കരയണം. ഈ ഭൂമിയിലെ പുൽക്കൊടി പോലും നിന്നെ ഓത്തിട്ട് കണ്ണുനീര് പിടിക്കണം. അല്ലാഹുവേ, അവൻ മരിച്ചുപോയല്ലോ, ഇനി അവന്റെ ഖുർആൻ ഓതുന്നത് കേൾക്കാൻ കഴിയില്ലല്ലോ. ആകാശം നിനക്ക് വേണ്ടി വിങ്ങിപ്പൊട്ടണം. ഭാര്യ കരയുന്നു, മക്കള് കരയുന്നു. ആ സമയത്ത് ചുറ്റും നിന്നുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ആർത്തട്ടഹസിച്ച് കരയുമ്പോ, ആ സമയത്ത് വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കിടക്കുമ്പോൾ നിനക്കാണെങ്കിലോ ചിരിക്കാൻ കഴിയണം. ഭാര്യ കരയട്ടെ, മക്കള് കരയട്ടെ, ആകാശം കരയട്ടെ, ഭൂമി കരയട്ടെ, എല്ലാവരും നിന്നെ ഓത്ത് പൊട്ടിക്കരയുമ്പോ, പൊന്നുമോനെ, കിടക്കുമ്പോ മരിക്കുന്ന സമയത്ത് നീ കിടന്നിട്ട് ചിരിക്കണം. ജോ മർഗെ മുഅ്മിൻ ബാത്തു ഗോയം, ജോ മർഗെ മുഅ്മിൻ തബസ്സും വല്ലബവേസ്ത്. ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ അടയാളം നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? അവൻ മരിക്കുന്ന സമയത്ത് അവന്റെ ചുണ്ടില് പുഞ്ചിരി പൂത്തുലഞ്ഞു കിടക്കണം, പുഞ്ചിരി പൂത്തുലഞ്ഞു കിടക്കണം. മരിക്കുന്ന സമയത്ത് ചിരിക്കാൻ കഴിയണം. ആളുകൾ വന്നിട്ട് പറയണം, മരിച്ചു കിടക്കാന്ന് പറയില്ല, അവൻ ചിരിച്ചോണ്ട് കിടക്കാന്ന് പറയുന്നത് കേൾക്കാൻ കഴിയണം. അല്ലാതെ നീ മരിക്കുമ്പോൾ ദുർഗന്ധം കാരണത്താൽ മലക്കുകൾ ഓടരുത്, ആകാശം കണ്ണടക്കരുത്. മരിക്കുമ്പോഴും സുഗന്ധമുണ്ടാകും വേണം. ജീവിക്കുമ്പോഴും സുഗന്ധം, മരിക്കുമ്പോഴും സുഗന്ധം, ഖബറിലും സുഗന്ധം, സ്വർഗത്തിലും സുഗന്ധം. ആ സുഗന്ധത്തിലൂടെ നടന്നു പോകാൻ കഴിയണം. അതുകൊണ്ട് എത്ര നാള് ജീവിച്ചു എന്നല്ല, എത്ര മനോഹരമായി ജീവിക്കാൻ കഴിഞ്ഞു എന്നതിലാണ് കാര്യം. ജീവിക്കുന്നിടത്തോളം കാലം സുഗന്ധം പടർത്തുക. അടുത്ത് നിൽക്കുന്നവൻ നിന്നെ കണ്ടാൽ സുഗന്ധം ആസ്വദിക്കുന്നവനായി മാറുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ.